ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് രണ്ട് തരത്തിലുള്ള ആളുകളെ ലോകത്തിലുള്ളൂ. ഒന്ന് ക്രൂശിൽ പ്രശംസിക്കുന്നവർ, രണ്ട് ക്രൂശിൻ്റെ ശത്രുക്കൾ. ക്രൂശ് പ്രശംസയാക്കുന്നവർക്കും ആക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ശരിക്കും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്നാണ്, ക്രൂശ് പ്രശംസയാക്കുന്നവരുടെ കൂട്ടത്തിലാണോ ഞാൻ, അതോ ക്രൂശ് ഒഴിവാക്കുന്നവരുടെ കൂട്ടത്തിലാണോ? പലപ്പോഴും ക്രൂശ് ഒഴിവാക്കുന്ന, അല്ലെങ്കിൽ ക്രൂശിന് വിരോധമായിട്ട് ചിലപ്പോൾ സംസാരിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഇന്നത്തെ വിഷയം. മെനി ടൈംസ് ഇത് ഒഴിവാക്കുക, ക്രൂശ് ഒഴിവാക്കാനുള്ള വലിയൊരു ടെൻഡൻസി ഈ കാലയളവിൽ ഉണ്ട്. എന്നാൽ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കാൻ ഇറങ്ങുന്നവർ ക്രൂശ് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം അതെടുക്കാൻ. അതാണ് കർത്താവ് വളരെ കൃത്യയോട് പറയുന്നത്. അതുകൊണ്ട് ക്രൂശ് എന്താണെന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അത് അറിയാതെ ഒരാൾ ക്രൂശ് എടുക്കാൻ തുടങ്ങിയാൽ പലപ്പോഴും നമുക്കുണ്ടാകുന്നൊരു വലിയ പ്രശ്നമാണ്. ഒരു മിഷൻ നമ്മളൊരാൾ ഫലമേൽപ്പിക്കുമ്പോഴത്തേക്ക് ചുമ്മാ ചാടിക്കയറി ഏറ്റെടുക്കാൻ അങ്ങനെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതെന്താണ്, എനിക്കത് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് നോക്കണമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞ ആ വാക്കിനെ വളരെ ഭൗതികമായ ആളുകൾ എടുക്കുന്നത് പലപ്പോഴും എനിക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മിഷൻ ആക്ടിവിറ്റീസൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ അങ്ങനെ വലിയ ത്യാഗമൊന്നും സഹിച്ച ആളൊന്നുമല്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം, നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതുമായിട്ട് ആലോചിച്ച് നോക്കുമ്പോഴാണ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എത്ര ചെറുതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ത്യാഗത്തെക്കുറിച്ചൊക്കെ ആളുകൾ പറയുമ്പോൾ ഒത്തിരി ആളുകൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എസ്പെഷ്യലി എൻ്റെ യാത്രയുടെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും മറ്റ് കോണ്ടിനെൻസിൽ ആരും അറിയാൻ വയ്യാതെ ആരെയും പരിചയമില്ലാതെ ചെന്ന് ചാടിയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ത്യാഗമാണെന്നൊക്കെ ആൾക്കാർ പറയാനുണ്ട്. പക്ഷേ സി.ടി. സ്റ്റഡ് പറഞ്ഞൊരു വാചകമാണ് എൻ്റെ മനസ്സിലെപ്പോഴും ഉള്ളത്. വെൻ ഐ ലുക്ക് അറ്റ് ദ ക്രോസ്, എനിത്തിങ് ആൻഡ് എവറിത്തിങ് ഐ ഡു ഫോർ ദ ലോർഡ് ഇസ് നോട്ട് എ സാക്രിഫൈസ് അറ്റ് ഓൾ. When I look at the cross, anything and everything I do for my Lord is not a sacrifice at all. ഞാൻ ക്രൂശിനെ നോക്കുമ്പോൾ ഞാൻ കർത്താവിന് വേണ്ടി ചെയ്തത് എന്തൊക്കെയാണെങ്കിലും എത്രയൊക്കെ വലുതാണെങ്കിലും അതൊന്നും ഒരു ത്യാഗമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ക്രോസ് കാണാനായിട്ട് കർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. ആ ക്രോസിൻ്റെ ആഴം മനസ്സിലാക്കാൻ കർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. എനിക്ക് കർത്താവ് വളരെ അടുത്ത ആളാണ്. അടുത്ത 1000 ആളുകൾക്ക് അടുത്ത ആളായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷേ പേഴ്സണലി ഐ സേ, അതുകൊണ്ട് കർത്താവ് പറയുന്ന ഏത് കാര്യങ്ങളും എടുത്തിയാടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സസ് നോക്കാതെ ചെല്ലാനായിട്ട് കർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 37 ഇയേഴ്സായി ഞാൻ കർത്താവിനെ അറിഞ്ഞ് ഇറങ്ങിയിട്ട്. ഇതുവരെയുള്ള എൻ്റെ ആകെയുള്ള ബോസ്റ്റിംഗ്, ഞാൻ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. ഐ വാസ് റെഡി ടു ഒബേ ഗാഡ് whenever God was asking me to do something. I will tell about it later if I get time. അപ്പോൾ ആ അനുസരണത്തിൻ്റെ ഭാഗമായിട്ട് എന്താണ് എന്നറിയാൻ വയ്യാതെ ഒരാളെ പോലും പരിചയമില്ലാതെ ഒരു കൺട്രിയിൽ ഞാൻ പോയി ഇറങ്ങിയിട്ടുണ്ട്. ഒരു വ്യക്തി എന്നെ ആരും ഇൻവൈറ്റ് ചെയ്യാതെ, എന്നെ ആരും അയക്കാതെ ഒരു രാജ്യത്ത് ചുമ്മാ എയർപോർട്ടിൽ പോയി ഞാൻ ഇറങ്ങിയിട്ടുണ്ട്, കർത്താവ് പറഞ്ഞതുകൊണ്ട്. വെറുതെ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്യുമ്പോഴൊക്കെ ആളുകൾ പറയും, പലപ്പോഴും ഞാൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ പറഞ്ഞപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുത്തൻ ഗോപുരം പണിയാൻ ഇച്ഛിച്ചാൽ അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അതിൻ്റെ പിന്നാലെ പോകാനെന്ന്. ഇങ്ങനെ വചനം മിസ്കോട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം വചനത്തിൽ ഗോപുരം പണിയുവാൻ ഒരുത്തൻ നോക്കുന്നെങ്കിൽ അത് നേരത്തെ കണക്ക് കൂട്ടണമെന്ന് പറയുന്നത് ഒരിക്കലും കർത്താവ് നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അതിനാവശ്യമായ പൈസ കിട്ടിയിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നതിനെ കുറിച്ചല്ല. അതിൻ്റെ റിസോഴ്സസ് കണ്ടേച്ചിറങ്ങി പുറപ്പെടാനല്ല. കർത്താവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് അനിശ്ചിതത്വത്തിലേക്ക് എടുത്തു ചാടാൻ എനിക്ക് കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിന് അത് ഞാൻ തയ്യാറായിരുന്നു. അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. ഐ വാസ് റെഡി ടു ഒബേ ഗാഡ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞത്, ഇഫ് എനിവൺ വോണ്ട് ടു ടേക്ക് അപ്പ് ഹിസ് ക്രോസ്, അല്ലെങ്കിൽ ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ എന്ത് വില കൊടുക്കണമെന്നുള്ളത് കണക്ക് കൂട്ടി നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ടൈം വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് എനിക്ക് വാക്കുകളും വചനം അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ടൈമില്ല. അതുകൊണ്ട് ഇഫ് യു റൈറ്റ് ഡൗൺ, ഐ ആം വെരി ഹാപ്പി, ബിക്കോസ് ഇഫ് യു ഗോ ഹോം യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് പാസേജ്. We know what Jesus was saying about something about discipleship in Luke chapter 14 verse 25 to 35. 10 വാക്കുകൾ അവിടെ കാണുന്നുണ്ട്. ആ ഭാഗത്ത് അതിൻ്റെ 25-ാമത്തെ വാക്യം തൊട്ടാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്താണ് കർത്താവ് ഡിസൈപ്പിൾഷിപ്പിൻ്റെ കോസ്റ്റ് ആദ്യമായിട്ട് പറയുന്നത്. ഡിസൈപ്പിൾഷിപ്പിൻ്റെ കോസ്റ്റ് 14-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 35 വരെയുള്ള കാര്യങ്ങളിൽ. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും, അതിൻ്റെ 33 വായിക്കുമ്പോഴത്തേക്ക്, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും പിരിയുന്നില്ല എങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അതൊരു കോസ്റ്റാണ്. യേശുവിനെ അനുഗമിക്കണമെങ്കിൽ അവൻ കോസ്റ്റ് കൊടുത്താലേ പറ്റുള്ളൂ. ഇതേ അധ്യായത്തിൽ തന്നെ കർത്താവ് ഇതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്.
എന്നാൽ ഈ പാസേജ് തുടങ്ങുന്നത് 25-ലാണ്. ഒരു പാസേജ് തുടങ്ങുന്നത് വലിയ ഒരു അധ്യായമല്ല പലപ്പോഴും ഒരു പാസേജ് തുടങ്ങുന്നത്. ഒരു പാസേജ് തുടങ്ങുന്നത് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം പറയാനായിട്ട് കർത്താവ് തുടങ്ങുമ്പോഴാണ്. ആ പാസേജ് തുടങ്ങുന്നതും വായിച്ചു നോക്കുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് ഡീപ്പായിട്ട് ഗ്രഹിക്കാനായിട്ട് പറ്റുന്നത്. ചാപ്റ്റർ 25 നമ്മൾ കാണുന്നത്, ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുന്നവനെ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. എപ്പോഴാണ് യേശു പറയുന്നതെന്ന് ചോദിച്ചാൽ, ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ യേശു തിരിഞ്ഞ് പറയുകയാണ്, എൻ്റെ പിന്നാലെ ഒരുത്ത മരണമെങ്കിൽ അങ്ങനെ ചുമ്മാ വരാനൊന്നും പറ്റത്തില്ല. അവൻ എന്ത് ചെയ്യണം? അവന് ഉപേക്ഷിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ ഭയങ്കര എന്താണ് നമുക്ക് ആലോചിക്കാൻ പറ്റുന്നത്. അവൻ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് കൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അതായത് പുരുഷാരത്തെ നോക്കിയിട്ട് പറയുകയാണ്, നിനക്കൊന്നും എൻ്റെ പുറകെ വരാനുള്ള യോഗ്യതയില്ലെന്നാണ് പറയുന്നത്. ഇതാണ് ശരിക്കും പറയുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ യേശുവിൻ്റെ മനോഭാവവും എൻ്റെ ഉൾപ്പെടെ നമ്മുടെ ഒക്കെ പലരുടെയും മനോഭാവം തമ്മിലുള്ള വലിയ ഡിഫറൻസ് എന്താണെന്നുള്ളത്. എന്താണ്? ഏറിയ പുരുഷാരം വരുമ്പോൾ നമ്മൾ വാസം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ജനക്കൂട്ടം നമ്മുടെ മെസ്സേജിന് കേൾക്കാൻ വരുമ്പോഴൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, വെൻ ഹീ സോ ദ മൾട്ടിറ്റ്യൂഡ് ഹി മൂവ്ഡ് വിത്ത് കമ്പാഷൻ. അവൻ പുരുഷാരത്തെ കണ്ടാറെ മനസ്സലിഞ്ഞു. നമ്മളാണ് ത്രില്ലടിക്കുകയുള്ളൂ. കണ്ടില്ല എൻ്റെ പ്രസംഗം കേൾക്കാൻ ഇത്രയും ആളുകൾ എന്നാണ് പറയുന്നത്. പക്ഷേ കർത്താവിന് ഈ പുരുഷാരം ഒരു അലർജി ആയിരുന്നു എന്ന് തന്നെ എനിക്കൊരു സംശയമുണ്ട്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഏറിയ പുരുഷാരത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ യേശുവിനൊരു വലിയ അസ്വസ്ഥത. എന്താണ്? യുവന്മാരെല്ലാം എൻ്റെ പുറകെ വരുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് എന്ന തിരിച്ചറിവ്. കാര്യങ്ങൾ മനസ്സിലാക്കി 1000 പേര് വന്നാലും കുഴപ്പമില്ല. ഞാനൊരു യൂത്ത് മീറ്റിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു, ലാക്സ് ഓഫ് പീപ്പിൾ ഉള്ള ഒരു കമ്മ്യൂണിറ്റി, അവിടെ ലീഡർ വന്ന് എന്നോട് അവർക്ക് ബാപ്റ്റിസം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകളിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ അവരാരും മാനസാന്തരപ്പെട്ടവരൊന്നുമല്ല. അവർ പറഞ്ഞത് അവരുടെ കമ്മ്യൂണിറ്റിയുടെ പേര് മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് കാസ്റ്റ് വൈസ് ഒത്തിരി എന്താണ് അക്സെപ്റ്റൻസ് കിട്ടും. കാസ്റ്റ് വൈസ് അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയാണ് അവർ വന്നത്. ഞാൻ ആർക്കും ബാപ്റ്റിസം കൊടുത്തില്ല. അപ്പോൾ ഒരു നല്ല സഹോദരൻ എനിക്കൊരു കത്തെഴുതി തന്നു, നിങ്ങളത് കാണിച്ച ഭയങ്കര അബദ്ധമാണ്. ഇങ്ങനെ നിങ്ങൾ പോകുന്ന ആഫ്രിക്കയിൽ പോലും ഇതുപോലെയുള്ള മാസ് കൺവേർഷൻ നടന്നതുകൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. 3000 പേര് പത്രോസിൻ്റെ കാലയളവിൽ ഒരുമിച്ച് വന്ന് സ്നാനപ്പെട്ടില്ലേ, പിന്നെ നിങ്ങളെന്തിനാ ഇത്രയും പേരെ സ്നാനപ്പെടുത്താൻ കിട്ടിയ അവസരം വെറുതെ കളഞ്ഞത് എന്ന്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ് ബോയ്. ബിക്കോസ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനൊന്നും അല്ലെങ്കിൽ അത്രയും പേര് രക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. പക്ഷേ 3000 പേര് പെന്തക്കോസ്ത് നാളിൽ വന്നപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞ എന്താണെന്നറിയാമോ? നിങ്ങൾ എല്ലാവരും കൂടി വരാനല്ല, നിങ്ങളിൽ ഓരോരുത്തൻ തിരിഞ്ഞ് നിങ്ങളുടെ പാപങ്ങളുടെ മാനസാന്തരത്തിനായി. ഓരോരുത്തൻ, ഈച്ച് ഇൻഡിവിജ്വൽ, ഓരോ ഇൻഡിവിജ്വലും എന്ത് ചെയ്തേ പറ്റുള്ളൂ? അവരുടെ മാനസാന്തരത്തിന് വേണ്ടി കർത്താവിനോട് അവരുടെ പാപങ്ങളെ ഏറ്റുപറയുകയും ബാപ്റ്റിസം സ്വീകരിക്കുകയും ചെയ്തേ പറ്റുള്ളൂ. ഈച്ച് വൺ. ദാറ്റ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. മാസ് കൺവേർഷൻ എനിക്ക് എതിരൊന്നുമല്ല. 10 ലക്ഷം പേര് ഒരുമിച്ച് വന്നാലും 10 ലക്ഷം പേരും യേശുവിനെ അനുഗമിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിന് കൊടുക്കേണ്ട വില മനസ്സിലാക്കിക്കൊണ്ട് വേണം യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കൂടുതൽ ആളുകൾ വരുന്നതിനകത്ത് എനിക്ക് സങ്കടമൊന്നുമില്ല. എന്തൊന്നും സങ്കടം? യേശുവിൻ്റെ പ്രശ്നം അതാണ്. യേശുവിൻ്റെ പിന്നാലെ വലിയ പുരുഷാരം വന്നു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ചിന്ത, ഇവന്മാർ വല്ലതും മനസ്സിലാക്കിയിട്ടാണോ വന്നത്? ഇതാണ് ചോദ്യം. ഇന്നും ആളുകൾ ഒരു ക്രൂസൈഡിൽ രക്ഷിക്കപ്പെടുന്നത് വല്ലതും മനസ്സിലാക്കിക്കൊണ്ടാണോ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. അവർ എന്തെങ്കിലും എല്ലാം സോപ്പിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത് വരുന്നവരാരും തിരിച്ചു പോകരുന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ യേശു പുരുഷാരത്തെ കാണുമ്പോഴെല്ലാം അവരെ ഒന്ന് സ്ക്രീൻ ചെയ്യാനാണ് പരിശ്രമിക്കുന്നത്. എപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എല്ലായിടത്തും ഭയങ്കര സ്ക്രീനിങ് നടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ടോസറിന് പറഞ്ഞ വാക്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഉദ്ധരിച്ചത്. നിങ്ങൾ എന്താണ്, ദി ഓൾഡ് ക്രോസ് സ്ലീവ് മെൻ ആൻഡ് ദ ന്യൂ ക്രോസ് എൻ്റർടൈൻ. പഴയ ക്രൂശ് ആളുകളെ ശരിക്കും പറഞ്ഞാൽ എന്താണ്, നിഹിതന്മാരാക്കുകയാണ്, അതല്ലെങ്കിൽ കൊന്നുകളയുകയാണ്. എന്നാൽ പുതിയ ക്രൂശ് എന്താണ്, ആളുകളെ എൻ്റർടൈൻ ചെയ്യുകയാണ്. അങ്ങനെ ആളുകളെ എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരാളല്ല. ഇഫ് യു ആർ എ മെസ്സഞ്ചർ ഓഫ് ദ ക്രോസ്, you are not supposed to entertain people with the worldly things or the worldly pattern. That is very much important. അത് വളരെ നമ്മൾ ഓർക്കണം. അപ്പോൾ യേശുവിനെ ഇത്രയും വലിയ പുരുഷാരം അടുത്ത് വന്നപ്പോഴത്തേക്ക് ആടിപ്പാടി അടിപൊളി ജീവിതം കൊതിക്കുന്ന കുറച്ച് ആളുകളാണ് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ആടാനും പാടാനും ചാടാനും തുള്ളാനും വരുന്ന ആളുകളെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ യേശു തയ്യാറല്ലായിരുന്നു. He was not ready to entertain those people who wanted to make it a celebration. Of course it is a celebration, but he wanted to see that something is happening inside their heart, in their mind and in their spirit.
അവരുടെ മനസ്സിലും ഹൃദയത്തിലും ആത്മാവിലും ഉണ്ടാകുന്ന വ്യതിയാനത്തെക്കുറിച്ച്, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കർത്താവ് വളരെയേറെ ബോധവാനായിരുന്നു. അതുകൊണ്ട് കർത്താവ് അവരെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് നോക്കുന്നില്ല വലിയ പുരുഷാരത്തെ. ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നത് ഒരു മൈനോറിറ്റിയുടെ കൂടെയാണെന്നാണ് എൻ്റെ ചിന്ത. ആ മൈനോറിറ്റിയുടെ ക്വാളിറ്റി ഉള്ള ഒരു മജോറിറ്റി ഉണ്ടാവുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ അത് അത്ര എളുപ്പമൊന്നുമല്ല. ഇപ്പോൾ വലിയ പ്രീച്ചേഴ്സൊക്കെ പറയാറുണ്ട്, പണ്ടായിരുന്നു നാരോ ഗേറ്റ്, സ്വർഗത്തിലേക്ക് പോകുന്ന വഴി ഞെരുക്കമുള്ളത് പണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നുമല്ല. യേശു ക്രിസ്തുവിൽ മരിച്ച ഇപ്പോൾ നരകത്തേക്കാൾ വലിയ സ്വർഗം ഉണ്ടാക്കാനാണ് ദൈവം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ടീച്ചിങ് ആണ്. അതുകൊണ്ട് നരകത്തിൽ പോകുന്നവരെക്കാൾ കൂടുതൽ ആളുകളെ എനിക്ക് എന്ത് ചെയ്യണം? സ്വർഗത്തിൽ കൊണ്ടുപോകണം. ആഗ്രഹം നല്ലതാണ്. നിങ്ങളെക്കാൾ വലിയ ആഗ്രഹം ദൈവത്തിനുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം, അല്ലാതെ കൂടുതൽ ആളുകളല്ല. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും, അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷെ അത് നടക്കുന്നില്ല. നമുക്ക് ആഗ്രഹിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ കോംപ്രമൈസ് ചെയ്ത് ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ദൈവം പരിശ്രമിക്കുന്നില്ലെന്ന എൻ്റെ ചിന്ത. സ്വർഗം തരിശായി കിടന്നാലും അശുദ്ധനായ ഒരു മനുഷ്യനെ അവിടെ കയറ്റിയിരുത്താൻ വിശുദ്ധനായ ദൈവം തയ്യാറാവുകയില്ല എന്നാണ് എൻ്റെ ചിന്ത. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ക്രോസ് എക്സ്പീരിയൻസിൻ്റെ കാര്യം അവിടെ വലിയ പുരുഷാരം വന്നപ്പോൾ ക്ലീനായിട്ട് കർത്താവ് പറയാണ്, നോ, എനിക്ക് ഇങ്ങനെയുള്ള ഒരു പുരുഷാരത്തെ അല്ല ആവശ്യം. ഗിദെയോൻ്റെ അടുത്ത് 32,000 people were there for a battle. 30,000 പേര് അവൻ്റെ കാഹളം കേട്ട് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിൻ്റെ കൂടെയുള്ള ജനങ്ങൾ അധികമാണെന്ന്. ശരിക്കും എതിരായിട്ട് വന്നു കിടക്കുന്ന ജനങ്ങളെക്കുറിച്ച് നമ്മൾ വി സീ ഇറ്റ് ഇൻ ജഡ്ജസ് ചാപ്റ്റർ 7 നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ചാപ്റ്റർ 8 നമ്മൾ കാണുന്നത്, ഇവരെ ആരോട് യുദ്ധം ചെയ്യണോ ആ ജനങ്ങൾ വലിയ ഹി കുഡ് ജസ്റ്റ് കൗണ്ട് ദം. അതുപോലെ വലിയ പറ്റമായിട്ട് വെട്ടുക്കിളികൾ നിരന്നിരിക്കുന്നത് പോലെ വളരെ വലിയ പറ്റമായിട്ട് വന്ന് കൂടിയിരിക്കുന്ന സമയത്താണ് ഗിദെയോൻ്റെ കൂടെ 30,000 ഉള്ളല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം പറയാം, നിൻ്റെ കൂടെ ഉള്ളവർ അധികമാണെന്ന്. ഭയവും ഭീരുത്വവും ഉള്ളവർ മടങ്ങിപ്പോകട്ടെ. നോക്ക്, സ്ക്രീനിങ് വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ കാണുന്നൊരു കാര്യമാണ് സ്ക്രീനിങ്. ഭയവും ഭീരുത്വവും ഉള്ളവർ മടങ്ങിപ്പോകട്ടെ. 20,000 പേര് 20,000 പേര് മടങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കർത്താവ് പറയാണ്, ഇതും വളരെ കൂടുതലാണ്, എനിക്കൊരു ടെസ്റ്റ് കൂടെ ചെയ്യാനുണ്ട്. എന്നിട്ട് നിങ്ങൾക്കറിയാമല്ലോ ആ ടെസ്റ്റിൽ വിജയിക്കുന്ന, അതിൻ്റെ അകത്ത് അർത്ഥം ഇതാണ്, മറ്റൊന്നുമല്ല. അവിടെ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പട്ടി നക്കി കുടിക്കുന്നത് പോലെ വെള്ളം കുടിക്കുന്നതായ വ്യക്തികൾ. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ മറ്റ് മൃഗങ്ങളിൽ നിന്ന് ഡിഫറൻ്റായിട്ട് പട്ടിയെ നോക്കുമ്പോൾ കാണുന്നൊരു കാര്യമുണ്ട്. പട്ടി വെള്ളം കുടിക്കുകയാണെങ്കിലും കണ്ണ് തുറന്നിരിക്കും. പൂച്ച പാല് കുടിക്കുകയാണെങ്കിൽ കണ്ണടച്ചുകൊണ്ടേ പാല് കുടിക്കത്തുള്ളൂ. പക്ഷേ പട്ടിയുടെ കാര്യം അങ്ങനെയല്ല. പട്ടി വെള്ളം കുടിക്കുകയാണെങ്കിലും കണ്ണ് തുറന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അതായത് വളരെ സ്വസ്ഥത ലഭിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ പോലും മുന്നിലുള്ള യുദ്ധത്തെ കണ്ടുകൊണ്ട് ശത്രുവിനെ അടുക്കാൻ സമ്മതിക്കാതെ യുദ്ധം മനസ്സിൽ കയറിക്കിടക്കുന്ന ആളുകളെ മാത്രം മതി ദൈവത്തിന് യുദ്ധത്തിന്. അവരുടെ ജാഗരൂകതയാണ് അതിനകത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായിരിക്കുന്നത്. അങ്ങനെ ജാഗരൂകരായ എന്തിനു വേണ്ടി തങ്ങൾ വിളിക്കപ്പെട്ടു എന്നുള്ള ബോധ്യമുള്ള ആളുകൾ, വെള്ളം കാണുമ്പോൾ എല്ലാം മറക്കുന്ന ആളുകളെ ദൈവരാജ്യത്തിന് വേണ്ട. കുടിക്കാൻ വല്ലതും കിട്ടുമ്പോൾ, പൈസ കയ്യിൽ വരുമ്പോൾ, പണം കയ്യിൽ വരുമ്പോൾ, ധനം കയ്യിൽ വരുമ്പോൾ, കാറ് കിട്ടുമ്പോൾ, വീട് കിട്ടുമ്പോൾ, ബാക്കി അവരെ എന്ത് ദൗത്യം പരമേൽപ്പിച്ചോ അതിനെ മറക്കുന്ന ഒരു സമൂഹത്തെ കൂടെ കൊണ്ടുപോകാൻ യേശു കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, യു കൗണ്ട് ദ കോസ്റ്റ്. നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് യു നീഡ് ടു കൗണ്ട് ദ കോസ്റ്റ്. ക്രൂസിന് എന്ത് വില കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്ത് വേണം? എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. യേശുവിനെ അനുഗമിക്കാൻ വന്ന പല ആളുകളും എന്ത് വില കൊടുക്കണമെന്നുള്ളത് കണ്ട് അറിയാൻ അത് അറിയാതെ വന്ന ആളുകളുണ്ട്. നീ എവിടെ പോയാലും, നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 57 മുതലുള്ള വാക്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവിടെ 3 കൂട്ടരെ കർത്താവിനെ അനുഗമിക്കാൻ തയ്യാറായി വരുന്നുണ്ട്. പക്ഷേ എന്താണ് അവർക്ക് കൊടുക്കേണ്ടി വരുന്ന വില എന്ന് കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 3 കൂട്ടരും കർത്താവിനെ വിട്ടിട്ട് പോവുകയാണ്. ആദ്യത്തെ ആൾ പറയുന്നത്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്നാണ്. ഇങ്ങനെയുള്ള ആളുകളെ കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും യേശുവിനെ അനുഗമിക്കാൻ വരുന്ന ആളുകൾ എവിടെ പോയാലും എന്ന് പറയുന്നില്ല. എന്തോ കിട്ടുമെന്ന് ചോദിച്ചാൽ മിക്കവരും വരുന്നത്. ഇവൻ അതല്ല പറയുന്നത്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. കർത്താവിനോട് തിരിച്ച് ചോദിക്കുന്ന ചോദ്യം, ഞാൻ എവിടെയൊക്കെ പോയത് നീ കണ്ടിട്ടുണ്ട്? അതാണ് പ്രശ്നം. ഇവൻ എവിടെയൊക്കെ യേശുവിനെ കണ്ടിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ കാനാവിലെ കല്യാണത്തിൻ്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നേ, ഞാൻ അന്ന് വീഞ്ഞൊക്കെ വിളമ്പി കൊടുത്ത ആൾ. ഓക്കെ, പിന്നെ നീ എന്നെ ഇവിടെ കണ്ടിട്ടുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ, നീ കണ്ടില്ലേ എന്നെ? അതിൻ്റെ 12ാമത്തെ പന്തി ഞാനിരിക്കുന്നത് നീ കണ്ടില്ലേ? പിന്നെ നീ എന്നെ ഇവിടെ കണ്ടിട്ടുണ്ട്. ലാസറിനെ ഉയർപ്പിച്ചപ്പം ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ.
കർത്താവ് പറഞ്ഞു, കൊള്ളാം, നല്ല നല്ല കാര്യങ്ങളാണ് നീ ഇതുവരെ കണ്ടത്, പക്ഷേ ഇനി ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാമോ? കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവുകൾക്ക് വീടും കുഴികളും ഉണ്ട്, പക്ഷേ മനുഷ്യപുത്രന് തല ചായ്ക്കുവാൻ ഇടമില്ല. ഹി ഈസ് റിവീലിംഗ് ദ ഗ്രേറ്റ് ട്രൂത്ത് ദാറ്റ് ഹി ഈസ് ഗോയിങ് ടു ബി ക്രൂസിഫൈഡ്. ക്രൂസിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ പിന്നെ അവൻ്റെ പൊടി പോലും നമ്മളവിടെ കാണുന്നില്ല. ഒരു കണക്കിന് ഞാൻ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ഇതെടുക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായപ്പോൾ ഇട്ടേച്ചു പോയല്ലോ. നമ്മളിൽ മിക്ക ആളുകളുടെയും പ്രശ്നം ഇതെടുക്കാൻ പറ്റത്തില്ലെങ്കിലും ഒന്ന് പരിശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞു വരുന്നവരാണ്. അതുകൊണ്ടാണ് പലപ്പോഴും 14-ാം അധ്യായം നമ്മൾ വായിക്കുന്നത് എന്താണ്? ഉപ്പ് നല്ലത് തന്നെ, പക്ഷേ ഉപ്പ് കാരമില്ലാതെ പോയാൽ ടേസ്റ്റ്ലെസ് സോൾട്ടായിട്ട് ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി മാറിയതിൻ്റെ കാര്യം എന്നാണ്. വി ഫെയിൽ ടു കൗണ്ട് ദ കോസ്റ്റ് ടു ഫോളോ ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ അനുഗമിക്കേണ്ടതിന് കൊടുക്കേണ്ടുന്ന വിലയെക്കുറിച്ച് അറിയാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ, അതിനെക്കുറിച്ച് ആരും പറയുന്നുമില്ല, പ്രസംഗിക്കുന്നുമില്ല. പറയുന്നതെല്ലാം കോസ്റ്റ് കൊടുക്കണമെന്നല്ല, എന്ത് കൊടുക്കണമെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. നമ്മൾ പഠിപ്പിക്കുന്നത് എന്ത് കിട്ടുമെന്നാണ്. അവിടെ തന്നെ വേദപുസ്തകം പറയുന്നതിന് നേരെ വിപരീതമായിട്ടാണ് നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നത് മുഴുവൻ. കർത്താവ് പറഞ്ഞു ഗോ ആൻഡ് പ്രീച്ച്, നമ്മൾ പറയുന്നത് കം ആൻഡ് ബി ബ്ലെസ്ഡ് ആണ്. കർത്താവ് പറഞ്ഞു പോവുക, പ്രസംഗിക്കുക. നമ്മൾ പറയുന്നത് വരിക, അനുഗ്രഹം പ്രാപിക്കുക. അല്ലേ? ഇത് ഏത് കാര്യത്തിലും കർത്താവ് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് നമ്മൾ പറയുന്നത്. കർത്താവ് പറഞ്ഞു ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ എന്തൊക്കെ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്തൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വരും. നമ്മൾ പറയുന്നത് കർത്താവിനെ അനുഗമിച്ചാൽ നമുക്ക് എന്തൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അടിസ്ഥാനം തന്നെ തകർന്നു പോയിരിക്കുന്ന ഒരു സ്റ്റേജാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യം ആളുകൾ ചോദിക്കും, എന്തിനാ ഈ ക്രൂശിനെ കുറിച്ച് എത്ര പറയുന്നത്? കർത്താവ് ക്രൂശ് വഹിച്ചില്ലേ, ഇനിയിപ്പം നമ്മളും കൂടെ ക്രൂശ് വഹിക്കണോ? ഓൾറെഡി കർത്താവ് എന്ത് ചെയ്തു? ക്രൂശ് വഹിച്ചല്ലോ. അവൻ നമുക്ക് വേണ്ടി ക്രൂശ് വഹിച്ചെങ്കിൽ ഇനി നമ്മളെന്തിനാണ് ക്രൂശ് വഹിക്കുന്നത്? ഇതൊരു നോർമൽ ക്വസ്റ്റ്യനാണ്. ഇപ്പോഴത്തെ ഒരു പുതിയ തിയോളജിയാണ്. എന്ത്? ദർ ഇസ് നോ നീഡ് ഫോർ ക്രോസ് ബിക്കോസ് ജീസസ് ഓൾറെഡി ടുക്ക് ഹിസ് ക്രോസ്, ദാറ്റ്സ് ഓൾ. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ക്രൂശ് വഹിക്കേണ്ട കാര്യമില്ല. നമ്മൾ ക്രോസിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് പഠിച്ചപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ നമ്മളോട് കാണുന്നത്, എൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവൻ, അഥവാ എൻ്റെ പിന്നാലെ വരുന്നവൻ, എന്നോട് ചേരുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഏത് വഴിയെ പോയോ അതേ വഴിയെ തന്നെ അവൻ വരട്ടെ എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്ന അനുഭവം പറയുന്നത്. കർത്താവ് പറഞ്ഞത്, ഞാൻ ഗോതമ്പ് മണി എന്നതുപോലെ നിലത്ത് വീണ് ചാകുവാനും ഉയർത്തെഴുന്നേൽക്കുവാനും പോകുകയാണ്. അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ബി ബ്രോക്കൺ, ഐ എം ഗോയിങ് ടു ബി ക്രൂസിഫൈഡ്, ഐ എം ഗോയിങ് ടു ഡൈ. ആൻഡ് ഇഫ് യു വോണ്ട് ടു സെർവ് മീ, നിങ്ങൾക്ക് എന്നെ സേവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ ഏത് അവസ്ഥകളിലൂടെ കടന്നു പോകുന്നോ അതേ അവസ്ഥകളിലൂടെ തന്നെ കടന്നു പോകാൻ നിങ്ങൾ തയ്യാറായേ മതിയാവൂ. അല്ലെങ്കിൽ നമ്മൾ യേശുവിനെ അല്ല അനുഗമിക്കുന്നത്. ക്രൂശ് ഒഴിവാക്കാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തി യേശുവിനെ അല്ല അനുഗമിക്കുന്നത്. കാര്യം എൻ്റെ യേശു ക്രൂശിക്കപ്പെട്ടവനായ യേശുവാണ്. അതുകൊണ്ട് അവനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ക്രോസ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയേ മതിയാവുകയുള്ളൂ. നാമും നിലത്ത് വീണ് ചാകണം. കാരണം മരണമാണ് ജീവൻ, ക്രൂശ് ജീവനാണെന്നുള്ള തിരിച്ചറിവാണ്. മരണമാണ് ജീവൻ, മരിക്കാതെ ജീവൻ ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 20 നമ്മൾ കാണുന്നു. It says about our cross, I am crucified with Christ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ക്രിസ്തുവിനോട് കൂടെ, ഈ വാക്കിനൊരു വലിയൊരു അർത്ഥമുണ്ട്. നമ്മുടെ ക്രോസ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള, ഓഫ് കോഴ്സ് ഐ ഹാവ് മൈ ഓൺ ക്രോസ്, ബട്ട് ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് യുണൈറ്റഡ് വിത്ത് ദ ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിനോട് കൂടെയാണ്. നമ്മുടെ ക്രൂശ് യേശുവിൻ്റെ ക്രൂശിൽ നിന്ന് മാറി നിൽക്കുന്ന കള്ളൻ്റെ ക്രൂശല്ല. വി ആർ നോട്ട് ക്രൂസിഫൈഡ് വിത്ത് ദ തീഫ്, വി ആർ ക്രൂസിഫൈഡ് വിത്ത് ജീസസ്, വിത്ത് ക്രൈസ്റ്റ്. നമ്മുടെ ക്രൂശ് യേശുവിൻ്റെ ക്രൂശിനോട് ചേർത്ത് ബന്ധിച്ചിരിക്കുന്ന ഒരു ക്രൂശാണ്. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇനി ഞാൻ പറയുന്ന കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാഞ്ഞതിൻ്റെ കാരണം അതുകൊണ്ടാണ്. വി ഹാവ് നോ ടൈം ടു എക്സ്പ്ലെയിൻ ഓൾ ദോസ് തിങ്സ്. നമ്മുടെ ക്രോസ് യേശു കർത്താവിൻ്റെ ക്രോസുമായിട്ട് ഒരുമിച്ച് ചേർന്ന് കിടക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ദ ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ബട്ട് ഇറ്റ് ഈസ് ബൗണ്ട് വിത്ത് ദ ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. We are not crucified on the cross of Jesus Christ, but our cross is bound with the cross of Jesus Christ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ക്രോസ് ഈസ് ഐഡൻറ്റിഫൈയിങ് വിത്ത് ജീസസ്. യേശുവുമായി ഏകീഭവിക്കുന്ന അനുഭവമാണ് യഥാർത്ഥത്തിൽ ക്രൂശ് എന്ന് പറയുന്നത്.
വി ആർ ഐഡൻറ്റിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. യേശുവിനോട് എന്നെ ഏകീഭവിപ്പിക്കുന്നതാണ് ക്രൂശ്. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താലേ പറ്റുള്ളൂ. കാര്യം ഈ സത്യം അത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നൊരു സത്യമായതുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊരു ആത്മീയ യാഥാർത്ഥ്യമാണ്. ഇന്ന് പലപ്പോഴും പെരിഫറലായിട്ടുള്ള കാര്യങ്ങൾ ഒഴികെ ആഴമെന്ന് ഞാൻ പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. ഇത് നോർമലാണ്. പക്ഷേ അധികം സമയം ആളുകൾ പറയാത്തത് കൊണ്ടാണ് ഇത് ആഴമെന്ന് ഞാൻ പറയുന്നത്. അല്ലാതെ ഡോണ്ട് തിങ്ക് ദാറ്റ് ദിസ് ഇസ് സംതിങ് വെരി ഡീപ്പ്, അങ്ങനെയൊന്നുമില്ല. വേദപുസ്തകത്തിലെ എല്ലാ ഉപദേശങ്ങളും എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ തന്നെയാണ് കർത്താവ് എഴുതിയിരിക്കുന്നത്. അല്ലാതെ ചില ആളുകൾക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് വെളിപ്പാട് കൊടുത്തെന്നൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരാൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അയാളെ ശ്രദ്ധിക്കാൻ വേണം. ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ എല്ലാവരും പ്രസംഗിക്കാത്ത, എല്ലാവരും പറയാത്ത ചില കാര്യങ്ങൾ, എപ്പോഴും കേൾക്കാത്ത ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷേ തോന്നിയ കേടോ ഇതൊക്കെ ഭയങ്കര ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണെന്ന്. അങ്ങനെയൊന്നുമില്ല. ദർ ഇസ് നോ ഡീപ്പ് ക്രിസ്ത്യാനിറ്റി ആസ് സച്ച്, ഇറ്റ് ഈസ് നോർമൽ ക്രിസ്ത്യാനിറ്റി. എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിയൊരു ബുക്കുണ്ട്. ഒരിക്കൽ ഞാനൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വായിച്ചപ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചോടാ, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ ഇതൊക്കെ. പിന്നെ ഞാൻ ചിന്തിച്ചു, ദിസ് ഈസ് ഓൺലി ഫോർ സ്പിരിച്വൽ ജയൻസ്, ഇറ്റ് ഇസ് നോട്ട് ഫോർ പീപ്പിൾ ലൈക്ക് മീ. ഐ എം നോട്ട് എ സ്പിരിച്വൽ ജയൻ. ഞാനൊരു വലിയ ആത്മീയ മല്ലയുദ്ധം ചെയ്യുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് എനിക്കൊന്നുമുള്ള ജീവിതമൊന്നുമല്ല. ഐ എം എ നോർമൽ പേഴ്സൺ. ഇതൊക്കെ ഡീപ്പ് ക്രിസ്ത്യൻ ലിവിങ് ആണ് എന്ന് വെച്ച് അതിൻ്റെ ടൈറ്റിൽ ഒന്നും എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ അമ്പലന്ന് പോയത്. ഇറ്റ് വാസ് നോർമൽ ക്രിസ്ത്യൻ ലൈഫ്. ഇറ്റ് വാസ് നോർമൽ ക്രിസ്ത്യൻ ലൈഫ്. ഇറ്റ് വാസ് വാച്ച്മനിയുടെ നോർമൽ ക്രിസ്ത്യൻ ലൈഫാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതൊക്കെ എന്തോ ജീവിതമാണ്. കാര്യം എന്നറിയാമോ, ഇതൊന്നും ആരും എനിക്ക് പറഞ്ഞു തന്നിരുന്നില്ല. അത്രയേ ഉള്ളൂ കാര്യം. ഇതുപോലെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ പറയാൻ പലപ്പോഴും പരിശ്രമിക്കാത്തത് കൊണ്ട് ഇത് ഡീപ്പാണെന്നൊരു പക്ഷേ തോന്നിയേക്കാം. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങളും, അല്ലെങ്കിൽ പെട്ടെന്ന് വായിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ പെട്ടെന്ന് വിട്ടത്. അബൌട്ട് കൗണ്ടിങ് ദ കോസ്റ്റ് ആൻഡ് ദോസ് ഹു ഹാവ് ഫെയിൽഡ് ഇൻ കൗണ്ടിങ് ദ കോസ്റ്റ് ആൻഡ് ദോസ് ഹു ഫെയിൽഡ് ടു ഫോളോ ജീസസ് ക്രൈസ്റ്റ്. ഇറ്റ് ജസ്റ്റ് റീഡ് ദ പാസേജ്. ഇറ്റ് ഈസ് സോ ഈസി ടു അണ്ടർസ്റ്റാൻഡ്. വളരെ പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. സി, ഒരു സ്പിരിച്വൽ ആത്മീയതയുടെ ഒരു വലിയ പ്രത്യേകത, അതൊരു ബ്ലെൻഡാണ്. അദൃശ്യമായ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും ദൃശ്യ ലോകത്തിൽ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യങ്ങളും കൂടെ ഒരു ബ്ലെൻഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ അത് പൗലോസ് പല സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വെൻ യു സീ ജീസസ് ഡൈഡ് ഓൺ എ ക്രോസ് ഇൻ ദ ഹിസ്റ്ററി, എവ്രിബഡി, ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് യേശു കർത്താവ് അവിടെ മരിച്ചു കിടക്കുന്നതാണ്. അത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. പക്ഷേ പോള് അതിനെ ആത്മീയമായി കണ്ടപ്പോൾ പറഞ്ഞു, അവിടെ മരിച്ചു കിടക്കുന്നത് യേശു കർത്താവാണ് ദൃശ്യലോകത്തിൽ. എന്നാൽ അദൃശ്യ ലോകത്തിൽ അവിടെ തൂങ്ങിക്കിടക്കുന്നത് നമ്മുടെ പാപമാണ് എന്ന് പോള് പറയാണ്. നമുക്ക് നീതി ലഭിക്കേണ്ടതിന് വേണ്ടി പാപമറിയാത്തവനെ ദൈവം എന്ത് ചെയ്തു? പാപിയാക്കുകയല്ല, പാപമാക്കി. അപ്പോൾ നമ്മുടെ പാപമാണ് കാൽവറി ക്രൂശിൽ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നത് എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമല്ല, ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്. യു അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറൻസ്? ഇതുപോലെ ചരിത്ര യാഥാർത്ഥ്യത്തിൻ്റെ പിന്നിലെ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും വേദവസ്തുത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് നമ്മൾ അത്രത്തോളം ശ്രദ്ധിക്കാതെ പോകുന്നു. പക്ഷേ അതൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, പൗൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന പല വേദവാക്യങ്ങളുമുണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിച്ചൊന്ന് വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. സി, നമ്മൾ ചരിത്രത്തിലെ സാജു എന്ന് പറയുന്ന വ്യക്തി ഭൂമിയിലേക്ക് ജീവിച്ചു. നമുക്ക് അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ആ ചരിത്ര യാഥാർത്ഥ്യത്തിൽ ഞാൻ ആരുടെ മോനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പിതാവിൻ്റെ പേര് എനിക്ക് ക്ലീനായിട്ട് പറയാനായിട്ട് പറ്റും. പക്ഷേ വേദപുസ്തക പ്രകാരം എവ്രി വൺ ഹു ഈസ് ബോൺ ഇൻ ടു ദിസ് വേൾഡ് ഹി ഈസ് സൺ ഓഫ് ആഡം. ഭൂമിയിലേക്ക് ജനിച്ച ഏതൊരു വ്യക്തിയും ആരുടെ മകനാണെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്? ആദാമിൻ്റെ മക്കളാണ്. അതുകൊണ്ട് when you are born into this world, you are identifying with Adam. ഭൂമിയിലേക്ക് ജനിക്കുന്ന സകല മനുഷ്യരും ആദാമിനോട് ഏകീഭവിക്കുകയാണ് അവരുടെ ജനനം കൊണ്ട്. എന്നാൽ അടുത്തത്, when I am dying with Jesus in baptism, I am identifying with Jesus. നമ്മൾ യേശുവിനോട് കൂടെ മരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? We are united with Christ in his death. That's what we read in Romans chapter 6. റോമാലേഖനം 6-ാം അധ്യായത്തിൽ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ഏകീഭവിക്കുവാൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. We are united with Jesus in his death. അപ്പോൾ ജനിക്കുന്ന ഏതൊരു വ്യക്തിയും ആരുമായിട്ടാണ് ഏകീഭവിക്കുന്നത്? We are identifying with Adam. And നമ്മൾ when you are taking baptism എന്ന് പറയുമ്പോഴത്തേക്ക് ബാപ്റ്റിസത്തിൻ്റെ ഇപ്പോഴാണ് ഈ ബാപ്റ്റിസത്തിൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഒരാൾ വീണ്ടും ജനിക്കുമ്പോൾ അപ്പോൾ തന്നെ ബാപ്റ്റിസം എന്താണ്?
എടുക്കുന്നത് കൊണ്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിപ്പിക്കേണ്ടതായ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? അതുകൊണ്ട് ബാപ്റ്റിസം എന്ന് പറയുന്നത് നമ്മുടെ വീണ്ടും ജനന അനുഭവത്തോട് ചേർന്ന് ഉടനെ തന്നെ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാപ്റ്റിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ നമ്മൾ എടുത്തു കാണിക്കുന്നത്. സോ വെൻ യു ആർ ബോൺ അഗെയിൻ, യു നോ വാട്ട് ഹാപ്പൻസ്? യു ബിക്കം എ സൺ ഓഫ് ഗാഡ് ഓർ ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ ആയിത്തീരുകയാണ്. അല്ലെങ്കിൽ when we are born again, in John chapter 3 we read that we are born of the Spirit. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ, റൈറ്റ്, ഓക്കെ, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ അപ്പോൾ നമ്മൾ ആരിൽ നിന്ന് ജനിച്ചിരിക്കുന്നു? ആത്മാവിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. യേശുവും ആത്മാവിൽ നിന്ന് ജനിച്ച വ്യക്തിയാണ്. നിന്നിൽ ഉൽപ്പാദിതമാകുന്ന പ്രജ എന്താണ്? ആത്മാവിൽ നിന്ന്. he was born, Jesus was born of the Spirit, and we are also born of the Spirit in a different way, of course, but still അവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ when you are born again you are identifying with Jesus Christ. When you are born you are identified. When you are born into this world you are identified with Adam, and when you are born again you are identified with Jesus Christ. നമ്മൾ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ആദാമുമായി ഏകീഭവിക്കുന്നു. എന്നാൽ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ ആരോട് ഏകീഭവിക്കുന്നു? യേശു ക്രിസ്തുവിനോട് ഏകീഭവിക്കുന്നു. നമ്മൾ റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നത്. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. ഇത് പോൾ പറയുന്ന ദൈവശാസ്ത്രമാണ്. ഇതാണ് പോൾ പറയുന്നതായ ആത്മീകമായ യാഥാർത്ഥ്യം. എന്താണ്? ആദാം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവിടെ പോൾ പറയാണ്, ഏക മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് എല്ലാവരും പാപം ചെയ്തെന്ന്. ആദാം പാപം ചെയ്തപ്പോൾ എല്ലാവരും പാപം ചെയ്തു. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇടമാറുക എന്ന് പറയുന്ന ഒരു എത്തിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നോട് ഒരു സൺഡേ സ്കൂളിലെ സ്റ്റുഡൻറ്റ് ചോദിച്ചു, 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു മരിച്ചതുകൊണ്ട് എൻ്റെ പാപങ്ങൾ എങ്ങനെയാണ് മോചിക്കപ്പെടുന്നത്? അദ്ദേഹം പറയുന്നത്, അതെന്നെ അങ്ങ് ചിന്തിപ്പിച്ചു, അങ്ങനെ ഞാൻ എത്തിസ്റ്റ് ആയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഭയങ്കര ചിന്തയായിപ്പോയി. അപ്പം വേദപുസ്തകത്തിൻ്റെ തത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദപുസ്തകത്തിൻ്റെ തത്വമല്ല, ഇൻഫാക്ട് ഇറ്റ്സ് എ യൂണിവേഴ്സൽ ട്രൂത്ത്. ഒരു വ്യക്തി പാപം ചെയ്യുന്നത് മറ്റൊരാളെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളതല്ല. ആദാമിൻ്റെ പാപം ആദാമിൻ്റെ സന്തതി പരമ്പരകളിലേക്ക്, അല്ലെങ്കിൽ സന്തതി പരമ്പരകളെ പാപികളായിട്ട് ദൈവം നോക്കുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച്. ഈവൻ ഐ വോണ്ടഡ് ടു റൈറ്റ് സംതിങ് ലൈക്ക് ദാറ്റ്, ബിക്കോസ് ഇറ്റ്സ് സംതിങ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറയാം. പണ്ട് നമ്മുടെ ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ എന്താണ്, വേണാട്ട് രാജാവിൻ്റെ പ്രജകളായിരുന്നു എന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, ദാറ്റ്സ് ഹിസ്റ്ററി, ചരിത്രമനുസരിച്ച്. അപ്പോൾ ആരുടെയെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഈ വേണാട്ട് രാജാവ് ആർക്കാണ്? ബ്രിട്ടീഷ് രാജ്യത്തിലെ രാജാവിന് അല്ലെങ്കിൽ രാജ്ഞിക്ക് ഒരു കോൺട്രാക്റ്റ് എഴുതി കൊടുത്തു. ഞങ്ങൾ നിങ്ങളുടെ കീഴിലുള്ള ആളുകളാണ്, ഞങ്ങളെ ഭരിക്കാനായിട്ടുള്ള അവകാശം ആർക്ക് എഴുതി കൊടുത്തു? ഒരു കോൺട്രാക്റ്റ്. ആരാ എഴുതി കൊടുത്തത്? ഒരു രാജാവ് എഴുതി കൊടുത്തു. ഒരു രാജാവ് ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്തു, ഞങ്ങളെ ഭരിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ട്. അന്ന് തൊട്ട് ആ ആൾ എഴുതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തൊട്ട് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ബ്രിട്ടീഷുകാരൻ്റെ അടിമയാണ്. ഒരു ബ്രിട്ടീഷുകാരൻ പോലീസുകാരൻ എന്നെ വന്ന് പിടിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പറയും, താനെന്തിനാ എൻ്റെ അകത്ത് കൊടുക്കുന്നത്? ഞാൻ വേണാട്ട് രാജാവിൻ്റെ ആളാണ്. ഉടനെ അയാളെന്ത് പറയും? ഇവിടെ വേണാട്ട് രാജാവ് ഇപ്പം ഞങ്ങളുടെ ആളാണ്, പിന്നെ താനെന്തോ ഈ പറയുന്നത്? ബിക്കോസ് വേണാട്ട് രാജാവ് എഴുതി കൊടുത്ത ഒരു കോൺട്രാക്റ്റ് കൊണ്ട് വേണാട്ട് രാജാവ് മാത്രമല്ല, നമ്മൾ അയാളുടെ കീഴിലുള്ള സകല ആളുകളും, അയാൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സകല ആളുകളും ബ്രിട്ടീഷുകാരുടെ അടിമകളായിത്തീരുകയാണ്. യു അണ്ടർസ്റ്റാൻഡ് ദ ട്രൂത്ത്? ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഈ കോൺട്രാക്റ്റ് അനുസരിച്ച് ഇയാൾ ഞങ്ങളുടെ അടിമയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ കോൺട്രാക്റ്റ് ഒന്നും എഴുതി തന്നിട്ടില്ല. പക്ഷെ ഞാൻ കോൺട്രാക്റ്റ് എഴുതി കൊടുക്കണമെന്നില്ല. എന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാൾ എഴുതി കൊടുത്താൽ മതി. അതിൻ്റെ കോൺസിക്വൻസ് ഞാൻ അനുഭവിക്കേണ്ടി വരും. ഇനി കുറേ കാലം കഴിഞ്ഞെന്ന് വെച്ചു, ഈ കോൺട്രാക്റ്റ് എഴുതി കൊടുത്ത രാജാവ് അങ്ങ് മരിച്ചു, കോൺട്രാക്റ്റ് എഴുതി വാങ്ങിച്ച ബ്രിട്ടീഷ് രാജാവും അങ്ങ് മരിച്ചെന്ന് വെച്ചു. എന്നാലും ഈ കോൺട്രാക്റ്റ് നിൽക്കുന്നിടത്തോളം കാലം ഈ രാജാവിൻ്റെ മക്കൾ മാത്രമല്ല, അടുത്ത തലമുറയിൽപ്പെട്ട പ്രജകൾ മുഴുവൻ ആരുടെ അടിമകളാണ്? ബ്രിട്ടീഷ് രാജാവിൻ്റെ അടിമകളാണ്. യു അണ്ടർസ്റ്റാൻഡ്? അതൊരു പക്ഷേ തലമുറകൾ കഴിഞ്ഞാലും ഈ അടിമത്തം ഇല്ലാതെയാകുന്നില്ല. പണ്ടെന്നോ എഴുതി കൊടുത്ത ഒരു കോൺട്രാക്റ്റാണ് ഇതിനകത്തെ വിഷയം എന്ന് പറയുന്നത്, റൈറ്റ്? ഇനി ഞാൻ സ്വതന്ത്രനാകണമെങ്കിൽ
വേണാട്ടുകാരനായ ഉശിരുള്ള ഒരു ചെറുപ്പക്കാരൻ ചെന്ന് ബ്രിട്ടീഷ് രാജാവിൻ്റെ കയ്യിൽ നിന്ന് ബലം പ്രയോഗിച്ച് അയാളെ കൊന്നോ എങ്ങനെയോ ആയിക്കോട്ടെ, ഈ കോൺട്രാക്റ്റ് തിരിച്ച് വാങ്ങിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാലേ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ സ്പിരിച്വൽ മീനിങ് നിങ്ങൾ മനസ്സിലാക്കണം. ആദാം ഒരു കോൺട്രാക്റ്റ് എഴുതി കൊടുത്തത് കൊണ്ട് ആദാമിൽ നിന്ന് ജനിക്കുന്ന സകല ആളുകളും പിശാചിൻ്റെ അടിമകളായി, പാപത്തിൻ്റെ അടിമകളായി ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലായിരുന്നു യുഗങ്ങളായി. ഇത് മനസ്സിലാക്കാൻ വലിയ യുക്തിഹീനതയൊന്നുമില്ല ഇതിനകത്ത്. വേദപുസ്തകത്തിൻ്റെ സത്യങ്ങളെ യുക്തിപരമായി വിവരിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ലെങ്കിലും ഇതിനകത്ത് ഞാൻ വലിയ യുക്തിഹീനതയൊന്നും കാണുന്നില്ല. ഇത് എന്താണ്, ഒട്ടും റാഷണൽ അല്ലെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് ഈസ് ക്വൈറ്റ് റാഷണൽ. am I right? നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് പോൾ ഈ തത്വം അനുസരിച്ച് പറയുകയാണ്, ആദാം മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാവരിലും മരണം വാഴുവാൻ കാരണം പാപം ഒരുത്തൻ ചെയ്തില്ലെങ്കിലും, അങ്ങനെ ചെയ്യാത്ത ആരും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും, ഈവൻ ഇഫ് എ പേഴ്സൺ വാസ് നോട്ട് കമ്മിറ്റിംഗ് സിൻ, സ്റ്റിൽ ഹി വാസ് അണ്ടർ ദ കേഴ്സ് ഓഫ് ദ സിൻ. പാപത്തിൻ്റെ ശാപത്തിൻ്റെ കീഴിലായിരുന്നു ആര്? ജനിക്കുന്ന ഏതൊരു വ്യക്തിയും. എന്തുകൊണ്ട്? ബിക്കോസ് ആദാമ്യ വർഗത്തിലാണ് നമ്മൾ ജനിച്ചതെങ്കിൽ ആദാമിൻ്റെ ഡെസ്റ്റിനി എൻ്റെ ഡെസ്റ്റിനിയാണ്. ആദാമിന് എന്ത് വിധിക്കപ്പെട്ടുവോ അതെൻ്റെ വിധിയാണ്. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം മനുഷ്യവർഗത്തിൽ ജനിച്ച സകല ആളുകളെയും നോക്കുന്നത് ആദാമിനെ നോക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് എനിക്ക് പറുദീസയിലോട്ട് പ്രവേശിക്കണമെന്ന് പറഞ്ഞാൽ പറ്റത്തൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് നടന്ന് ചെല്ലുമ്പോഴത്തേക്ക് നേരെ അവിടെ തിരിയുന്ന എന്നാണ് സ്വിൻഡ്ലിംഗ് സ്വാഡുമായിട്ട് അവിടെ ആര് കെരൂബുകൾ നിൽക്കുന്നുണ്ട്. ആ കെരൂബുകൾ നോക്കുമ്പോഴത്തേക്ക് ഒരാൾ നടന്നു വരുന്നു. ഞാൻ പാപം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അവിടെ വിഷയമല്ല. ഞാൻ നടന്നു ചെല്ലുമ്പോൾ എന്നെ നോക്കുമ്പോൾ ഈ കെരൂബുകൾ കാണുന്നത് എന്നെയല്ല, ആരെയാണ് കാണുന്നത്? ആദാമിനെയാണ് കാണുന്നത്. പക്ഷെ ആദാമിനെ അവിടെ കയറ്റരുതെന്ന് ദൈവത്തിൽ നിന്ന് അവർക്ക് ഓർഡറുണ്ട്. യു അണ്ടർസ്റ്റാൻഡ്? അതുകൊണ്ട് ഏത് മനുഷ്യൻ ഭൂമിയിലേക്ക് ജനിച്ചാലും എന്ത് സംഭവിക്കുന്നു? അവർ ആദാമിൻ്റെ പുറകിൽ നിൽക്കുന്നത് പോലെയുള്ളൂ. ഹി ഈസ് ഐഡൻറ്റിഫൈഡ് വിത്ത് ആഡം. എന്നാൽ ഇതിന് നേരെ വിപരീതമാണ് കാൽവറി ക്രൂശിൽ സംഭവിക്കുന്നത്. കാൽവറി ക്രൂശിൽ അല്ലെങ്കിൽ when you are born again, you are identified with Jesus. You know, then what happens? വീണ്ടെടുക്കപ്പെട്ട അല്ലെങ്കിൽ വീണ്ടും ജനിച്ച ഏതൊരു വ്യക്തിയെയും ദൈവം നോക്കുമ്പോൾ ദൈവം കാണുന്നത് ആ വ്യക്തിയെ അല്ല, യേശുവിനെയാണ്. You understand the difference? ഈ ഭൂമിയിൽ ജനിച്ച ഏത് വ്യക്തിയെയും ദൈവം നോക്കുമ്പോൾ ദൈവം കാണുന്നത് ആദാമിനെയാണ്. എന്നാൽ വീണ്ടും ജനിച്ച ഏത് വ്യക്തിയെയും ദൈവം നോക്കുമ്പോൾ ആ വ്യക്തിയെ അല്ല കാണുന്നത്. ആരെയാണ് കാണുന്നത്? യേശുവിനെയാണ്. കാര്യം, വി ആർ ഐഡൻറ്റിഫൈഡ് വിത്ത് ജീസസ്. ഈ ഐഡൻറ്റിഫിക്കേഷനാണ് വാസ്തവത്തിൽ എന്നെ പറുദീസയിലേക്ക് കടക്കാൻ പോലും പ്രാപ്തമാക്കി തീർക്കുന്നത്. ഒരാൾ ദൂരെ നിന്ന് നടന്നു വരുന്നത് കാണുമ്പോൾ തീർച്ചയായും കെരൂബുകൾ ഈ സ്വോർഡ് പൊക്കി പിടിച്ചിങ്ങനെ ഷീത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉറയിൽ നിന്ന് എടുത്തിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും. somebody is coming, വെട്ടാനായിട്ട് നോക്കിയിരിക്കുകയാണ്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് ആരെയാ? യേശുവിനെ കാണുന്നത്. നാച്ചുറലി വാട്ട് ഹാപ്പൻസ്? he put the sword back into the sheath and stand still, and I am entering into the paradise with Jesus Christ because I am identified with Jesus Christ. അതാണ് യേശു കർത്താവുമായി ഏകീഭവിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഇത് സംഭവിക്കുന്നത്, ഇൻഫാക്ട് അത് സംഭവിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇൻ ദ ക്രോസ്. അതാണ് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. വി വെയർ വിത്ത് ആഡം ഇൻ ദ ഗാർഡൻ ഓഫ് ഈഡൻ. സ്പിരിച്വൽ റിയാലിറ്റിയാണ്. ആദാമിനോടുകൂടെ ഞാൻ ഏദൻ തോട്ടത്തിൽ ആദാം പഴം പറിച്ചു നിന്നപ്പോൾ ഞാനും ഉണ്ടായിരുന്നു. മൽക്കിസദേക്കിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് എബ്രായ ലേഖനകാരൻ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അബ്രഹാം മൽക്കിസദേക്കിന് ദശാംശം കൊടുക്കുമ്പോൾ ലേവി അവൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേവി അന്ന് ജനിച്ചിട്ട് പോലുമില്ല. പക്ഷേ ലേവി ആർക്ക് ദശാംശം കൊടുത്തു? മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തു എന്ന് പറയുന്നു. അതൊരു സ്പിരിച്വൽ റിയാലിറ്റിയാണ്. ഇതുപോലെ ആദാം തെറ്റ് ചെയ്തപ്പോൾ, പാപം ചെയ്തപ്പോൾ ഞാനും ആദാമിൽ ഉണ്ടായിരുന്നു. ആദാം പഴം പറിച്ചു നിന്നപ്പോൾ ഞാനും അതിനകത്ത് ഭാഗവാക്കാണെന്നാണ് സ്പിരിച്വൽ റിയാലിറ്റി. ഇതേപോലെ യേശു കാൽവറി ക്രൂശിൽ മരിക്കുമ്പോൾ, when you are identified with Jesus in his death, you know what happens? അവിടെ നമ്മൾ യേശു കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. So when God looks at us, when God looks at me when I was born, ഞാനവിടെ ജനിച്ചപ്പോൾ എന്നെ നോക്കിയപ്പോൾ ഞാനും പഴം തിന്നയാളാ. എന്നാൽ വീണ്ടും ജനിച്ച ഒരാളെ നോക്കുമ്പോൾ ഞാനും മരിച്ചയാളാണ്. ബിക്കോസ് ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഇനിയിപ്പോൾ സാത്താൻ എൻ്റെ മേൽ യാതൊരു അവകാശവുമില്ല. കാര്യം ഞാൻ പാപം ചെയ്തത് പറഞ്ഞുകൊണ്ട് പിശാച് പറയുകയാണ് സാജു പാപിയാണ്. കർത്താവ് പറയുന്നു യെസ്,
അവൻ പാപിയാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം, അത് നിന്റെ നിയമമാണ്, ഓർത്തോണം. യെസ്, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം, അതുകൊണ്ട് സാജി മരിക്കണം. കർത്താവ് പറയുന്നു മരിക്കണം, ദൈവം പറയുന്നു മരിക്കണം. പക്ഷെ അവൻ മരിച്ചില്ല. പിന്നെ ദൈവം എന്ന് പറയും മരിച്ചല്ലോ, അവൻ മരിച്ചു. എപ്പോൾ? എൻ്റെ പുത്രൻ കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ അവനോടുകൂടെ സാജുവും മരിച്ചു. അതാണ് സ്പിരിച്വൽ റിയാലിറ്റി. ആ സ്പിരിച്വൽ റിയാലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് എനിക്ക് പാപമോചനം ലഭിക്കുന്നത്. അല്ലാതെ വെറുതെ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുത്താൽ കിട്ടുന്ന കാര്യം, മാപ്പ് എഴുതി കൊടുത്താൽ കിട്ടുന്ന കാര്യമല്ല പാപമോചനം എന്ന് പറയുന്നത്. അത് ഇറ്റ് ഈസ് എ സിമ്പിൾ ട്രൂത്ത്, ബട്ട് അറ്റ് ദ സെയിം ടൈം സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ ദി അൺസീൻ വേൾഡ്, ഇൻ ദ സ്പിരിച്വൽ വേൾഡ്. ആത്മീക ലോകത്ത് നടക്കുന്ന ഈ യാഥാർത്ഥ്യത്തെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ നമ്മളിങ്ങനെ അതുകൊണ്ട് ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ കാര്യം അതാണ്. ആ യാഥാർത്ഥ്യം ആത്മീക ലോകത്ത് സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പാപമോചനം എന്ന് പറയുന്നത് ഒരു മരീചികയായിട്ട് കണ്ടിന്യൂ ചെയ്യുകയായിരിക്കും. ഒരു പക്ഷേ നമ്മൾ ഈ സത്യമെല്ലാം മനസ്സിലാക്കി കാണത്തൊന്നുമില്ല. അതുകൊണ്ട് ഈ സത്യം ഈ രീതിയിൽ മനസ്സിലാക്കാത്തവരെല്ലാം ഇന്നും അവരുടെ പാപത്തിൽ ഇരിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതാണ് നമ്മൾ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും ഇതാണ് ആത്മീക ലോകത്ത് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം ഇതാണ്. അതുകൊണ്ട് ഇവിടെ യേശു കർത്താവിനോടുകൂടെ മരിക്കുമ്പോൾ സംഭവിക്കുന്നത്, ആദാമിൽ നിന്ന് ജനിക്കുമ്പോൾ ഞാൻ എന്താണ് സംഭവിക്കുന്നത്? ആദാമിൽ നിന്ന് ഞാൻ ജനിക്കുമ്പോൾ മരണത്തിൻ്റെ വിത്തുമായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. ആദാമിൽ ജനിച്ചത് തന്നെ. സോ ഡെത്ത് വാസ് മൈ ഡെസ്റ്റിനി. അതുകൊണ്ട് ആദാമിൽ നിന്ന് ജനിച്ച എല്ലാവരും എന്ത് ചെയ്തേ പറ്റുള്ളൂ? മരിച്ചേലേ പറ്റും. മരിച്ചെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദ ഫിസിക്കൽ ഡെത്ത്. ഫൈനലി വാട്ട് ഹാപ്പൻസ്? ദൈവവുമായിട്ടുള്ള സെപ്പറേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരണം എന്ന് പറയുന്നത്. ആദാമിൽ നിന്ന് ജനിച്ചെങ്കിൽ മരണത്തിൻ്റെ വിത്തുമായിട്ടാണ് ഞാൻ ജനിച്ചത് തന്നെ. അതുകൊണ്ട് ഈ വിത്ത് വളർന്ന് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഫൈനലി ഐ ആം ടോട്ടലി ആൻഡ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ഫ്രം ഗാഡ്. ദാറ്റ് വാസ് മൈ ഡെസ്റ്റിനി. അതായിരുന്നു എൻ്റെ വിധി. എന്നാൽ മരണത്തിൻ്റെ വിത്തുമായി ജനിച്ച് മരണം എന്നിൽ വളർന്ന് മരിക്കാനായിട്ടാണ് ഞാൻ ജനിച്ചത് തന്നെ. അതായത് ഏത് മനുഷ്യനും ഭൂമിയിൽ ജനിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? ഫൈനലി ഹി ഈസ് ഗോയിങ് ടു ഡൈ. ജനനം എന്ന് പറയുന്നത് അതൊരു ഫിസിക്കൽ റിയാലിറ്റിയാണ്, അതേസമയം ഒരു സ്പിരിച്വൽ റിയാലിറ്റിയുമാണ്, ഒരു ആത്മീക യാഥാർത്ഥ്യം കൂടെയാണ്. എന്നാൽ when you die with Christ, we are dying with the seed of life. When I am born, I was born with the seed of death. ഞാൻ ജനിച്ചപ്പോൾ മരണത്തിൻ്റെ വിത്തുമായിട്ടാണ് ജനിച്ചത്. എന്നാൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിക്കുമ്പോൾ ജീവൻ്റെ വിത്തുമായിട്ടാണ് ഞാൻ മരിക്കുന്നത്. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ മരണത്തിൻ്റെ വിത്തുമായി ആദാമിനോടുകൂടെ ഞാൻ ജനിച്ചു, ജീവൻ്റെ വിത്തുമായി യേശു ക്രിസ്തുവിനോട് കൂടെ ഞാൻ മരിക്കുന്നു. അതുകൊണ്ടാണ് പൗൽ പറയുന്നത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിനോട് കൂടെ ഞാൻ മരിക്കുകയാണ്. When you were born in Adam, God was looking at you as if you are Adam. But when you are born again, God is looking at you as if you are Jesus. യേശു എങ്ങനെയാണോ എന്നതുപോലെ, അല്ലെങ്കിൽ യേശുവിനെ ദൈവം എങ്ങനെ നോക്കുന്നോ അതേ അർത്ഥത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പിന്നീട് എന്നെ നോക്കുന്നത്. I am dying with Christ and that is not the end of the story. ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, എന്നാൽ അതിൻ്റെ സ്റ്റോറിയുടെ എൻഡല്ല. അതുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, പ്രത്യേകിച്ചും വേഴ്സ് 3 ഓൺവേർഡ്സ്, അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? ഇതൊരു സ്പിരിച്വൽ ട്രൂത്താണ്. ഇറ്റ്സ് എ സ്പിരിച്വൽ ട്രൂത്ത്. ഇത് 2000 വർഷം മുമ്പ് കാൽവറി ക്രൂശിൽ യേശു മരിച്ചപ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഇനി എനിക്ക് അങ്ങോട്ടുള്ള ചരിത്രത്തിൽ കയറി പോകാൻ കഴിയുകയില്ല. ബട്ട് ഇറ്റ് ഇസ് എ സ്പിരിച്വൽ റിയാലിറ്റി. എന്താണ്? ക്രിസ്തുവിൻ്റെ മരണത്തിൽ ഞാൻ പങ്കാളികളായിത്തീരുന്നു. അങ്ങനെ നാം മരണത്തിൽ പങ്കാളികളാകുന്നു. ആയിത്തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഐ ടെൽ യു വൺ തിങ്, വൺസ് യു ആർ ബൗണ്ട് വിത്ത് ജീസസ്, യു ആർ ബൗണ്ട് വിത്ത് ഹിം ഫോർ എവർ. ഒരിക്കൽ നിങ്ങൾ ക്രിസ്തുവുമായിട്ട് ചേർത്ത് ബന്ധിപ്പിക്കപ്പെട്ടാൽ അത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് പലപ്പോഴും നമുക്ക് പറ്റുന്ന പ്രശ്നം ഇതാണ്. ഇൻ ദ ബാപ്റ്റിസം, വാട്ട് ഹാപ്പൻസ് വെൻ ഐ ഗിവ് ബാപ്റ്റിസം ഇൻ ദ നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ എസ്പെഷ്യലി, ഞാനിതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. യു ആർ ബൗണ്ട് വിത്ത് ജീസസ്. പക്ഷേ വൺസ് യു ആർ ബൗണ്ട് വിത്ത് ജീസസ്, യു ആർ ഡൈയിങ് വിത്ത് ഹിം ഓൺ ദ ക്രോസ്. ശരിക്കും നമ്മൾക്ക് ദൈവത്തോടുള്ള നമ്മളുടെ ഏകീഭാവം സംഭവിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെത്തിലാണ്, ക്രൂശിലാണ്. അവിടെയാണ് നമ്മൾ യോജിക്കപ്പെടുന്നത്. ക്രൂശിൽ തൊട്ടേ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നുള്ളൂ. നിഷ്കളങ്കനായി ഭൂമിയിലേക്ക് ജനിച്ച യേശുവിൻ്റെ ജീവിതവുമായിട്ട് ആ രീതിയിലല്ല എൻ്റെ ജനനം തുടങ്ങുന്നത്. അതായത് ദാറ്റ് ഈസ് എ സ്പിരിച്വൽ റിയാലിറ്റി. നമ്മുടെ ആത്മീക ജനനം തുടങ്ങുന്നത്, ജീവിതം തുടങ്ങുന്നത് ക്രൂശിലെ മരണം തൊട്ടാണ്. അല്ലാതെ പുൽത്തൊഴുത്തിൽ തൊട്ടല്ല നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. നമ്മുടെ ജീവിതം തുടങ്ങുന്നത്, ആത്മീക ജീവിതം തുടങ്ങുന്നത് ഇവിടെ തൊട്ടാണ്,
ക്രൂശിലെ മരണം തൊട്ടാണ്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ എന്താണ്? മരണമാണ്. ആ മരണം നമ്മൾ ക്രിസ്തുവിനോടുകൂടെ മരിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഉള്ളിൽ ജീവൻ്റെ വിത്തുമായിട്ടാണ് നമ്മൾ മരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ മരിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടുന്നു. ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടുന്നുവെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ ഉയിർത്തെഴുന്നേൽക്കുന്നു. എന്തിന്? അത് കഴിഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ വഴിക്കും നമ്മൾ നമ്മുടെ വഴിക്കും പോകാനല്ല, നാമും അവനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പോൾ യേശു കർത്താവുമായി മരണത്താൽ ബന്ധപ്പെടുന്ന ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്ന ഒരു വ്യക്തി പിന്നീട് ഒരിക്കലും യേശുവിൽ നിന്ന് വേർപിരിയുന്നില്ല. ഹി ഈസ് യുണൈറ്റഡ് വിത്ത് ജീസസ് ആൻഡ് അതിനുശേഷം എന്താണ്? ഹി ഈസ് ബറീഡ്, ഹി ഈസ് റിസൺ വിത്ത് ജീസസ് ആൻഡ് ഹി ഈസ് ലിവിങ് വിത്ത് ജീസസ്. അവനോട് കൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് വേണ്ടിയാണ്. അത് ആ ഒരു സ്റ്റേജ് മനസ്സിലാക്കിക്കൊണ്ടാണ് Galatians chapter 2 verse 20 and 21, no longer I am crucified with Christ, no longer I but Christ lives in me. ഞാൻ ഇല്ലാതെയാകാനാണ് മരണം. അതാണ് ക്രോസ് എന്ന് പറയുന്നത്. I told you, ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു, വാട്ട് ഈസ് ക്രോസ്? എൻ്റെ സെൽഫിൻ്റെ മരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂശ് എന്ന് പറയുന്നത്. അവിടെ പിന്നെ ഞാനില്ല. ഇന്നലെ വരെ എൻ്റെ ശരീരത്തിൽ എൻ്റെ അവയവങ്ങൾക്ക് കൽപ്പന കൊടുത്തുകൊണ്ടിരുന്നത് ഞാനാണ്, എൻ്റെ സെൽഫാണ്. വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാർണൽ സെൽഫാണ്. അതാണ് ഇന്നത്തെ പ്രശ്നം. കർത്താവ് സൃഷ്ടിച്ചപ്പോഴുണ്ടായിരുന്ന രീതിയിലുള്ള ഒരു വിശുദ്ധ സെൽഫ് അല്ല പ്രത്യുത. ആദാം പാഷൻസും ലസ്റ്റ് ആൻഡ് പാഷൻസ് രാഗവും മോഹവും കുത്തിവെച്ച് വികൃതമാക്കിയ ആദാം ചെയ്ത ഏറ്റവും വലിയ തെറ്റതാണ്. എന്ത്? സെൽഫിലേക്ക് എന്ത് കുത്തിവെച്ചു? രാഗവും മോഹവും. അതുകൊണ്ടാണ് സെൽഫ് കാർണലായി പോയത്. ദാറ്റ്സ് വൈ പോൾ കോൾ ഇറ്റ് കാർണൽ. വൈ? ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇത് മോശമായിട്ടല്ല. എന്താണ്? രാഗവും മോഹവും കുത്തിവെച്ചത് കൊണ്ട് ഇത് കറപ്റ്റായിപ്പോയി. ആ സെൽഫാണ് എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുന്ന സിംഹാസനത്തിൽ കയറിയിരുന്നത് ഇത്രയും കാലം. എന്നാൽ when I am dying with Jesus Christ, you know what happens? ഞാൻ എൻ്റെ സെൽഫ്, എൻ്റെ കാർണൽ സെൽഫ് മരിക്കുകയാണ്. ഞാൻ ഇല്ലാതെയാകുകയാണ്. നോ ലോങ്ങർ ആയി. ഞാൻ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെ ശരീരം ഉടനെ മരിക്കുന്നില്ല. സ്റ്റിൽ മൈ ബോഡി ഈസ് ദെയർ. എൻ്റെ ശരീരം അവിടെ ഉണ്ട്. പക്ഷേ ആ ശരീരത്തിൽ ഇപ്പോൾ ജീവിക്കുന്നത് ആരാണ്? ക്രിസ്തുവാണ് ആ ശരീരത്തിൽ ജീവിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇല്ലാതെയാകണം. ഞാൻ ഇല്ലാതെയാകുമ്പോൾ മാത്രമേ കാര്യം എൻ്റെ ജീവിതത്തിൽ അത് ഒറ്റക്കസേരയുള്ള ഒരു മുറി പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ ജീവിതത്തിൽ ഒരു ത്രോൺ മാത്രമേ ഉള്ളൂ, ഒരു സിംഹാസനം മാത്രമേ ഉള്ളൂ. ആ സിംഹാസനത്തിൽ എൻ്റെ സെൽഫ് കയറിയിരുന്നു കഴിഞ്ഞാൽ യേശുവിനോട് ഇരിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് എന്താണ് ആവശ്യം? ഞാൻ ഇല്ലാതെയാവുകയാണ്. ഞാൻ ഇത് മനസ്സിലാക്കാൻ വോൺ കാർലോസ് ഓട്ടസിൻ്റെ ഒരു ചെറിയ ഉദാഹരണമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, സപ്പോസ് യു ആർ ഈറ്റിംഗ് സംതിങ്, സപ്പോസ് ഐ ഈറ്റ് ഫിഷ് നമ്മളുടെ വയറ്റിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുറേ പാർട്ടികളെല്ലാം കൂടെ ഓടി വരികയാണ്. വി കോൾ ഇറ്റ് എൻസൈംസ് വന്നിട്ട് ഇവർ തമ്മിൽ പരിചയപ്പെടുകയാണ്. ഏയ് ഹൗ ആർ യു? പറഞ്ഞു, വാട്ട്സ് യുവർ നെയിം? ഐ എം ഫിഷ്. ഏയ് ഹു യു ആർ? വി ആർ എൻസൈംസ്. അപ്പം ഫിഷും എൻസൈംസും തമ്മിലുള്ള ഒരു സംഭാഷണം. അപ്പോൾ എൻസൈംസിനോട് ഫിഷ് ചോദിക്കുക, നിങ്ങളെല്ലാം കൂടെ എന്തിനാണ് എൻ്റെ അടുത്തോട്ട് വരുന്നത്? അവിടെ എൻസൈംസ് പറഞ്ഞു, ഞങ്ങൾക്കൊരു പരിപാടിയുണ്ട്. ഈ സാജുവിൻ്റെ വയറ്റിലേക്ക് എന്നാ വന്നു കഴിഞ്ഞാലും ഞങ്ങൾ അതിനെ പീസാക്കി ഒടുവിൽ അതിനെ സാജു ആക്കും. ഉടനെ ഫിഷ് പറഞ്ഞു, നോ, എനിക്ക് സാജു ആകണ്ട, എനിക്ക് ഫിഷായിട്ട് തന്നെ ഇരിക്കണം. ഐ ആം എ ഫിഷ്, ഐ എം പ്രൗഡ് ഓഫ് ബീയിങ് എ ഫിഷ്, സോ ഐ ഡോണ്ട് വാണ്ട് ടു ബി സാജു. ഓക്കെ? എന്താ സംഭവിക്കുന്നത്? എൻസൈംസ് പറയുന്നൊരു കാര്യമുണ്ട്, പൊന്നു സഹോദര, രണ്ട് വഴിയേ ഉള്ളൂ. ഒന്ന്, നിനക്ക് ഇവിടെ കഴിയണമെങ്കിൽ നീ സാജു ആയേ പറ്റൂ, ഇല്ലെങ്കിൽ നീ പുറത്ത് പോകേണ്ടി വരും. ഓക്കെ? അപ്പോൾ ഫിഷ് പറയണം, നോ, എനിക്കിവിടെ കഴിയണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ സാജു ആകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വയറ് വീർക്കാൻ തുടങ്ങും, ശ്വാസം മുട്ടാൻ തുടങ്ങും. ആൻഡ് യു നോ വാട്ട് ഹാപ്പൻസ്? യു ആർ ഗോയിങ് ഔട്ട് ആൻഡ് വോമിറ്റിംഗ്. ഫിനിഷ്. കാര്യം സാജു ആകാൻ തയ്യാറല്ലാത്ത ഒരു ഫിഷും ഒരു ചിക്കനും ഒന്നും സാജുവിൻ്റെ വയറ്റിൽ കഴിയാൻ പറ്റത്തില്ല. ഇതേപോലെ തന്നെ വൺസ് യു ആർ ഇൻ ജീസസ് ക്രൈസ്റ്റ് ഓർ വെൻ ജീസസ് കംസ് ഇൻ യു, യു നോ വാട്ട് ഹാപ്പൻസ്? നമ്മുടെ സെൽഫ് നമ്മൾ ഇല്ലാതെയാവുകയാണ്. സെൽഫ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബീയിങ് അല്ല, നമ്മളുടെ തീരുമാനമെടുക്കുന്ന കാർണൽ സെൽഫ് അവിടെ ഇല്ല. നമ്മുടെ സിംഹാസനത്തിൽ പിന്നീട് സെൽഫിന് യാതൊന്നും ചെയ്യാനില്ല.
നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അതിൻ്റെ ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 20 നമ്മൾ വായിക്കുമ്പോൾ, ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, ഇറ്റ്സ് നോ ലോങ്ങർ ഐ ഹു ലിവ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ആൻഡ് ദ ലൈഫ് ഐ നൗ ലിവ് ഇൻ ദ ഫ്ലെഷ് ഐ ലിവ് ബൈ ഫെയ്ത്ത് ഇൻ ദ സൺ ഓഫ് ഗാഡ് ഹു ലവ്ഡ് മീ ആൻഡ് ഗേവ് ഹിംസെൽഫ് ഫോർ മീ. See, the life that I live in the flesh, what does it mean? എന്താ? ഇപ്പോൾ ശരീരത്തിൽ ജീവിക്കുന്ന എൻ്റെ ജീവൻ. അപ്പോൾ ഞാൻ ഇല്ലാതെ ആകുമ്പോഴും എൻ്റെ ശരീരം ഇല്ലാതെ ആകുന്നില്ല. എൻ്റെ ശരീരമുണ്ട്, മൈ ബോഡി ഈസ് ദെയർ. എൻ്റെ കൈ അവിടെയുണ്ട്, കാലവിടെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. പക്ഷേ ഈ ശരീരത്തിന് ഇപ്പോൾ ആജ്ഞ കൊടുക്കുന്നത് ആരല്ല? എൻ്റെ കാർണൽ സെൽഫ് അല്ല, പ്രത്യുത ആരാണ്? ഇറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഇതാണ് സെൽഫിൻ്റെ മരണം എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ക്രോസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമുക്ക് യഥാർത്ഥത്തിൽ യേശുവിന് വേണ്ടി സിംഹാസനം ഒഴിച്ചു കൊടുത്ത് ആ സെൽഫിനെ പുറത്താക്കാതെ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം. എന്താണ്? ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഇനി റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ തന്നെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അവർ ഓൾഡ് സെൽഫ് ഈസ് ക്രൂസിഫൈഡ്. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. എന്തിനു വേണ്ടി? നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് സെൽഫിനെ ക്രൂസിഫൈ ചെയ്യുന്നത്? എന്തിനാണ്? നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കേണ്ടതിന്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എൻ്റെ പാപശരീരത്തിന്, എൻ്റെ കാർണൽ സെൽഫിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ ഞാൻ മരിച്ചതിനാൽ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ടെന്ന് എല്ലാവർക്കും അറിയാം. When we are dying with Jesus, you know what happens? There is no more condemnation. നമ്മളെ ആരും പിന്നെ നരകത്തിലോട്ട് തള്ളിക്കൊണ്ട് പോകത്തില്ല. പക്ഷേ ഈ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മാത്രമല്ല, എൻ്റെ കഴിഞ്ഞ കാല പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് മാത്രമല്ല, എൻ്റെ വർത്തമാന ജീവിതത്തിൽ ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കണമെങ്കിൽ എൻ്റെ കാർണൽ സെൽഫിനെ ഞാൻ ക്രൂശിച്ചല്ലേ പറ്റുള്ളൂ. അതായത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ കൊണ്ട് നമ്മൾ പലരും സംതൃപ്തരാണ്. പക്ഷേ വേദപുസ്തകം നമുക്ക് ഓഫർ ചെയ്യുന്നത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല. അങ്ങനെ ഒരു സെപ്പറേഷൻ യേശു കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാനിരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അവരവരുടെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കാനിരിക്കുക കൊണ്ട് എന്നല്ല, അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാൻ ഇരിക്കുന്നത് കൊണ്ട്. You know, it says about the punishment of sin and also the power of sin and also even the nature of sin. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നും നമ്മളെ വിടുവിക്കാൻ വേണ്ടിയാണ് യേശു കർത്താവ് വന്നത്. ഈ ഒരു യാഥാർത്ഥ്യം ഇന്ന് നമ്മുടെ വിശ്വാസികളുടെ ലോകത്തെ പഠിപ്പിക്കുന്നത് കുറഞ്ഞിരിക്കുകയാണ്. ഇന്നെല്ലാം നമ്മളെപ്പോഴും എംഫസൈസ് ചെയ്യുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. എന്ത്? പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ. സഹോദരന്മാരെ, നിങ്ങൾക്ക് വേണ്ടി നരകം ആണ്, അല്ലെങ്കിൽ നരകത്തിൽ പോകാതിരിക്കണമെങ്കിൽ എല്ലാവരും കൈവൊക്ക്. നരകത്തിൽ പോകാതിരിക്കാൻ കൈവൊക്കിയാൽ മതിയെങ്കിൽ ഓക്കെ, യേശുവിനെ സ്വീകരിക്കുക, ശരി, സ്വീകരിച്ചേക്കാം, കാര്യം നരകത്തിൽ പോകരുത്. നരകമെന്ന് പറയുന്നത് ആത്യന്തികമായി ഒരു യാഥാർത്ഥ്യമാണ്. അത് പാപത്തിൻ്റെ പരിണതഫലമായി ദൈവം നൽകുന്ന ശിക്ഷയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നരകശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു എന്ന ആശ്വാസത്തോടുകൂടെ ഇരിക്കുന്ന ആളുകൾ പിന്നീട് പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന്, പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ വീണ്ടും പാപശരീരത്തിന് അടിമയായി ജീവിക്കുന്നത് കാണുമ്പോൾ, പോൾ പറഞ്ഞ ഈ വാക്കുകളുടെ പ്രസക്തി, ഈ ഭാഗങ്ങളൊക്കെ ആരെങ്കിലും പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയട്ടെ, ഇത് കട്ടി കൂടിയതുകൊണ്ടൊന്നുമല്ല, അതുകൊണ്ടൊന്നുമല്ല. ഈ ഭാഗങ്ങൾ പ്രസംഗിക്കപ്പെടാത്തതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലം. അതുകൊണ്ട് എന്താണ്, ഈ വിശ്വാസികൾ നല്ലൊരു ശതമാനം, 90 അതിൽ കൂടുതലോ ശതമാനം ആളുകൾ ഇന്നും പാപത്തിൻ്റെ അടിമത്തത്തിലാണ്. ഇന്നും പാപത്തിൻ്റെ സ്വഭാവത്തിനും പാപത്തിൻ്റെ ശക്തിക്കും അടിമകളാണ്. പക്ഷെ അവർ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ കിട്ടിയെന്നുള്ളൊരു ആശ്വാസത്തോടുകൂടെ ജീവിക്കുകയാണ്. അതൊരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതമല്ല. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ, കർത്താവിനെ അംഗീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ അവനോടുകൂടെ ജീവിക്കേണ്ടതിന്, നാമും അവനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. നമ്മുടെയൊക്കെ ചിന്ത എന്നറിയാമോ? നമ്മുടെ കഴിഞ്ഞ കാല പാപജീവിതം ഓക്കെ, ഫിനിഷ്. ബിക്കോസ് when I accepted Jesus, അതും വേണ്ട, ഞാൻ കൈവോക്കി സ്നാനപ്പെട്ടപ്പോൾ മാക്സിമം
ഞാൻ കൈപോക്കി, അതിനുശേഷം സ്നാനപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾക്ക് ഇനി എൻ്റെ മേൽ അവകാശമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുകയാണ്? നേരെ സ്വർഗത്തിലോട്ട് പോകുകയാണ്. നമുക്ക് 2 ജീവിതമേ ഉള്ളൂ. എൻ്റെ കഴിഞ്ഞകാല ജീവിതം, പിന്നെ മരിച്ചു കഴിച്ച് സ്വർഗത്തിലുള്ള ജീവിതം. ഇതിനിടയ്ക്കുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തേ? പ്രസംഗകരെന്താ ഒന്നും മിണ്ടാത്തേ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. വൈ ദ പ്രീച്ചേഴ്സ് ആർ നോട്ട് പ്രീച്ചിങ് അബൌട്ട് ദ പ്രസന്റ് ലൈഫ്? ഇപ്പോഴുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആരാ പ്രസംഗിക്കുന്നേ? എല്ലാവരും പറയുന്നു നീ പാപിയായിരുന്നു, എന്ത് സംഭവിച്ചു? യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു, അതുകൊണ്ട് നിന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു, ഇനി നീ മരിച്ചാ സ്വർഗത്തിൽ. എന്നാൽ ഈ രക്ഷിക്കപ്പെട്ടതിന് ശേഷം മരിക്കുന്നത് വരെയുള്ള സമയമില്ലേ? ആ സമയം നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതിനെ കുറിച്ച് എന്താ ചിന്തിക്കാത്തത്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് പോൾ പറയുന്നത് ഇവിടെ, ഇനി നമ്മൾ പാപത്തിന്, അല്ലെങ്കിൽ എൻ്റെ കാർണൽ സെൽഫിന്, എൻ്റെ പാപ ശരീരത്തിന്, എൻ്റെ പ്രാകൃതമായ എൻ്റെ സെൽഫിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഇഫ് യു ആർ ഡെഡ്, യു ആർ ഫ്രീഡ് ഫ്രം സിൻ. ആൻഡ് ഐ ടെൽ യു, മരിച്ചവൻ മാത്രമേ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കത്തുള്ളൂ. മരിക്കാത്തവന്, യേശു ക്രിസ്തുവിനോടുകൂടെ മരിക്കാത്തവന് എന്താണ്? അവൻ്റെ പഴയ സെൽഫിനെ ക്രൂശിച്ച് കളയാത്തവന് പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കഴിയുകയില്ല. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. ഈവൻ ലാസ്റ്റ് വീക്ക് ഐ വാസ് ഇൻ തൊടുപുഴ. ഞാനൊരു 3 ദിവസത്തെ മീറ്റിംഗ് നടക്കുകയായിരുന്നു അവിടെ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാഡ് എ ടോക്ക് വിത്ത്, അവിടെ സംഘാടകരെല്ലാം കൂടെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അപ്പം അവിടുത്തെ സംഘടിപ്പിച്ച ഒരാളിനോട് ചോദിച്ചൊരു ചോദ്യം, വി ജസ്റ്റ് വാണ്ട് ടു നോ ഹൗ ക്യാൻ വി ലിവ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്? ഹൗ ക്യാൻ വി ഹാവ് വിക്ടറി ഓവർ അവർ സിൻസ്? ഒരു സാധാരണമായ ചോദ്യമാണ്. നിങ്ങൾ പ്രസംഗിച്ചാലും നല്ല വിജയിയായിട്ട് ജീവിക്കണം, ശരിയാണ്. പക്ഷേ എങ്ങനെയാണ് വിജയിയായി ജീവിക്കാൻ പറ്റുന്നത്? അപ്പോൾ ഞാനതിൽ പറഞ്ഞ കാര്യമുണ്ട്. യു ക്യാൻ ലിവ് വിക്ടോറിയസ്ലി ഓൺലി ഇഫ് യു സ്റ്റാർട്ട് യുവർ ക്രിസ്ത്യൻ ജേർണി ഫ്രം യുവർ സെമിറ്ററി. നിങ്ങളുടെ ശവക്കുഴിയിൽ നിന്നാണ് നിങ്ങൾ ക്രിസ്തീയ ജീവിതം ആരംഭിക്കേണ്ടത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടൊന്നല്ല. വി നീഡ് ടു ഡൈ our old self. We need to crucify our old self. ആ ശവക്കുഴിയിൽ നിന്ന് മാത്രമേ നമുക്കൊരു വിജയകരമായ ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ കഴിയുകയുള്ളൂ, പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഈ ക്രോസ് എക്സ്പീരിയൻസ് എത്ര പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് ഞാൻ ഓർപ്പിക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ ഒരു പ്രശ്നം, ഞാൻ ഇന്ന് രാവിലെ ചർച്ചിലും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് നമുക്ക് ആ ക്രിസ്തീയ ജീവിതം വിജയകരമായി കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ തന്നെ ഇല്ലല്ലോ. ഇന്നിപ്പം നമ്മളെ ഒരുമാതിരിപ്പെട്ട രീതിയിലൊക്കെ ഏതൊക്കെ നമ്മൾ പറയാൻ തുടങ്ങി. വലിയ കുഴപ്പമില്ലാതെ, ഞാൻ അങ്ങനെ വലിയ ഗുണത്തിനും പോകുന്നില്ല ദോഷത്തിനും പോകുന്നില്ല നീ എന്ന് പറയും. അവർ ചിന്തിക്കുന്നത് ഗുണത്തിനും പോകുന്നില്ല ദോഷത്തിനും പോകുന്നില്ല, നേരെ അങ്ങ് സ്വർഗത്തിൽ പോകുന്നത്. അങ്ങനെയൊന്നും പോകത്തില്ല പ്രിയമുള്ളവരെ, അങ്ങനെ പോകത്തില്ല. ഇങ്ങനെയുള്ള ഈ ഒഴുക്കൻ മട്ടിലുള്ള ആ ചിന്താഗതികളിൽ നിന്ന് വലിയ വിടുതൽ നമുക്ക് ആവശ്യമാണ്. വി നീഡ് ടു സീ ദാറ്റ് വി ആർ ലിവിങ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. അല്ലെങ്കിൽ എന്താണ് കർത്താവ് തന്ന വിജയം എന്ന് പറയുന്നത്? കർത്താവ് നമുക്ക് തന്ന വിജയം എന്ന് പറയുന്നത് പാപത്തിൻ്റെ മേലുള്ള വിജയമാണ്. പാപത്തിൻ്റെ മേൽ വിജയം പ്രാപിക്കാനായിട്ടാണ് കർത്താവ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മുടെ കാർണൽ സെൽഫ് മരിക്കേണ്ട ആവശ്യകത. അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, I just read it very fast. Verse 9 onwards അവിടെ വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല, മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല, കർത്തൃത്വമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അതുവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. Reckon yourself. You need to know. നമ്മളോട് തന്നെ നമ്മളത് അറിയണം. Reckon yourself എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ലാത്ത ഒരു കാര്യം എന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങളുടെ ആത്മതലത്തിൽ, അല്ലെങ്കിൽ അദൃശ്യ ലോകത്ത്, വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൽ യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. എന്നാലല്ല എനിക്ക് എണ്ണാൻ പറ്റുള്ളൂ. If I do not know the spiritual truth that I have died with Christ, I am crucified with Christ, that happened അതാണ് ഒരു വലിയ പ്രശ്നം. വീണ്ടും ജനനം പോലും നമ്മൾ റെക്കൺ ചെയ്യുന്നില്ല. വീണ്ടും ജനിച്ചവരല്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. വീണ്ടും ജനിച്ചവർക്ക് പോലും അവർ വീണ്ടും ജനിച്ചോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. അവരതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. വീണ്ടും ജനനത്തെക്കുറിച്ചുള്ള ടീച്ചിങ്സ് ഇല്ല. വീണ്ടും ജനിച്ചു കഴിഞ്ഞിട്ടും ഇപ്പോഴും ആദാമ്യ പ്രകൃതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ട്? We are not reckoning ourselves. We are not considering ourselves as a person who is born again. We do not consider ourselves as a new creation. Bible says when you are in Christ, you are a new creation. നിങ്ങൾ ക്രിസ്തുവിലുള്ളവൻ എന്തായിരിക്കുന്നു? ഒരു പുതിയ സൃഷ്ടി.
ആയിരിക്കുന്നു, ഒരു പുതിയ സൃഷ്ടി. പക്ഷേ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, ഇപ്പോൾ പഴയ ആളല്ല എന്നുള്ള തിരിച്ചറിവോടുകൂടെയും എണ്ണലോടും കൂടെയാണോ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത്? രാവിലെ ബെഡ് കോഫി കുടിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ഐ എം സോ ഹാപ്പി ബിക്കോസ് ഐ എം നോട്ട് ആൻ ഓൾഡ് പേഴ്സൺ, ഐ എം എ ന്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇറങ്ങി വരുന്നത്? അത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ അർത്ഥം, ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഓൾ ദീസ് പീപ്പിൾ ആർ നോട്ട് ബോൺ അഗെയിൻ. ഐ നോ മെനി ഓഫ് ദ പീപ്പിൾ ഹു ആർ ബോൺ അഗെയിൻ ഡു നോട്ട് നോ ദാറ്റ് ദേ ആർ ബോൺ അഗെയിൻ. വീണ്ടും ജനിച്ചിട്ടുള്ള നല്ലൊരു ശതമാനം ആളുകൾക്കും അവർ വീണ്ടും ജനിച്ചിട്ടുണ്ടെന്നുള്ളത് പോലും അറിയത്തില്ല. ഇതൊരു ഭയങ്കര പ്രോബ്ലമാണ്. അതുകൊണ്ട് പൗൽ പറയുകയാണ്, നിങ്ങളെ തന്നെ എണ്ണുവിൻ. 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഇനി അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. കാര്യം, നമ്മളൊരു പുതിയ സൃഷ്ടിയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാതിരിക്കുന്നിടത്തോളം കാലം പാപം വീണ്ടും വീണ്ടും വന്ന് അതിൻ്റെ കർത്തൃത്വം നടത്തുവാനായിട്ട് പരിശ്രമിക്കും. ഈ സെൽഫ് ശരിയായ നിലയിൽ ക്രൂശിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെയും വന്ന് കസേര കയറിയിരിക്കാൻ പരിശ്രമിക്കും. അപ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, ഇനി ഞാൻ അതിൻ്റെ അടിമയല്ല, അതിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് ഐ ഹാവ് ക്രൂസിഫൈഡ് ഹിം. അല്ലെങ്കിൽ ഒരു ആണിയൂടെ അടിച്ചേക്കണം ഇറങ്ങി വരുമ്പോഴത്തേക്ക്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? ദാറ്റ് ഈസ് വാട്ട് ഈസ് എക്സാക്ട്ലി നീഡഡ്. അതുകൊണ്ട് പാപം ഇനി നിങ്ങളുടെ അവയവങ്ങളിൽ വാഴരുത്. കാരണം ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? നിങ്ങളുടെ കാർണൽ സെൽഫിനെ, ശരീരത്തെ നിയന്ത്രിക്കുവാനുള്ള സകല അവകാശങ്ങളിൽ നിന്നും വിടുവിച്ച് നിങ്ങളുടെ ഹൃദയ സിംഹാസനത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി എവിടെ അടിച്ചു വെച്ചിരിക്കുകയാണ്? ക്രൂശിച്ചിരിക്കുകയാണ്, ക്രൂശിൽ ആണിയടിച്ചിരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവനെ വീണ്ടും ഇതിനകത്ത് കയറാൻ സമ്മതിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പുതിയ സൃഷ്ടിയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ റെക്കൺ ചെയ്യുന്നില്ല, നമ്മൾ എണ്ണുന്നില്ല. ക്രൂശിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് 18-ാമത്തെ വാക്യം അവിടെ വായിക്കുമ്പോൾ അവിടെ പറയുന്ന കാര്യം, പാപത്തിൽ നിന്ന് ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായിരിക്കുന്നുണ്ട്. സ്തോത്രം. പാപത്തിൽ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. പാപത്തിനുള്ള സ്വാതന്ത്ര്യമല്ല, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. പലരും ചിന്തിക്കുന്നത്, നമ്മൾ ക്രിസ്തീയ വിശ്വാസികളായി തീർന്നു കഴിഞ്ഞാൽ പാപത്തിനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചെന്നാണ്. ചിലപ്പോൾ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ബ്രദറെ, പഴയ നിയമത്തിലായിരുന്നെങ്കിൽ എന്തെല്ലാം കൽപ്പന അനുസരിക്കണമായിരുന്നു, എങ്ങനെ ജീവിച്ചേനല്ലേ, പുതിയ നിയമത്തിലായതുകൊണ്ട് ഏതാണെങ്കിലും കൽപ്പനകളൊന്നുമില്ലല്ലോ, വലിയ കാര്യമായി. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിലെ കൽപ്പനകൾ അനുസരിക്കാൻ താരതമ്യേന വളരെ പ്രയാസം കുറവായിരുന്നു പുതിയ നിയമത്തിലെ കൽപ്പനകൾ അനുസരിച്ച് നോക്കിയാൽ. പഴയ നിയമത്തിൽ ഒരുത്തനെ കൊല്ലണമെങ്കിൽ ഞാൻ വെറുതെ കുത്തിയാൽ പോലും ഞാൻ കൊലപാതകയാകത്തില്ല. എന്താ, അവൻ ചാകണം, അവൻ ചത്താലേ ഞാൻ എന്താകത്തുള്ളൂ? കൊലപാതകയാകത്തുള്ളൂ. അപ്പോൾ എൻ്റെ പിച്ചാത്തിക്ക് മൂർച്ചയില്ലാത്തത് കൊണ്ടോ, ഞാൻ കുത്താൻ ചെന്നവന് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നത് കൊണ്ട് കൈക്ക് പിടിച്ച് തിരിച്ച് പിച്ചാത്തി എറിഞ്ഞ് പോടാ വീട്ടിൽ നിന്ന് പറഞ്ഞ് 2 തല്ലും തന്ന് വിട്ടത് കൊണ്ടോ ഞാൻ രക്ഷപ്പെടുമായിരുന്നു. കാര്യം എനിക്ക് കൊലപാതകയാകാൻ പറ്റത്തില്ല. അപ്പോൾ പഴയ നിയമത്തിൽ ഒരാൾക്ക് കൊലപാതകയാകണമെങ്കിൽ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ കൊലപാതകയാകാൻ ആ ആളെ കാണുക പോലും വേണ്ട, വീട്ടിലിരുന്ന് അവനെ നിസാര മൂട എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി, ഫിനിഷ്. അപ്പോൾ ഏതാണ് കൽപ്പന പ്രയാസമുള്ളത്? ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ കൽപ്പനയില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ പുതിയ നിയമത്തിൽ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പാപത്തിനുള്ള സ്വാതന്ത്ര്യമല്ല. കൃപയെക്കുറിച്ചുള്ള മനുഷ്യരുടെ തെറ്റായ ധാരണ കൊണ്ട് എന്താണ്, നല്ലൊരു ശതമാനം ആളുകൾ ചിന്തിച്ചിരിക്കുന്നതെന്നറിയാമോ? അല്ലറ ചില്ലറ പാപമൊക്കെ ചെയ്താലേ കുഴപ്പമില്ല, കൃപ അങ്ങ് മൂടിക്കോളുമെന്നാണ്. ദാറ്റ് ഈസ് റോങ്. കൃപ എന്ന് പറയുന്നത് ശരിക്കും പാപം ചെയ്യുന്നതിനുള്ള കൃപയല്ല, പാപം ചെയ്യാതിരിക്കാനുള്ള കൃപയാണ്. പാപം ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം. എന്താണ് അതുകൊണ്ട് അതിന് സ്വാതന്ത്ര്യം എന്ന് പറയാൻ കാര്യം എന്താണ്? മറ്റൊന്നുമല്ല, എന്താണ്, പണ്ട് എനിക്ക് പാപം ചെയ്യരുതെന്ന് ചിന്തിച്ചാലും ചെയ്തു പോകുമായിരുന്നു. നമ്മൾ റോമാലേഖനം 7-ാം അധ്യായം, ഞാൻ ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് ഇറ്റ്, യു നോ ദാറ്റ് പാസേജ്. ഞാൻ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. നന്മ ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴും ഞാൻ അറിയാതെ തിന്മ ചെയ്യുന്ന ഒരു പാപത്തിൻ്റെ പ്രമാണം എൻ്റെ ഉള്ളിൽ കിടക്കുന്നു. ന്യായപ്രമാണം ആത്മീകമെന്ന് ഞാൻ അറിയുന്നു, പക്ഷെ ഞാനോ ജഡമയൻ, ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലായിരുന്നു. ബിക്കോസ് ഐ വാസ് എ സ്ലേവ്. ഞാനൊരു സ്ലേവ് ആയിരുന്നു. അത് ചെയ്യടാന്ന് എന്നോട് എൻ്റെ ജഡം ആവശ്യപ്പെടുമ്പോൾ എൻ്റെ ശരീരം അതങ്ങ് ചെയ്തു പോകും. അത് പറയടാ എന്ന് എൻ്റെ ജഡം എന്നോട്, എൻ്റെ കാർണൽ സെൽഫ് എന്നോട് അവനെ ചീത്ത വിളിക്കാൻ പറയുമ്പോൾ ചീത്ത വിളിക്കാതിരിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. കാര്യം ഞാൻ അടിമയായതുകൊണ്ട് ചീത്ത വിളിച്ചു പോകും. യു അണ്ടർസ്റ്റാൻഡ്? എന്നാൽ ക്രൂശ് നമുക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരികയാണ്. എങ്ങനെ? നമ്മളെ ഭരിച്ചിരുന്നതായ ഈ കാർണൽ സെൽഫിനെ ഇപ്പോൾ നമ്മൾ എവിടെ തളച്ചിരിക്കുന്നു?
ക്രൂശിൽ തറച്ചിരിക്കുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു, ഇനി അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. എന്താണ് ക്രിസ്തു നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിനായിട്ട് എന്ന് പറയുന്നത്? പാപം ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയിർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. യു ആർ ഡെഡ് ടു ദ ലോ. അത് പറഞ്ഞു, ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു, നിങ്ങൾ ഓർക്കണം, ലോയുടെ പ്രത്യേകത എന്താണ്? ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. അപ്പോൾ നമ്മുടെ വിയർപ്പൊഴുക്കി നമ്മൾ നേടിയെടുക്കേണ്ടതായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യം. പക്ഷേ ഇപ്പോൾ വിയർപ്പൊഴുക്കി അല്ല അത് നമ്മൾ നേടിയെടുക്കുന്നത്. പ്രത്യേകത എങ്ങനെയാണ്? യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. ന്യായപ്രമാണത്തിൻ്റെ യുഗം വിയർപ്പിൻ്റെ യുഗമായിരുന്നു, എന്നാൽ കൃപയുടെ യുഗം രക്തത്തിൻ്റെ യുഗമാണ്. അതുകൊണ്ടാണ് ഇത് പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം എന്ന് യേശു കർത്താവ് പറയുന്നത്. ഒരു പുതിയ യുഗത്തിലേക്ക് കർത്താവ് നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെ? ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശു ക്രിസ്തുവാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ നേരത്തെ നാം മരണത്തിന് ഫലം കായ്ച്ചിരുന്നു. ചാപ്റ്റർ 7:5 അവിടെ വായിക്കുമ്പോഴത്തേക്ക്, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചിരുന്നു. നേരത്തെ എനിക്ക് മരണത്തിൻ്റെ ഫലമേ കായ്ക്കാൻ കഴിയുമായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ യേശു കർത്താവ് അവൻ്റെ രക്തം കൊണ്ട് എന്നെ വിടുവിച്ച്, ബിക്കോസ് ഐ എം ഐഡൻറ്റിഫൈഡ് വിത്ത് ജീസസ്, യേശുവുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തതുകൊണ്ട് ഇപ്പോൾ എന്നിൽ വ്യാപരിക്കുന്നത് ആദാമിൻ്റെ ശക്തിയല്ല, യേശുവിൻ്റെ ശക്തിയാണ്. നേരത്തെ പ്രലോഭനങ്ങൾ വരുമ്പോഴത്തേക്ക് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. എന്തുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല? ഞാൻ ആദാമിൻ്റെ മകനല്ലേ. ആദാമിൻ്റെ മകൻ ആദാമിനേക്കാൾ വലിയ ശക്തിയൊന്നും ഉണ്ടാകത്തില്ലല്ലോ. പെണ്ണുപിള്ള പഴം കൊണ്ട് കൊടുത്തപ്പോൾ അറിയാതെ തിന്നുപോയവനല്ലേ ആദാം. അപ്പോൾ അതുകൊണ്ട് അതിനേക്കാളും വലിയ ശക്തിയൊന്നും എനിക്ക് ഇല്ല. ഞാൻ പ്രലോഭനങ്ങൾക്ക് അധീനനായി പോയതിൻ്റെ കാരണം തന്നെ എന്നിൽ വ്യാപരിച്ച ജീവൻ ആദാമിൻ്റെ ജീവനായിരുന്നത് കൊണ്ടാണ്. ആദാമിൻ്റെ ജീവൻ അത്രയും ശക്തിയൊക്കെ ഉള്ളൂ. കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാൻ നോക്കും, പക്ഷേ ഒടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതായ സാഹചര്യം. പക്ഷേ വെൻ ഐ എം ബോൺ അഗെയിൻ, എന്നിൽ വ്യാപരിക്കുന്നത് ആദാമിൻ്റെ ജീവനല്ല, ക്രിസ്തുവിൻ്റെ ജീവനാണ്. ക്രിസ്തുവിൻ്റെ ജീവൻ വളരെ ഡിഫറൻ്റ് ആണ്. എന്ത്? പ്രലോഭനങ്ങളിൽ വീണുപോകാത്ത ജീവനാണ് ക്രിസ്തുവിൻ്റെ ജീവൻ. ആദ്യത്തെ ആദാം പ്രലോഭനത്തിൽ വീണുപോയെങ്കിൽ ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തു പിശാചിൻ്റെ എല്ലാ പരിശോധനകളിലും പ്രലോഭനങ്ങളിലും വീണുപോകാതെ തൻ്റെ ഇടത്തോടുകൂടെ അതിനോട് എതിർത്ത് നിന്നവനാണ്. തന്നെയല്ല, വിജയിയായ ഒരു യേശുവാണ്. ആ യേശുവിൻ്റെ ജീവനാണ് എന്നിൽ വ്യാപരിക്കുന്നതെങ്കിൽ തീർച്ചയായും എനിക്ക് പാപത്തിൻ്റെ അധീനതയിൽ കഴിയേണ്ടതായ ആവശ്യമില്ല. അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? ഞാൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു എന്ന് ഞാൻ പറയുന്നത്. ക്രൂശിൽ യേശുവുമായിട്ട് യോജിച്ചത് കൊണ്ട് അവിടെ 7-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വി ആർ ജോയിൻഡ് ടു അനദർ, അതായത് ഉയിർപ്പിക്കപ്പെട്ടവനുമായി നമ്മളിപ്പോൾ യോജിച്ചിരിക്കുന്നു എന്നാണ്. ക്രിസ്തുവിനോടുകൂടെ മരിച്ച്, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ട്, ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നവന് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്തുവിനോടുകൂടെ മരിച്ച്, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ട്, ക്രിസ്തുവിനോടുകൂടെ ഉയിർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നവന് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിൽ അവൻ എന്തുണ്ട്? പാപത്തിൻ്റെ മേൽ അധികാരമുണ്ട്. പാപത്തെ നേരിടുവാനുള്ള ശക്തി അവനിലുണ്ട്. ഇപ്പോൾ എന്നിൽ വ്യാപരിക്കുന്നത് ആദാമിൻ്റെ ജീവനല്ല, എന്നിൽ വ്യാപരിക്കുന്നത് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ശക്തി ഉണ്ടായവനായിരുന്ന യേശു കർത്താവിൻ്റെ ജീവനാണ്. ആ ജീവൻ എന്നിൽ വ്യാപരിക്കുന്നത് കൊണ്ട് എൻ്റെ അടിമത്വം അവസാനിച്ചു കഴിഞ്ഞു. ഇനി മരിച്ചവൻ, നമ്മൾ 7-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ, എന്നിൽ നേരത്തെയുള്ള കാര്യം ആകയാൽ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. പക്ഷേ ഇവിടെ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും എന്ന് പറഞ്ഞ് പോൾ അവിടെ ലേഖനം എഴുതി അവസാനിപ്പിക്കുകയല്ല. ഒരു നിരാശയുടെ അന്തിമ രൂപമല്ല ഈ അധ്യായം തീരുന്ന അവിടെയല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് 25-ാമത്തെ വാക്യത്തിൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം ആദാമ്യ പ്രകൃതത്തിൽ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് എന്ത് കഴിയുമായിരുന്നില്ല? പാപം എൻ്റെ അടുത്ത് വന്ന് ഇന്ന കാര്യം ചെയ്യാൻ എൻ്റെ ശരീരത്തോട് ആവശ്യപ്പെടുമ്പോൾ, എൻ്റെ കണ്ണിനോട് ആവശ്യപ്പെടുമ്പോൾ അത് നോക്കടാ എന്ന് പറയുമ്പോൾ ഞാൻ നോക്കിപ്പോകും, അത് ചെയ്യടാ എന്ന് പറയുമ്പോൾ ചെയ്തു പോകും, ഇത് കേൾക്കടാ എന്ന് പറയുമ്പോൾ കേട്ടു പോകും, അങ്ങോട്ട് പോകടാ എന്ന് പറയുമ്പോൾ പോയി പോകും. കാര്യം ഞാൻ അടിമയായിരുന്നു. പക്ഷേ അന്ന് ആദാമിൻ്റെ ജീവൻ എന്നിൽ വ്യാപരിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ എന്നിൽ വ്യാപരിക്കുന്നത് ആദാമിൻ്റെ ശക്തിയല്ല, ഇപ്പോൾ എന്നിൽ വ്യാപരിക്കുന്നത് യേശു കർത്താവിൻ്റെ ജീവനാണ്. അതുകൊണ്ട് എനിക്ക് പാപത്തോട് എതിർത്ത് നിൽക്കുവാനുള്ള ശക്തിയുണ്ട്. പാപം വന്ന് വിളിച്ചാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യത്തില്ല. അവിടെ എഴുതിയിരിക്കുന്ന നമ്മൾ അങ്ങനെ തന്നെ നിങ്ങൾ പാപത്തിന് മരിച്ചവരെന്നും ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. പാപത്തിന് മരിച്ചവർ
എന്താണ് പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മരിച്ചവൻ റെസ്പോണ്ട് ചെയ്യത്തില്ല എന്നുള്ളതാണ്. മരിച്ചവൻ എന്ത് ചെയ്യത്തില്ല? റെസ്പോണ്ട് ചെയ്യത്തില്ല. ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് ദ ഗുഡ് ഓഫ് ഡെത്ത്. ഞാൻ ഉദാഹരണമായിട്ട് ചിലപ്പോൾ പറയാറുണ്ട്, 2 പിള്ളേർ, പ്രകാശും പ്രസാദും, രണ്ടുപേരും കൂടെ ക്രിക്കറ്റ് കളിച്ച് നടന്ന കൂട്ടത്തിൽ പ്രകാശ് ഒരു ദിവസം അങ്ങ് മരിച്ചു പോയെന്ന് വെച്ചോ. എല്ലാ ദിവസവും രാവിലെ പ്രസാദ് എന്ന് പ്രകാശിൻ്റെ അടുത്ത്, പ്രസാദ് മരിച്ചു കിടക്കുക, പ്രകാശ് എന്നിട്ട് പ്രസാദിനോട് എല്ലാ ദിവസവും പറയുമായിരുന്നു നേരത്തെ, എന്താ ക്രിക്കറ്റ് കളിക്കാൻ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഒരു ദിവസം പ്രസാദ് മരിച്ചു പോയി. പ്രസാദിൻ്റെ അടുത്ത് എന്നിട്ട് പ്രകാശ് പറയാണ്, പ്രസാദേ വാടാ ക്രിക്കറ്റ് കളിക്കാൻ വരാം എന്ന് പറഞ്ഞാൽ ഉടനെ അവനെന്താ എണീറ്റ് വരുമോ? ഇല്ല. ഹി കനോട്ട്. വൈ? ബിക്കോസ് ഹി ഈസ് ഡെഡ്. ഇനി വിളിച്ചത് പോരാഞ്ഞിട്ട് അവനെ അങ്ങ് കുലുക്കി വിളിച്ചാലോ? എണീറ്റ് വാടാ, ഇന്നലെ നമ്മൾ ക്രിക്കറ്റ് കളിച്ചതല്ലേ, ഇങ്ങോട്ട് വാടാ ക്രിക്കറ്റ് കളിക്കാൻ, അവനെൻ്റെ വരും? ഇല്ല. ഇനി ഇവനെ അങ്ങ് നേരെ അങ്ങ് നിർത്തിയിട്ട് കയ്യിലോട്ട് ബാറ്റ് പിടിച്ച് കൊടുത്ത് അവിടെ അവനെ അടിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി ഈസ് ഡെഡ്. എന്നാൽ നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. നേരത്തെ വിളിക്കുക പോലും വേണ്ട, പുറകിൽ നിന്നൊരു ചൂള പഠിച്ചാൽ മതി, അത്രയും മതിയായിരുന്നു. ആ ഒരു ചൂളം വിളിയിൽ അവൻ എന്ത് ചെയ്തേനെ? ഓടി വന്നേനെ. കാരണം അന്ന് അവൻ ക്രിക്കറ്റിന് ജീവിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ ക്രിക്കറ്റിന് ജീവിക്കുന്നില്ല. ഇതുപോലെയാണ് നേരത്തെ പാപം വന്ന് അയൽവക്കത്തുനിന്ന് വിളിക്കുമ്പോഴേ ഞാൻ ഓടി ചെല്ലുമായിരുന്നു, ബിക്കോസ് ഐ ഹാഡ് എ ഡിലൈറ്റ് ഇൻ ഇറ്റ്. പക്ഷേ ഇപ്പോൾ ഞാൻ എന്താണ്? പാപത്തിന് മരിച്ചവനെന്നും ദൈവത്തിന് ജീവിക്കുന്നവനെന്നും എന്നെ തന്നെ എണ്ണുകയാണ്. പാപം വന്ന് വിളിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നേ ഇല്ല. എന്നെ കുലുക്കി വിളിച്ചാലും കേൾക്കുന്നില്ല. ക്രിക്കറ്റിൻ്റെ ബാറ്റ് കയ്യിൽ പിടിപ്പിച്ചെന്ന് പറഞ്ഞാലും ഞാൻ അത് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ബിക്കോസ് ഐ എം ഡെഡ്. പക്ഷേ ദൈവത്തിന് ജീവിക്കുന്നവരെന്ന് വേണ്ടുവിൻ. കാര്യം ദൈവം വന്ന് വിളിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഐ റെസ്പോണ്ട്, ബിക്കോസ് ഐ എം എലൈവ്. സോ നമ്മുടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരുവൻ യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ച്, യേശുക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ട, യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ മുതൽ എന്താ സംഭവിക്കുന്നത്? അവൻ പാപത്തിന് മരിച്ചവനും ദൈവത്തിന് ജീവിക്കുന്നവനുമാണ്. ആ മരണമാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. അതുകൊണ്ടാണ് മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. Maybe you have heard about Augustine. Augustine was a theologian. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ലൈഫ്, ഹി അക്സെപ്റ്റഡ് ജീസസ്. പക്ഷേ അതിന് മുമ്പത്തെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് വെരി ബാഡ് ലൈഫ്. നമുക്ക് പ്രതീക്ഷിക്കുന്നതിലൊക്കെ വളരെ മോശമായ ജീവിതം ജീവിച്ച ഒരാളാണ്. അങ്ങനെ അഗസ്റ്റിൻ വിശ്വാസത്തിൽ വന്നു രക്ഷിക്കപ്പെട്ട ഒരു ദിവസം ഇങ്ങനെ വഴിയെ കൂടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ ഇവൻ്റെ പഴയ ഒരു കൂട്ടുകാരി ഇവനെ കണ്ടു. അപ്പോൾ അവൾ ചിന്തിച്ചു, ഇപ്പോൾ അഗസ്റ്റിൻ എൻ്റെ അടുത്ത് വരും, ആൻഡ് ഹി വിൽ കോൾ മീ, വി വിൽ ഗോ സംവെയർ, വി വിൽ എൻജോയ് എന്നൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അഗസ്റ്റിൻ ഇങ്ങനെ മുന്നോട്ടങ്ങ് നടന്നു പോകുകയാണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കര സംശയം, എന്തോ പറ്റി അഗസ്റ്റിന്. ആൻഡ് ഷീ വാസ് കോളിങ്, അഗസ്റ്റിൻ, ഡോണ്ട് യു ഡോണ്ട് റിമെമ്പർ മീ, ഐ എം കത്രീന. അഗസ്റ്റിൻ തിരിച്ചു നോക്കി പറഞ്ഞു, ഓ മേ ബി യു ആർ കോളിങ് ദി ഓൾഡ് അഗസ്റ്റിൻ, റൈറ്റ്? ഹീസ് നോ മോർ, ഹീസ് ഡെഡ്, ദിസ് ഇസ് എ ന്യൂ അഗസ്റ്റിൻ. നീ പഴയ അഗസ്റ്റിനെ ആയിരിക്കും വിളിച്ചതല്ലേ, പക്ഷേ പുള്ളി മരിച്ചു പോയി, ഇതൊരു പുതിയ അഗസ്റ്റിനാണ്. ഇപ്പം കത്രീന വിളിച്ചാലൊന്നും പോകാൻ അവനെ കിട്ടത്തില്ല, ബിക്കോസ് ഹീ ഈസ് ഡെഡ്. ദ ഓൾഡ് അഗസ്റ്റിൻ ഈസ് ഡെഡ്. പ്രിയമുള്ളവരെ, ഇതാണ് വാസ്തവത്തിൽ ക്രോസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ മരണത്തിൻ്റെ നിലയിലേക്ക് ഇറങ്ങി വരുന്നത്. ഇതാണ് വാസ്തവത്തിൽ അദൃശ്യ ലോകത്തിൽ നമുക്കുണ്ടാകുന്ന ക്രോസ് എക്സ്പീരിയൻസ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പറയുമ്പോഴത്തേക്ക് ചരിത്രത്തിൽ നമ്മൾ ഒരിക്കലും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ കയറിയിട്ടില്ല, നമ്മൾ കണ്ടിട്ട് പോലുമില്ല. അതിൻ്റെ തടി കഷണം ക്രൂശിൻ്റെ കഷണമാണെന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ക്രൂശിൻ്റെ കഷണമൊക്കെ ചിലപ്പോൾ വിൽക്കാനുണ്ടായിരിക്കും. അങ്ങനെ വിറ്റ തടി കഷണം എല്ലാം കൂടെ വെച്ചാൽ ഒരു 10 കപ്പൽ പണിയാനുള്ള അത്രയും തടി യേശുവിൻ്റെ ക്രൂശിൻ്റെ തന്നെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള മണ്ഡലങ്ങളൊക്കെ വിശ്വാസികളെങ്കിലും പോയി വീഴരുത്. യേശുവിൻ്റെ ക്രൂശിൻ്റെ, യേശു നടന്ന വഴിയുടെ, യേശു നടന്ന വഴിയെ കൂടെ നടക്കുന്നതിനേക്കാളും നല്ലതാണ്, യേശു നടന്ന വഴിയെ കൂടെ പലസ്തീനെ കൂടെ നടക്കുന്നതിനേക്കാളും നല്ലതാണ് യേശു എൻ്റെ വീട്ടിൽ കൂടെ നടക്കുന്നത്. യേശു എൻ്റെ വീട്ടിൽ കൂടെ നടക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. അല്ലാതെ ഞാൻ യേശു നടന്ന വഴിയെ കൂടെ അതിലേ നടക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം യേശു എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കൂടെ നടക്കുന്നതാണ്. യു അണ്ടർസ്റ്റാൻഡ്? ചരിത്രത്തിലെ യേശു, ഐ ആം നോട്ട് അഗൈൻസ്റ്റ് സീയിങ് ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. പക്ഷേ അതല്ല, നമ്മൾ ക്രിസ്തുവിനോട് കൂടെ മരിച്ച, ക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെട്ട, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന എന്തിനു വേണ്ടിയാണ്? നാമും അവനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അതാണ് ക്രോസ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ. ഇനി ഞാൻ ചില കാര്യങ്ങൾ പെട്ടെന്ന് ഈ ക്രോസിൻ്റെ അർത്ഥം ഗ്രഹിക്കേണ്ടതിന് വേണ്ടി ന്യൂ ടെസ്റ്റമെൻറ്റിലെ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് പെട്ടെന്ന് ഉദ്ദേശിക്കുകയാണ്. ചില പോയിന്റ്സ് മാത്രം ഞാൻ പെട്ടെന്ന് പറയുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ ടോൾ യു ദാറ്റ് ക്രോസസ് എന്താണ്? നമ്മളുടെ ആരെയാണ് ക്രൂശിക്കുന്നത്? നമ്മളുടെ പഴയ മനുഷ്യനെ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന നമ്മുടെ പഴയ പാപപ്രകൃതത്തെ, അല്ലെങ്കിൽ നമ്മുടെ കാർണൽ സെൽഫ്, എൻ്റെ സെൽഫിനെയാണ്. ഈ ക്രോസ് യേശുക്രിസ്തുവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ക്രോസ് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ക്രോസ് അനുസരണത്തിൻ്റെ സിമ്പലാണ്. അനുസരണത്തിൻ്റെ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നുണ്ട്, യേശു കർത്താവിൻ്റെ അനുസരണത്തെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് അവസാനം പറയാണ്, ക്രൂശിലെ മരണത്തോളം
അനുസരണമുള്ളവനായി തീർന്നു. ക്രൂശിലെ മരണത്തോളം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അനുസരണം തുടങ്ങിയത് ക്രോസിലല്ല, അതിൻ്റെ അത്രയും, അതായത് അനുസരണത്തിൻ്റെ അവസാന വാക്കാണ് അവൻ്റെ മരണമെന്ന് പറയുന്നത്. അതായത് മരണത്തിൻ്റെ സമയത്ത് പോലും അവൻ എന്ത് ചെയ്തില്ല? പിതാവിനോടുള്ള അനുസരണത്തിന് മാറ്റം വരുത്തിയില്ല എന്നുള്ളതാണ്. അത് തുടങ്ങുന്നത് നമുക്കറിയാമല്ലോ. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്ത് നമ്മുടെ വാക്യങ്ങളെല്ലാം നമുക്കറിയാം. അവിടെ അനുസരണം തുടങ്ങുന്നത് എപ്പോഴാണ്? ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ജീസസ് വാസ് ഈക്വൽ വിത്ത് ഗാഡ്. ഇൻഫാക്ട് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ ഒരു എന്താണ്, അവൻ്റെ ദൈവത്തിൻ്റെ ഒരു സബോർഡിനേറ്റ് ആകുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഓർഡർ സ്വീകരിക്കുവാൻ അവൻ തീരുമാനമെടുത്ത ഒരു സമയമുണ്ട്. അതാണ് ഇൻകാർണേഷന് വേണ്ടി ദൈവിക തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ എന്താണ്? ഹി വാസ് ഈക്വൽ വിത്ത് ഗാഡ്. ഈക്വൽ ആണെങ്കിൽ അനുസരണത്തിൻ്റെ വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല, റൈറ്റ്? ഈക്വൽ ആണെങ്കിൽ അനുസരണത്തിൻ്റെ വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷേ അനുസരണത്തിന് വേണ്ടി യേശു കർത്താവ് അല്ലെങ്കിൽ ദൈവപുത്രൻ തീരുമാനമെടുത്ത ആ നിമിഷം മുതൽ, ഇൻകാർണേഷൻ, അവൻ ശിശുവായി ജനിക്കുന്ന സമയം മുതൽ അവൻ്റെ 33 വയസ്സ് വരെയുള്ള ജീവിതത്തിലുടനീളം, അതിനുശേഷം എന്താണ്, കാൽവറി ക്രൂശ് വരെ അവൻ എന്ത് ചെയ്യാണ്? അനുസരിക്കുവാൻ തുടങ്ങി. ആ അനുസരണം ചോദ്യം ചെയ്യാതെയുള്ള ഒരു അനുസരണമായിരുന്നു. അനുസരണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനുസരണത്തിന് അതിരുകളില്ല. മരണമാണ് അതിൻ്റെ അന്ത്യം. അതിനിപ്പുറത്ത് ഒരിടത്തും എത്രത്തോളം അനുസരിക്കണം എന്ന് പറഞ്ഞൊരു ചോദ്യമില്ല. നമ്മൾ പലപ്പോഴും ചോദിക്കും, എത്രയാണെന്ന് വെച്ചാൽ അനുസരിക്കുന്നത്, ഇല്ലേ? അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല. കാരണം എത്ര വരെയാണ് അനുസരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ക്രൂശിലെ മരണത്തോളം. അതിനിപ്പുറത്ത് അനുസരണത്തിൽ നിന്ന് മാറുവാനായിട്ട് യാതൊരു അവകാശവും നമുക്കില്ല. കാരണം ഒരു വ്യക്തി ദൈവത്തിൽ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വിശ്വസിക്കേണ്ടത് ദൈവത്തിൻ്റെ സോവറിറ്റിയിലാണ്, അവൻ്റെ പരമാധികാരത്തിലാണ്. അതായത് ദൈവത്തിന് എന്നെ എന്തും ചെയ്യാനുള്ള അവകാശം ഉണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ അനുസരണത്തിലേക്ക് പ്രവേശിക്കുന്നത്. സോ വെൻ ഐ ടേക്ക് മൈ ക്രോസ്, ഞാൻ എൻ്റെ ക്രൂശ് എടുക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറയാണ്, പുത്രൻ ക്രൂശിലെ മരണത്തോളം അനുസരിച്ചെങ്കിൽ ഞാനും ക്രൂശിലെ മരണത്തോളം എൻ്റെ അനുസരണത്തിന് യാതൊരു മുടക്കവും വരുത്തുകയില്ല. അപ്പോൾ ക്രോസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായ അനുസരണമാണ്. എത്രത്തോളം? മരണം വരെയുള്ള അനുസരണം. എങ്ങനെ എന്ത് കാര്യങ്ങൾ എന്നെ തകർക്കുന്നത് താതന് ഇഷ്ടമാണെങ്കിൽ, നമ്മൾ പലപ്പോഴും പാട്ടൊക്കെ എന്നെ തകർക്കുന്നത് താതന് ഇഷ്ടമാണെങ്കിൽ അവൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. തകർക്കപ്പെടുവാനുള്ള, അപ്പോഴും എതിർത്തൊന്നും മിണ്ടാതിരിക്കുന്ന, അതാണ് അനുസരണത്തിൻ്റെ പ്രത്യേകത. ചോദ്യങ്ങളില്ലാത്ത, there is no questions, ഒരു ചോദ്യവുമില്ല. അബ്രഹാമിനോട് ദൈവം എന്താണ് പുത്രനെ നൽകുവാൻ പറഞ്ഞപ്പോൾ അവൻ ചോദ്യം ചോദിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ ചോദ്യങ്ങളില്ലാതെ അനുസരിക്കുമ്പോൾ മാത്രമേ ക്രോസ് എക്സ്പീരിയൻസ് നമ്മൾ പ്രായോഗികമാക്കുന്നുള്ളൂ. ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒടുവിൽ പിന്നെ ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, ഒരു ഫ്രേസ് ഇങ്ങനെയുണ്ട്, രണ്ട് രീതിയിലാണ് നമ്മളുടെ പ്രാർത്ഥന. മെനി ടൈംസ് സം പീപ്പിൾ സേ, ലോർഡ് ലെറ്റ് ദൈ വിൽ ബി ഡൺ. ചിലരുടെ പ്രാർത്ഥന ഇതാണ്, കർത്താവേ നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. ചിലരുടെ പ്രാർത്ഥന കഴിയുമ്പം ദൈവം പറയും, എന്നാ പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ. ചിലർ പറയുന്നത്, കർത്താവേ നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ. മറ്റു ചിലർ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കർത്താവ് പറയും, എന്നാ പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ. ദൈവം അവനോട് പറയും, പ്രാർത്ഥിക്കുന്നതോട്, എന്നാ പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ. ഇപ്പം ഇതിനകത്ത് ഏത് കൂട്ടത്തിലാണ് നമ്മളെന്നുള്ളതാണ്. ഇഫ് യു ട്രൂലി ഒബേ ഗാഡ്, നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്? You are a sovereign God. You have all the right to do anything. Even if I am broken, I don't care. Even if I am dying, I don't care. ക്രൂശിലെ മരണത്തോളം ഞാൻ അനുസരണമുള്ളവനായിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും സെൽഫിനെ കയറ്റി വെക്കത്തില്ല. കാര്യം ഇനി എനിക്ക് സെൽഫിനെ അനുസരിക്കാൻ കഴിയത്തില്ല. എൻ്റെ കാർണൽ സെൽഫിന് ഞാൻ അനുസരിക്കാനോ ആ കസേര കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. നമുക്ക് മാക്സിമം, ചിലർ പറയും, ബ്രദറെ ഭയങ്കര പ്രയാസമാണ് പാപത്തോട് എതിർത്ത് നിൽക്കാൻ. യെസ്, അത്ര ഈസി ഒന്നുമല്ല. പക്ഷേ പാപത്തോട് എതിർത്ത് നിൽക്കുന്നതിൽ മാക്സിമം സംഭവിക്കാനുള്ളത് എന്താണ്? മരണം. അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. നിങ്ങൾ പാപത്തെ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടൊരാൾ പാപം ചെയ്യിക്കാൻ പരിശ്രമിച്ചു, നിങ്ങൾ ചെയ്യത്തില്ലെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് എന്ത് സംഭവിക്കാനാണ്? ഇറ്റ് ഇസ് ഡെത്ത്. അതിൽ കൂടുതലൊന്നുമില്ല, ഇല്ലേ? പക്ഷേ അപ്പോഴും ദൈവത്തിന് മാത്രം അനുസരണം കൊടുക്കുന്ന ആളായിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ക്രോസ് എക്സ്പീരിയൻസ് കൃത്യതയുള്ളതാകുന്നുള്ളൂ. ഇനി നമ്മൾ ഗലേഷ്യൻസ് ചാപ്റ്റർ 5:11 വായിക്കുമ്പോൾ, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ 1-2 വാക്കുകൾ മാത്രമാണ്. ക്രോസ് ഈസ് എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. അത് ക്രൂശിൻ്റെ ഇടർച്ച, ക്രൂശിൻ്റെ ഉപദ്രവം, ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. ക്രൂശിൻ്റെ ഇടർച്ച, ഗലേഷ്യൻസ് ചാപ്റ്റർ 5:11 അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്ത്? അങ്ങനെയെങ്കിൽ ക്രൂശിൻ്റെ ഇടർച്ച
നീങ്ങിപ്പോയല്ലോ. ക്രോസ് ഈസ് എ സ്റ്റംബിളിംഗ് ബ്ലോക്ക്. ക്രോസ് അനുസരണത്തിൻ്റെ സിമ്പലാണ്. പക്ഷേ അതേപോലെ തന്നെ ക്രോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന് ഒരു ഇടർച്ചക്കല്ലാണ്. ഒരു സ്റ്റംബിളിംഗ് ബ്ലോക്കിൻ്റെ പ്രത്യേകത എന്താണ്? സുഗമമായ നടത്തത്തിന് തടസ്സം വരുത്തുന്നതിനെയാണ് നമ്മൾ വാസ്തവത്തിൽ പറയുന്നത് എന്ത്? ഇടർച്ച എന്ന് പറയുന്നത്. ഇഫ് യു ആർ ടേക്കിംഗ് അപ്പ് യുവർ ക്രോസ്, പിന്നെ നമ്മുടെ യാത്ര വളരെ പതിയായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അത്ര സുഗമമായ നിലയിൽ പോകാൻ പലപ്പോഴും കഴിയത്തില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ പോകാൻ കഴിയത്തില്ല. ഇടയ്ക്ക് പല ഇടർച്ച കല്ലുകൾ വന്ന് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം ഈ ക്രോസ്, ഇഫ് യു ആർ നോട്ട് പ്രീച്ചിങ് ക്രോസ്, യു വിൽ ബി അക്സെപ്റ്റഡ് എവരിവെയർ. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്, ക്രൂശ് പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയും അക്സെപ്റ്റൻസ് കിട്ടും. ഇന്നത്തെ ക്രൂസൈഡുകാർക്ക് ഇത്രയും അക്സെപ്റ്റൻസ് കിട്ടാൻ കാര്യം എന്താണെന്നറിയാമോ? ദേ ആർ നോട്ട് പ്രീച്ചിങ് ക്രോസ്. ഇവരെ ക്രൂസൈഡ് എന്നുള്ള പേര് തന്നെ മാറ്റണം. കാര്യം ക്രൂസൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സേസ് അബൌട്ട് ക്രോസ്, ബട്ട് ദേ നെവർ പ്രീച്ച് ദ ക്രോസ്. പിന്നെ ഇതിനെ എങ്ങനെ ക്രൂസൈഡ് എന്ന് പേര് വിളിക്കുന്നത്? വല്ല ക്രൗണൈഡെന്ന് വല്ലതും വിളിക്കണം. കാര്യം അവർ പ്രസംഗിക്കുന്ന മുഴുവൻ ക്രൗൺ കിട്ടുമെന്നാണ്. ക്രൂസൈഡ് എന്ന് വിളിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്താ ആവശ്യമായിരിക്കുന്നത്? യു നീഡ് ടു പ്രീച്ച് ദ ക്രോസ്. അല്ലെങ്കിൽ ആർക്കാണ് യേശുവിനെ അംഗീകരിക്കാൻ പ്രയാസം? യേശുവിനെ ഒരു റബിയായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ യാതൊരു യഹൂദനും പ്രയാസം ഉണ്ടാകുമായിരുന്നില്ല. റൈറ്റ്? ഒരു ജൂയിഷ് റബിയായിട്ട് യേശുവിനെ അംഗീകരിക്കാനായിട്ട് ആർക്കും പ്രയാസം ഉണ്ടാകുമായിരുന്നില്ല. പരിച്ഛേദനയേറ്റ് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന യഹൂദൻ യേശു ക്രിസ്തുവിലൂടെ വിശ്വസിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആർക്കും പ്രയാസം ഉണ്ടാകുമായിരുന്നില്ല. ഇതാണ് വാസ്തവത്തിൽ ഗലാത്യ ലേഖനത്തിൻ്റെ പശ്ചാത്തലം. അതായത് പീപ്പിൾ വേർ യഹൂദന്മാരായ ആളുകൾ വന്ന് ഗലാത്യയിലെ വിശ്വാസികളോട് നിങ്ങൾ പരിച്ഛേദന ഏൽക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ്? അവർക്ക് യഹൂദന്മാരുടെ പള്ളിയിലും പോകണം, എന്താണ്, കൂട്ടായ്മയ്ക്കും പോകണം. രണ്ടിടത്തും കൂടി ഒരുമിച്ച് നടക്കാനുള്ള ആഗ്രഹത്തിൻ്റെ കാര്യത്തിലാണ്. പള്ളിയിലും വേണം, കൂട്ടായ്മയിലും വേണം, രണ്ടിടത്തും കോംപ്രമൈസ് ചെയ്ത് പഴയ സമൂഹത്തോട് ചേരാൻ പരിശ്രമിക്കുന്ന ആളുകൾ ക്രോസ് എടുക്കാനായിട്ട് തയ്യാറില്ലാത്തവരാണ്. ഇപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കണം, എ നോർമൽ ഹിന്ദു ക്യാൻ അക്സെപ്റ്റ് ഓൾമോസ്റ്റ് എവറിതിങ് ദാറ്റ് ജീസസ് സെഡ്. ഒരു നോർമൽ ഹിന്ദുവിന് യേശു പറഞ്ഞ മിക്കവാറുള്ള എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ക്രോസ് എടുക്കാൻ അവന് പ്രയാസമാണ്. ഒരു നോർമൽ ഹിന്ദുവിന്, ഒരു നോർമൽ ഇന്ത്യന് നിങ്ങൾ പറയുന്ന ക്രൂസൈഡിൽ വന്നാൽ ഒരു പ്രയാസം ഉണ്ടാകത്തില്ല. ഞാൻ നടന്ന ഒരു എക്സ്പീരിയൻസ് പറയാം. നടന്ന കാര്യം, ബോംബെയിലെ ഒരു ക്രൂസൈഡിൽ വെച്ച് ഒരു സിഖുകാരൻ്റെ കാല് വളഞ്ഞിരുന്നത്, അത് നേരെയായി. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഒരു ഉപദേശിയാണ്. അദ്ദേഹം ഇവനെ ഇങ്ങനെ നോക്കി വെച്ചിരുന്നു. ഒരു ദിവസം നോക്കിയപ്പോൾ ഇവൻ ഗുരുദ്വാരയിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഈ ഉപദേശി നേരെ ഇവനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ നീ അല്ലയോ ഈ ഇന്നാളത്തെ ക്രൂസൈഡിന് വന്ന് നിന്റെ കാല് വളഞ്ഞതായിരുന്നു, നേരെയായിരുന്നെന്ന് പറഞ്ഞത്? അതെ സാറേ, അതെ ഞാൻ തന്നെയാണ്. അത് ശരിയാണോ നീ പറഞ്ഞു? അയ്യോ ശരിയല്ലേ, വളഞ്ഞിരുന്നതല്ലേ എൻ്റെ കാല്, ഇപ്പം നോക്ക് ഇത് നേരെയായില്ലേ. ആരാടാ സൗഖ്യമാക്കിയത്? യേശു. അല്ലാതെ ആരാ? പിന്നെ നീ എന്തിനാണ് ഇപ്പം ഗുരുദ്വാരയിൽ പോയി? അത് പിന്നെ സാറേ ഞാൻ കൊച്ചിയിൽ കെട്ടിവിടല്ലേ സാറേ പോകുന്നത്. അതായത് കാല് വളഞ്ഞത് നേരെയാകാൻ യേശു, പ്രാർത്ഥിക്കാൻ ഗുരുദ്വാര. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, ഇതാണ് ക്രൂസൈഡിൽ മിക്കപ്പോഴും നടക്കുന്ന കാര്യം. യേശു സൗഖ്യമാക്കിയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, യേശു സൗഖ്യമാക്കി. പക്ഷെ ക്രോസ് പ്രസംഗിക്കാഞ്ഞത് കൊണ്ട് അവൻ ഇപ്പോഴും എവിടെ തന്നെയാണ്? ഗുരുദ്വാരയിലാണ്. ഇത് നടന്ന സംഭവമാണ്. ഇറ്റ്സ് നോട്ട് എ ജോക്ക്, ദിസ് ഇസ് ലിറ്ററലി ഹാപ്പൻ. ഇത് അതേപോലെ തന്നെ സംഭവിച്ച ഒരു കാര്യമാണ്. ക്രൂശ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ടെൽ യു, ക്രൂശ് എപ്പോഴും നമ്മളെ നമ്മുടെ പഴയ ലോകത്തിൽ നിന്ന് വേർപെടുത്തുകയാണ്. സെപ്പറേഷൻ. ഈ ഉപദേശം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സെപ്പറേഷൻ. പഞ്ചാബിലൊരു ക്രൂസൈഡ് നടത്തിയാൽ പഞ്ചാബിലെ 3 സ്റ്റേറ്റ്, ഞാൻ പഞ്ചാബിൽ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, 3 ഡിസ്ട്രിക്റ്റുകളിലാണ് ക്രിസ്ത്യാനികൾ കൂടുതൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ളത്. ആ 3 ഡിസ്ട്രിക്റ്റുകളിൽ, അതായത് ലുധിയാന, അമൃത്സർ, പത്താൻകോട്ട്, ആ ഏരിയ വരുന്ന അവിടെ ഈ സ്ഥലങ്ങളുണ്ടല്ലോ, ഇവിടെ നിങ്ങൾ എവിടെ ഒരു ക്രൂസൈഡ് നടത്തിയാലും എന്തോ നടത്തിയാലും ഈ സിഖുകാരെല്ലാവരും വരും, ഇഷ്ടം പോലെ ഗോതമ്പ് കൊണ്ട് നമുക്ക് തരും. പക്ഷേ നമ്മുടെ മീറ്റിംഗ് നടത്താൻ ഗോതമ്പ് കൊണ്ട് തന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇവരാരും രക്ഷിക്കപ്പെട്ട നിങ്ങളൊന്നും ചിന്തിക്കേണ്ട. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ മനസ്സിൻ്റെ ഒരു നന്മയാണ്. അവരുടെ മനസ്സിലെല്ലാം അങ്ങനെ ഒരു ചിന്തയുണ്ട്. എന്താ? അവരുടെ ഒരു മാനുഷിക നന്മയാണ്. അവർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. ആ മാനുഷിക നന്മ എപ്പോഴാണ് പ്രശ്നത്തിലാകുന്നതെന്ന് ചോദിച്ചാൽ, വെൻ യു പ്രീച്ച് ദ ക്രോസ്. അതുകൊണ്ടാണ് ക്രോസ് പ്രസംഗിക്കേണ്ടതിൻ്റെ ആവശ്യകത. ക്രോസ് ഈസ് എ കോസ് ഫോർ സെപ്പറേഷൻ. നമ്മൾക്കൊരു വേർപാട്. ക്രൂശ് നമ്മെ ലോകത്തിൽ നിന്ന് വേർതിരിക്കുന്നു, നമ്മുടെ സമുദായത്തിൽ നിന്ന് വേർതിരിക്കുന്നു, നമ്മുടെ പഴയ സമൂഹത്തിൽ നമ്മളെ വേർതിരിക്കുന്നതാണ് ശരിക്കും ക്രോസ് എന്ന് പറയുന്നത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അവിടെ വേറൊരു വാക്കോടെ നമ്മൾ കാണുന്നുണ്ട്. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. യഹൂദന്മാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവർ. എന്നാണെന്നറിയാമോ? ജഡത്തിൽ സുമുഖം കാണുവാൻ ഇച്ഛിക്കുന്നതെന്ന് പറയുന്നത് ഇവർക്ക് എല്ലാവരെയും വേണം. ഇവർക്ക് യഹൂദനെയും വേണം, ക്രിസ്ത്യാനിയെയും വേണം, യേശുവിനെയും വേണം, റബ്ബിമാരെയും വേണം, എല്ലാവരെയും വേണം. ഇതുപോലെ ഇന്നും ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ബാറ്റ്സിൻ്റെ കാര്യം നമ്മൾ പറയുമല്ലോ, വാവലുകൾ മൃഗങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ പല്ല് കാണിക്കും, എന്താണ്, പക്ഷികളുടെ അടുത്ത് ചെല്ലുമ്പോൾ
ചിറക് കാണിക്കുന്ന ഒരു സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്ന എത്ര കാലം നിൽക്കും? എൻ്റെ ചോദ്യം അതാണ്. ക്രോസ് എപ്പോഴും എന്ത് ചെയ്യുന്നു? നമ്മളെ വേർതിരിക്കുകയാണ്. ക്രോസ് ഈസ് ദ യുണീക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇഫ് ഹി വാസ് നോട്ട് ക്രൂസിഫൈഡ്, ജീസസ് വുഡ് ഹാവ് ബീൻ ഓൺലി ആൻ ഓർഡിനറി റിലീജിയസ് ലീഡർ. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരുന്നില്ലായിരുന്നെങ്കിൽ ലോകത്തിലെ വേറെ ഏതെങ്കിലും റിലീജിയസ് ലീഡറെ പോലെയൊക്കെ ഉള്ളൂ യേശു, അല്ലാതെ എന്താ ഉള്ളത്? പക്ഷേ എന്താണ് യേശുവിൻ്റെ യുണീക്നെസ്? ഇറ്റ് ഈസ് ഹിസ് ക്രോസ്. ഇന്ന് യേശു എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നു. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് നിങ്ങളെ പ്രസംഗിക്കാൻ വിളിച്ചാൽ യേശുവിൻ്റെ ഒരു വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് അവിടെ പ്രസംഗിച്ചെന്ന് നിങ്ങൾ ഇറക്കി വിടത്തൊന്നുമില്ല. പക്ഷേ യേശുവിൻ്റെ ക്രൂശ് പ്രസംഗിച്ചാൽ നിങ്ങളെ തീർച്ചയായിട്ടും ഇറക്കി വിടും. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? യുണൈറ്റഡ് നേഷൻസിലെ ഗിരിപ്രഭാഷണത്തിലെ ഒരു കണ്ണിക മുഴുവൻ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആരും എന്ത് ചെയ്യത്തില്ല? ഇറക്കി വിടത്തില്ല. ദേ അപ്രീഷിയേറ്റ് ഇറ്റ്. ഇറ്റ് ഈസ് ഗുഡ്, ഗ്രേറ്റ് എന്ന് പറയും. പക്ഷേ ക്രോസ് പ്രസംഗിച്ച് പോയാൽ ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. നിങ്ങൾ യോഗത്തിന് പോയെന്ന് പറഞ്ഞുകൊണ്ടോ കൺവെൻഷന് പോയെന്ന് പറഞ്ഞുകൊണ്ടോ ക്രൂസൈഡിന് പോയെന്ന് പറഞ്ഞുകൊണ്ടോ ആരും ഇന്ന് ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല. എന്നൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടേണ്ടതിന്, ക്രിസ്തുവിനോട് ചേരേണ്ടതിന് നിങ്ങൾ സ്നാനക്കുളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർന്നു. ഇറ്റ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. ക്രൂശ് യവനന്മാർക്ക്, കർത്താവ് പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, യവനന്മാർക്ക് ഭോഷത്വവും യഹൂദന്മാർക്ക് ഇടർച്ചയും. യവനന്മാർക്ക് അല്ലെങ്കിൽ ഗ്രീക്കുകാർക്ക് ഇതൊരു ഭോഷത്വമായിട്ടേ തോന്നിയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ how can you say that a man who crucified, a man who died on a cross is the savior of the world? അതെങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത്? ഇറ്റ് ഈസ് ഫൂളിഷ്നെസ്. അവർക്കത് ഫൂളിഷ്നെസ് ആയിരുന്നു. പക്ഷേ യവനന്മാർക്ക് അത് ഫൂളിഷ്നെസ് ആയിരുന്നെങ്കിൽ യഹൂദന്മാർക്ക് ഫൂളിഷ്നെസ് മാത്രമല്ല, അതൊരു ഇടർച്ചയുമായിരുന്നു. ഇറ്റ് വാസ് എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 22-23 ആണ് ഞാൻ വായിച്ചത്. ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ തന്നെ പലപ്പോഴും ഇടർച്ച കൊണ്ടുവരുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന് 34 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട്. ക്രൂശ് മനുഷ്യരെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അവൻ ഇരുപക്ഷത്തെയും യോജിപ്പിച്ചു. ക്രൂശ് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ യോജിപ്പിച്ചു. അതേപോലെ ക്രൂശ് എന്ത് ചെയ്തു? മനുഷ്യനെയും തമ്മിൽ യോജിപ്പിച്ചു. അതൊരു വശം. എന്നാൽ ഇതേ ക്രൂശ് തന്നെ അതിൻ്റെ പിന്നാലെ ഇറങ്ങിപ്പുറപ്പെടുന്നു. അല്ലെങ്കിൽ വൺസ് യു ഡിസൈഡ് ടു ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് വൺസ് യു വാണ്ട് ടു ബി ക്രൂസിഫൈഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്, യു നോ വാട്ട് ഹാപ്പൻസ്? ക്രൂശ് വാൾ കൊണ്ടുവരികയാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അതിൻ്റെ 34 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. മനുഷ്യൻ തൻ്റെ അപ്പനോടും മകൾ അമ്മയോടും മരുമകൾ അമ്മാവിയമ്മയോടും ഭേദിപ്പാൻ അത്ര ഞാൻ വന്നത്. കർത്താവ് പറയാണ്, നമുക്ക് ഭയങ്കരമായിട്ട് സംശയം ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എന്താ കർത്താവ് പറയുന്നത്? കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് വാളും കൊണ്ടാണ്. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു നിങ്ങൾ നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ വന്നത്. 36-ാമത്തെ വാക്യത്തിൽ മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളാകും. എപ്പോൾ മനുഷ്യൻ്റെ വീട്ടുകാർ അവൻ്റെ ശത്രുക്കളാകും? 32-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നത്. 32-ൽ നമ്മൾ കാണുന്ന കർത്താവ് പറയാണ്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെയോ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളി പറയും. അപ്പോൾ ഏറ്റുപറയാൻ തുടങ്ങുമ്പോഴാണ് ശത്രുത്വം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പണ്ട് ഈ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ഒറീസയിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് മധ്യപ്രദേശിലും ഒത്തിരി ക്രിസ്ത്യൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ സമയത്ത് ഞങ്ങളുടെ ദമോയിലുണ്ടായിരുന്ന ബർന്നവാസ് എന്ന ഞങ്ങളുണ്ട്, അവിടെ കോളേജ് പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറാണ്, ഞങ്ങളുടെ ചർച്ചിലെ മെമ്പറാണ്. അദ്ദേഹത്തോട് അവിടുത്തെ ഒരു നോമിനൽ ചർച്ചിൽ ഒരാൾ പറഞ്ഞു, സാറേ കണ്ടില്ലേ എല്ലായിടത്തും വലിയ പീഡനം ഉണ്ടാകുക സാറേ, ക്രിസ്ത്യാനികളെ എല്ലാവരും പീഡിപ്പിക്കുക. എന്നെ ബർന്നവാസങ്ങളെ ചോദിച്ചു, അതിന് നീ എന്തിനാണ് പേടിക്കുന്നത്? ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് നീ എന്തിനാണ് പേടിക്കുന്നത്? നീ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ ഇത്രയും കാലമായിട്ട്? നീ ആരോടെങ്കിലും നീ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. പിന്നെ നീ എന്തിനാണ് പേടിക്കുന്നത്? നിനക്കൊന്നും പറ്റത്തില്ല, നീ പേടിക്കൊന്നും വേണ്ട. എപ്പോഴാണ് പേടിക്കേണ്ടത്? വെൻ യു സ്റ്റാർട്ട് വിറ്റ്നസിങ് ജീസസ്. അല്ലെങ്കിൽ എന്തോന്ന് പ്രശ്നം? നിങ്ങൾ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു പീഡനം ഉണ്ടാകത്തില്ല. പക്ഷേ വൺസ് യു സ്റ്റാർട്ട് വിറ്റ്നസിങ് ജീസസ്, യു നോ വാട്ട് ഹാപ്പൻസ്? മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളാകും. ഇത് നമ്മൾ ക്രൂശ് ഉപദ്രവം കൊണ്ടുവരുന്നതാണ്. നമ്മൾ ക്രൂശിൻ്റെ ഉപദ്രവം നമ്മൾ ഗലേഷ്യൻസിൽ നമ്മൾ കണ്ട വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ പള്ളികളിലേക്ക് നമ്മളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ടാകുന്നത് എന്താണ്? വെൻ യു ആർ റെഡി, വെൻ യു ആർ ടേക്കിംഗ് അപ്പ് യുവർ ക്രോസ്, വെൻ യു ടേക്ക് യുവർ ക്രോസ്, നിങ്ങളുടെ ക്രൂശ് എടുക്കുമ്പോഴാണ്. എന്നാൽ ഒരു കാര്യം, ക്രൂശ് എടുക്കുന്നവൻ മരണത്തെ പേടിക്കത്തില്ല. കാരണം ക്രൂശ് എടുക്കുന്നവൻ അവൻ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. കാരണം ക്രൂശ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്?
മരണമാണ്. ക്രൂശ് എടുത്തവൻ മരണത്തെ പേടിക്കത്തില്ല. ക്രൂശ് എടുത്തവൻ ഉപദ്രവം വന്നു എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഓടിപ്പോകത്തില്ല. ഉപദ്രവത്തിൻ്റെ സമയത്ത് ഓടിപ്പോകുന്നവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്രോസ് എന്ന് തിരിച്ചറിയാത്തവനും യേശുവിൻ്റെ ക്രൂശ് എടുത്തിട്ടില്ലാത്തവനുമാണ്. അല്ലാതെ ആരും ഓടിപ്പോകത്തില്ല. എപ്പോഴാണ് ഓടിപ്പോകുന്നത്? when you fear death, if you do not fear death, you fear nothing. മരണത്തെ പേടിക്കാത്തവൻ ഒന്നിനെയും പേടിക്കുന്നില്ല. മരണത്തെ പേടിക്കുന്നവൻ നിഴലിനെ പോലും പേടിക്കും. റൈറ്റ്? അപ്പോൾ മരണത്തെ പേടിക്കാതിരിക്കണമെങ്കിൽ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്റ്റേജാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ലൂക്കിൽ നമ്മൾ നേരത്തെ വായിച്ച ഭാഗത്ത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 37-38 വാക്യങ്ങളിൽ എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. ഒരു ദിവസം ഇപ്പോഴല്ല, കല്യാണം കഴിച്ച സമയത്ത് ജെസി ഈ വാക്യം വായിച്ചത് ഇതിനകത്ത് ഭാര്യയുടെ കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഈ പുസ്തകം വായിക്കുമ്പോഴത്തേക്ക് ഒരു സൈഡ് മാത്രം വായിച്ചാൽ പോരാ, ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം ഒന്ന് വായിക്കുക, അവിടെ ഭാര്യയോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ ഭാര്യയെയോ മക്കളെയോ സഹോദരനെയോ സഹോദരിയെയോ പകയ്ക്കാതെ, അല്ലെങ്കിൽ പകയ്ക്കാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നേക്കാൾ അധികം അവരെ സ്നേഹിക്കുന്നുവെങ്കിൽ യു കനോട്ട് ബി എ ഡിസൈപ്പിൾ ഓഫ് മൈൻ. ഡിസൈപ്പിൾ ഓഫ് മൈൻ. ഓക്കെ? അപ്പോൾ ഇഫ് യു വോണ്ട് ടു ബി a real Christian, you need to be crucified with Christ. If you are crucified with yours, I mean if you are on a cross, if you have taken your cross, നിങ്ങളുടെ ക്രൂശ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തുണ്ട്? ഉപദ്രവം ഉണ്ട് എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ യേശുവിൻ്റെ പിന്നാലെ പോകേണ്ടത്. അടുത്തതായിട്ട്, യു കനോട്ട് ക്രൂസിഫൈ യുവർ സെൽഫ്. അതൊരു വലിയൊരു സ്പിരിച്വൽ ട്രൂത്താണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ക്രൂശിക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ള എല്ലാ കാര്യവും നമുക്ക് വേണമെങ്കിൽ നമുക്ക് കഴുത്തറത്ത് ചിലപ്പോൾ ചാകാൻ പറ്റുന്നിരിക്കും, പിച്ചാത്തി കൊണ്ട് വേണമെങ്കിൽ സ്വയം അങ്ങ് കുത്താൻ പറ്റുന്നിരിക്കും, അല്ലെങ്കിൽ സൈലൻസ് അല്ലെങ്കിൽ ഒരു തോക്ക് വെച്ച് നമുക്ക് വെടിവെച്ചിക്കാൻ പറ്റുന്നിരിക്കും. ഈവൻ യു ക്യാൻ ഹാങ് യുവർ സെൽഫ്, ബട്ട് യു കനോട്ട് ക്രൂസിഫൈ യുവർ സെൽഫ്. എന്താ ഇതിൻ്റെ ആത്മീകമായ യാഥാർത്ഥ്യം? ആത്മീയ യാഥാർത്ഥ്യം മറ്റൊന്നുമല്ല, നമ്മളെ ക്രൂശിക്കുവാനുള്ള കർത്താവ് പറഞ്ഞില്ല, ഞാൻ ഭൂമിയിൽ വാൾ കൊണ്ടുവന്നിരിക്കുന്നു. ഏറ്റവും വലിയ തമാശ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാൾ കൊണ്ടുവന്ന് എൻ്റെ കയ്യിലല്ല തന്നേക്കുന്നത്, എൻ്റെ ശത്രുവിൻ്റെ കയ്യിലാണ് കൊടുത്തേക്കുന്നുള്ളതാണ്. യു അണ്ടർസ്റ്റാൻഡ്? കർത്താവ് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ വാൾ കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷേ വാൾ കൊണ്ടുവന്നിട്ട് കർത്താവ് വാള് എൻ്റെ തന്നിട്ടില്ല, ആരുടെ കൊടുത്തിരിക്കുക? എന്നെ വെട്ടാൻ എൻ്റെ ശത്രുവിൻ്റെ കൊടുത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ ക്രൂശിക്കാനുള്ള ആണി ആരുടെ കയ്യിലാണ്? ശത്രുവിൻ്റെ കയ്യിലാണ്. കാര്യം ശത്രുവിൻ്റെ കയ്യിൽ കർത്താവ് കൊടുത്തിരിക്കുകയാണ് ആണി. എന്തിന്? നമ്മളെ ക്രൂശിക്കാൻ. അപ്പോൾ എന്താ നമുക്ക് ചെയ്യേണ്ടത്? ക്രൂശിക്കുവാൻ ദൈവം ആളുകളെ ഒരുക്കുകയാണ്. എന്നെ ക്രൂശിക്കാനുള്ള ക്രൂശ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ആണിയും മുൾക്കിരീടവും വിലാപ്പുറത്ത് കുത്തി മുറിവേൽപ്പിക്കാനുള്ള കുന്തവും എല്ലാം ആരുടെ കയ്യിലാണ്? ശത്രുവിൻ്റെ കയ്യിലാണ്. അപ്പോൾ നിങ്ങളെ ക്രൂശിക്കാൻ ദൈവം ആണി കൊടുത്തിട്ടുള്ള ശത്രുക്കൾക്കായിട്ട് നിങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യാൻ പഠിക്കണം. മിക്ക സമയത്തും കയ്യിലോട്ട് ആണി അടിക്കുമ്പോൾ, കർത്താവ് ഇവൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മിക്കവാറും ക്രൂശിക്കപ്പെടത്തില്ലായിരുന്നു. അതുകൊണ്ട് ക്രൂശിക്കപ്പെടാനായിട്ട് ഒരാണി ഇവൻ്റെ കൊടുത്തതിനായി ആ ആണിക്കായി സ്തോത്രം ചെയ്യാനൊക്കെ പഠിക്കണം. കാര്യം ക്രോസ് എക്സ്പീരിയൻസ് ഒരു ഭയങ്കര ഒരു ഗ്ലോറിയസ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ കണ്ടു. അതുകൊണ്ട് നമ്മളെ അടിക്കാനുള്ള ആണി ആരുടെ കൊടുത്തിരിക്കുക? ശത്രുവിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. സി, ദാറ്റ്സ് എ സ്പിരിച്വൽ ട്രൂത്ത്. ദെൻ ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പോട്ടെ. ക്രോസ് ഈസ് ദി എൻഡ് ഓഫ് സിൻ. പാപത്തിൻ്റെ അവസാനമാണ് വാസ്തവത്തിൽ ക്രൂശ് എന്ന് പറയുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, ജഡത്താലുള്ള ബലഹീനത നിമിത്തം മാനുഷികതയിൽ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അതായത് പാപത്തിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അതിനെ ശിക്ഷ വിധിച്ചു. എന്തായിരുന്നു ശിക്ഷ? ദാറ്റ് വാസ് ക്രോസ്. പാപത്തിന് ഇനി എന്നുമേൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ജഡത്തിൽ എന്ത് ചെയ്യണം? പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഈ പാപം കറപ്റ്റ് ആക്കിയിട്ടുള്ള ജഡത്തെ തന്നെ ഇവിടെ കൊണ്ട് എന്ത് ചെയ്യാണ്? ക്രൂശിലാണ്. ക്രൂശ്, ആ ക്രൂശിൻ്റെ പാപത്തിൽ നിന്ന്, ജഡത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, വീണ്ടും നമുക്ക് ആ ഭാഗങ്ങളെക്കുറിച്ച് സമയമുണ്ടെങ്കിൽ പോകാം. അങ്ങനെ ആ പാപത്തിൽ നിന്നും, ജഡത്തിൽ നിന്നും, ലോകത്തിൽ നിന്നും നമ്മളെ വിടുവിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാനായിട്ട് എന്ത് ചെയ്തേ പറ്റുള്ളൂ? വെൻ യുവർ കാർണൽ സെൽഫ് ഈസ് ക്രൂസിഫൈഡ്, യു ആർ ഫ്രീഡ് ഫ്രം ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. സോ നമ്മുടെ നമുക്ക് ഉള്ള അല്ലെങ്കിൽ നമ്മളെ പാപത്തിലേക്ക് വീഴിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ പാപത്തിൽ വീണു പോകാതിരിക്കാൻ, നമ്മുടെ പാപത്തിൻ്റെ അന്തിമത, അല്ലെങ്കിൽ അതിനപ്പുറത്ത് എന്താണ്? വി ആർ ഫ്രീഡ് ഫ്രം സിൻ. പാപത്തെ മാറ്റി നിർത്തുന്നത് അത് ക്രോസാണ്. ക്രൂശിൽ കിടന്നുകൊണ്ട് മാത്രമേ നമുക്ക് പാപത്തിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടുവാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഇന്നലെ വായിച്ച വേദഭാഗം ഉണ്ടല്ലോ, യേശു കർത്താവ് എന്താണ്? കൊലോസിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 15 ക്രൂശിൽ അവരുടെ മേൽ
ജയോത്സവം കൊണ്ടാടി പ്രൊക്ലെയിം യുവർ വിക്ടറി ഓൺ ദ ക്രോസ്. ഈ വേറെ ഒരു മാർഗവുമില്ല. വാഴ്ചകളെയും അധികാരവർഗങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. പ്രിയമുള്ളവരെ, വാഴ്ചകളെയും അധികാരവർഗങ്ങളെയും ആയുധവർഗം വെപ്പിക്കാൻ പ്രെയർ വാക്ക് നടത്തിയാൽ പോരാ. നമ്മുടെയൊക്കെ ചിന്ത അതാണ്. ദേശാധിപതികളെ ബന്ധിക്കാനായിട്ട് അമ്പലത്തിൻ്റെ ചുറ്റും 16 പ്രാവശ്യം നടന്ന ഉടനെ അങ്ങ് പോകുമെന്നാണ് നിങ്ങളുടെ ചിന്ത. വാഴ്ചകളെയും അധികാരവർഗങ്ങളെയും ആയുധവർഗം വെപ്പിക്കണമെങ്കിൽ എന്തോ വേണമെന്നറിയാമോ? ക്രൂശിൽ കയറണം. വാഴ്ചകളെയും അധികാരവർഗങ്ങളെയും ആയുധവർഗം വെപ്പിച്ചത് എവിടെ മാത്രമാണ്? ക്രൂശിൽ. അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. എറണാകുളത്തെ സാത്താനെ ബന്ധിക്കാനായിട്ട് സാത്താൻ്റെ രൂപത്തിലൊരു ബലൂൺ ഉണ്ടാക്കിയിട്ട് പൊട്ടിച്ചു വിട്ടാലൊന്നും സാത്താൻ പോകത്തൊന്നുമില്ല. ക്രൂശിൽ കയറിയാലേ എന്തോ ഉണ്ടാകത്തുള്ളൂ, സാത്താൻ പോകത്തുള്ളൂ. ബലൂൺ പൊട്ടിച്ചാൽ പോരാ. 5 സ്റ്റാർ ഹോട്ടലിൽ മുറി എടുത്തിട്ട് ഒരാഴ്ച ഉപവാസം എടുത്തിട്ട് ഗംഗാനദി കൊണ്ടുപോയി 2 കമ്പൊടിച്ചാൽ ഉടനെ ഒന്നും അവിടുത്തെ സാത്താനൊന്നും പോകത്തൊന്നുമില്ല. ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്ന കാര്യങ്ങളാണ്, നടക്കാത്ത കാര്യങ്ങളല്ല. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നത്. എന്താണ് ഈ ലോകത്തിൻ്റെ വാഴ്ചകളുടെ മേലും അധികാരവർഗത്തിൻ്റെ മേലും അവരെ ആയുധവർഗം വെപ്പിക്കുവാൻ ദൈവം യേശുവിന് കൊടുത്ത അതേ മാർഗം തന്നെയാണ് എനിക്കും തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ ക്രോസ് എക്സ്പീരിയൻസ്. ഞാൻ പറയട്ടെ, പല സമയത്തും നമ്മൾ ഈ സ്പിരിച്വൽ വാർഫെയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പണ്ടും പല സ്ഥലങ്ങളിലും സുവിശേഷ വേല ചെയ്തിട്ട് ഒന്നും നടന്നിട്ടില്ല. ഇന്നും ചില സ്ഥലങ്ങളിൽ സുവിശേഷ വേല ചെയ്യുമ്പോഴത്തേക്ക് ചില സ്ഥലങ്ങൾ വളരെ ഡള്ളായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ പണ്ട് ഒരിടത്ത് സുവിശേഷ വേല ചെയ്തിട്ടൊന്നും നടന്നില്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ പറയുമായിരുന്നു, എന്താ നമ്മുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ കുറവാണ്, നമുക്ക് കൂടുതൽ കഷ്ടപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പ്രാർത്ഥനയിലും അങ്ങനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. അതാണ് നമ്മുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ കുറവാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ കുഴപ്പമാണെന്ന് സമ്മതിക്കുമായിരുന്നു ഒരിടത്ത് സുവിശേഷ വേല ചെയ്തിട്ട് കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ. ഇപ്പം അങ്ങനെയല്ല പറയുന്നത്. ബ്രദർ, ഇതൊന്നും നമ്മുടെ കുഴപ്പമില്ല, ദേശാധിപതിയുടെ പ്രശ്നമാണ് ഇത് മുഴുവൻ. ഇവൻ 4 നേരം കഴിച്ചേച്ച് പോയി കിടന്ന് ഉറങ്ങിയേച്ച് അവിടെ ദേശാധിപതി ഇരിക്കുന്നു, അതുകൊണ്ടാണ് ഇവിടെ സുവിശേഷ വേല നടക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? നീ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അങ്ങോട്ട് നീ കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടുകൂടി ഒരു കാര്യം ചെയ്യ്. ദേശാധിപതി ഒന്നും നിന്നെ ഒന്നും ചെയ്യത്തില്ല. ക്രോസ് എക്സ്പീരിയൻസ്. കഷ്ടം സഹിക്കാനൊന്ന് തയ്യാറാകുക, ഒരു സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകുക. ഹല്ലേലൂയ. നമ്മൾ എവിടെയാണ് ജയോത്സവം കൊണ്ടാടുന്നത്? ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അടുത്തതായിട്ട്, ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ക്രൂശിൻ്റെ പ്രത്യേകതയാണ് എന്താണ്? ഐ എം നെയിൽഡ് ടു എ ക്രോസ്. ആണി അടിച്ചിരിക്കുകയാണ്. എൻ്റെ കയ്യിലും കാലിലും ഒക്കെ ആണി അടിച്ചിരിക്കുകയാണ്. ആണി അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏന്തി വലിഞ്ഞ് ചെല്ലാൻ പറ്റത്തില്ല. ഐ കനോട്ട് ടച്ച് ദ വേൾഡ്. എനിക്ക് ലോകത്തെ തൊടാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? ബിക്കോസ് ഐ എം ക്രൂസിഫൈഡ്. The world is crucified to me and I am crucified to the world. ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആണി അടിച്ച ഒരു സ്റ്റേജാണ്. അതുകൊണ്ട് ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ലോകത്തോട് ഒരു കാര്യവുമില്ല. ബിക്കോസ് ഐ എം ക്രൂസിഫൈഡ് ടു ദ വേൾഡ്. ഇന്നത്തെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ലോകത്തെ ഇന്ന് തൊടാൻ ഒരു പ്രയാസമില്ല. കാരണം എൻ്റെ കയ്യിൽ ആണിയില്ല. ലോകത്തിലേക്ക് നടന്നു ചെല്ലാൻ എനിക്കൊരു പ്രയാസമില്ല. കാര്യം എൻ്റെ കാലിൽ ആണിയില്ല. ലോകത്താൽ ഇന്ന് സ്വാധീനിക്കപ്പെട്ട ഒരു സഭയാണ്, ജനങ്ങളാണ്, വിശ്വാസികളാണ്. വി ആർ റിയലി സ്പർജൻ പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് അറിയാം എന്തുകൊണ്ടാണ് സഭയ്ക്ക് ലോകത്തെ സ്വാധീനിക്കാൻ കഴിയാത്തതെന്ന്. കാരണം സഭ അത്രത്തോളം ലോകത്താൽ സ്വാധീനിക്കപ്പെട്ട് കഴിഞ്ഞു. ലോകത്തെ സ്വാധീനിക്കുവാനാണ്, ലോകത്തെ ട്രാൻസ്ഫോം ചെയ്യുവാനാണ് ദൈവം സഭയെ ലോകത്തിലാക്കിയിരിക്കുന്നത്. പക്ഷേ ലോകം ഇന്ന് സഭയെ ട്രാൻസ്ഫോം ചെയ്തിരിക്കുകയാണ്. Am I right? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇന്ന് ലോകത്തെ വെല്ലുന്ന സൗകര്യങ്ങൾക്കാണ് നമ്മുടെ മോഹം. ഇന്ന് ലോകത്തെ വെല്ലുന്ന പള്ളികൾ നമുക്കുണ്ട്. ലോക സംഗീതത്തെ വെല്ലുന്ന റാപ്പ് മ്യൂസിക്, ക്രിസ്ത്യൻ മ്യൂസിക്സ് ഉണ്ട് നമുക്ക്. ലോകത്തിൻ്റെ മ്യൂസിക്കിനെ വെല്ലുന്ന മ്യൂസിക് നമുക്കുണ്ട്. ലോകത്തിൻ്റെ പള്ളികളെ വെല്ലുന്ന പള്ളികൾ നമുക്കുണ്ട്. ലോകത്തിൻ്റെ പ്രസംഗങ്ങളെ വെല്ലുന്ന പ്രസംഗങ്ങൾ നമുക്കുണ്ട്. വി ഹാവ് എവറിഥിങ്. ലോകത്തെ വെല്ലുന്ന. ഞാൻ ബോംബെയിൽ ഷാരോൺ ചർച്ചസിൻ്റെ ഒരു യൂത്ത് ക്യാമ്പിന് ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഒരു പയ്യൻ അന്ന് ഫ്യൂ ഇയേഴ്സ് ബാക്ക്, മേ ബി 2 years ബാക്ക്, ഹിൽ സോങ്സ് അവിടെ വന്ന് പാട്ട് പാടുന്നുണ്ട്. പക്ഷേ അതിന് വിളിക്കാൻ വന്ന പയ്യൻ, അതായത് ഇൻവൈറ്റ് ചെയ്യാൻ വന്ന പയ്യൻ, വലിയൊരു ക്യാമ്പാണ്, 400 പിള്ളേരുള്ള ഒരു ക്യാമ്പാണ്, യൂത്ത് ക്യാമ്പാണ്. അവിടെ വന്ന് പറഞ്ഞതെന്നറിയാമോ? ഹിൽ സോങ്സിൻ്റെ പാട്ടിന് എല്ലാവരും പറഞ്ഞ കാര്യം എന്നറിയാം, ഗായ്സ് എവരിബഡി ഷുഡ് കം, വി ആർ യൂസിങ് ദ ബെസ്റ്റ് ഓഡിയോ സിസ്റ്റം ഇൻ ഏഷ്യ, റൈറ്റ്? എല്ലാവരും ഹിൽ സോങ്സിൻ്റെ പാട്ട് കേൾക്കാൻ വരണം, വർഷിപ്പിന് വരണം. എന്തുകൊണ്ട്? വി ആർ യൂസിങ് ദ ബെസ്റ്റ് ഓഡിയോ സിസ്റ്റം ഇൻ ഏഷ്യ.
റീസൺ പറഞ്ഞത് കേൾക്കണം. എന്താ? ഏഷ്യയിലെ ഏറ്റവും വലിയ ഓഡിയോ സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഹിൽ സോങ്സിൻ്റെ പാട്ട് കേൾക്കാൻ എല്ലാവരും വരണമെന്ന്. ഞാൻ ഹിൽ സോങ്സിനെയും കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ കൊച്ചി ചെറുക്കൻ്റെ മനസ്സിൽ കയറി കിടക്കുന്ന ആലോചിച്ച് നോക്കിക്കേ. എന്താണ് ലോകത്തിൻ്റെ അതിനെ അഡോപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ലൗകികത അഡോപ്റ്റ് ചെയ്യാനാണ്. ഐ എം നോട്ട് അഗൈൻസ്റ്റ് ഈവൻ യൂസിങ് ദ ബെസ്റ്റ് ഓഡിയോ സിസ്റ്റം ഇൻ ഏഷ്യ. ഞാൻ അതിനെതിരൊന്നുമല്ല. പക്ഷേ അതാണ് നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് ഈ വർഷിപ്പിലേക്ക് നമ്മളെ കൊണ്ടുപോകേണ്ട കാരണം. അവിടെ ഉപയോഗിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഓഡിയോ സിസ്റ്റമാണെന്ന് പറയാൻ തക്കവണ്ണം ഈ പയ്യൻ്റെ മനസ്സ് കറപ്റ്റായത് എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ബിക്കോസ് ദാറ്റ്സ് വാട്ട് വി ആർ ടീച്ചിങ് ഇൻ ദ ചർച്ച്. ലോകത്തിൻ്റെ ഏറ്റവും വലുത് നേടുവാനുള്ള വലിയ മോഹത്തിലാണ് ഇന്ന് സഭയിലുള്ളവരും. ലോകക്കാരെ പോലായി നമ്മളും എന്ന് പറഞ്ഞാൽ ലോകക്കാർ നമ്മളെ തല്ലും. കാര്യം നമ്മളെക്കാൾ മാന്യന്മാരാണ് അവർ. ലോകക്കാരെ പോലെ ആയിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിനും എനിക്കും മധ്യത്തിൽ വേർപാടിൻ്റെ വലിയ ഒരു കുരിശ് എപ്പോഴും നമ്മൾ സൂക്ഷിച്ചേ പറ്റുള്ളൂ. അതാണ് ക്രോസ്, ദാറ്റ് റഗഡ് ക്രോസ് ദാറ്റ് സെപ്പറേറ്റ്സ് മീ ഫ്രം ദ വേൾഡ്. ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ നമ്മൾ വായിച്ചല്ലോ ഗലാത്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 24 and 25. ക്രൂശ് ജഡത്തിൻ്റെ രാഗമോഹങ്ങളുടെ ക്രൂശീകരണമാണ്. ഞാൻ പറഞ്ഞല്ലോ, പാഷൻസും ലസ്റ്റും കൊണ്ട് കറപ്റ്റായിട്ടുള്ള പാഷൻസ് ആൻഡ് ലസ്റ്റ്, രാഗവും മോഹവും കുത്തിവെച്ച ജഡത്തെ ഞാൻ ക്രൂശിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ജഡത്തെ ക്രൂശിക്കുന്നത്? എന്തിനു വേണ്ടി ഞാൻ ജഡത്തെ ക്രൂശിക്കണം? കാര്യം എനിക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടന്നാലേ പറ്റുകയുള്ളൂ. ആത്മാവിനെ അനുസരിച്ച് നടക്കണമെങ്കിൽ ആത്മാവിന് ഫ്രീഡം വേണം. എൻ്റെ ജഡത്തെ കൂടെ കെട്ടഴിച്ച് വിട്ട് കഴിഞ്ഞാൽ ഈ ജഡം എന്ത് ചെയ്യും? ഇറങ്ങി വന്ന് ആത്മാവ് സൗമ്യതയുള്ള ആത്മാവാണ്. ഈവൻ വൈൽഡായിട്ട് എൻ്റെ കാർണൽ സെൽഫിനെ എനിക്ക് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ വൈൽഡായിട്ട് വന്ന് എന്ത് ചെയ്യും? നാച്ചുറലി ഈ ആത്മാവുമായിട്ടുള്ള ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ സ്പിരിച്വൽ വേ ഐ ആം സെയിങ്. ആ ഫൈറ്റിൽ ആത്മാവ് സൗമ്യതയുള്ളതായതുകൊണ്ട് ചിലപ്പോൾ ആത്മാവ് അങ്ങ് ഇട്ടേച്ച് പോയിരിക്കും. See, this is the biggest problem. അതുകൊണ്ട് രാഗമോഹങ്ങളെ ഞാൻ ക്രൂശിക്കേണ്ടത് ആത്മാവിന് സ്വാതന്ത്ര്യമായി വിഹരിക്കുവാൻ വേണ്ടിയാണ്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യം വായിക്കുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും, ആത്മാവിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നോക്കുക, നമുക്ക് ആ ഭാഗം അറിയാം. ഒടുവിൽ പറയാണ് എന്താണ്? ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഇനി അടുത്തത് ക്രൂശിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് സ്വയത്തിന് മരിക്കുന്ന അനുഭവമാണ്. സ്വയത്തിന് മരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനാണ്. ക്രൂശിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്രൂശിൽ നോക്കിയാൽ നമ്മൾ എന്താണ് കാണുന്നത്? വി സീ എ മാൻ ഹു ലിവ്ഡ് ഫോർ അതേഴ്സ് ആൻഡ് ഡൈഡ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മൾ ക്രൂശിൽ കാണുന്നത്. ദാറ്റ് ഈസ് ജീസസ്. ഇഫ് യു ആർ ക്രൂസിഫൈഡ്, then you also will be a person who never live for yourself but live for others. നിങ്ങൾ യഥാർത്ഥത്തിൽ ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കത്തില്ല, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കും ജീവിക്കുന്നത്. ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് ജീവിക്കുമ്പോൾ ചുരുട്ടിയ ഫിസ്റ്റുമായിട്ടാണ്, ചുരുട്ടിയ കൈയുമായിട്ടാണ് അവൻ വരുന്നത്. നിങ്ങൾ ആ കുഞ്ഞിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്ത് നോക്ക്, ആ കുഞ്ഞ് പിന്നീട് എന്ത് ചെയ്യത്തില്ല? അത് നിങ്ങൾക്ക് തരത്തില്ല, അത് പിടിച്ചുകൊണ്ടിരിക്കുക. അത് ഒരു ഹ്യൂമൻ നേച്ചറാണ്. എന്ത്? ഗ്രാബ് ചെയ്യാനുള്ള, പിടിച്ചെടുക്കുവാനുള്ള, സ്വന്തമാക്കുവാനുള്ള മോഹവുമായിട്ടാണ് ആദാമിൽ നിന്ന് ജനിച്ച ഏതൊരു കുഞ്ഞും ജനിക്കുന്നത്. അതാണ് ആദാമ്യ പ്രകൃതി. അങ്ങനെ ഒരു ജീവിതമായിരുന്നു എൻ്റേതും നിങ്ങളുടേതും എല്ലാം. I was so selfish, I know. I was so selfish. ഞാൻ വളരെ സ്വാർത്ഥനായ ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് എൻ്റെ സുഖങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും നിർവഹിക്കാനുള്ള ആഗ്രഹമല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരോട് എനിക്ക് ചിലപ്പോൾ ഇഷ്ടമൊക്കെ ആയിരിക്കും, പക്ഷേ എന്നെ കൈകൊള്ളുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ തയ്യാറായിരുന്നില്ല. ദാറ്റ് ഈസ് ഹ്യൂമൻ നേച്ചർ. ബട്ട് ലുക്ക് അറ്റ് ദ ക്രോസ്, ഹിസ് ഫിസ്റ്റ്, ദ ഫിസ്റ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവൻ്റെ കൈകൾ നിങ്ങളൊന്ന് നോക്കിക്കേ, അത് ചുരുട്ടിയിരിക്കുകയല്ല, അതിൽ ആണി അടിച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ സ്ട്രെച്ചഡ് ഹാൻഡ്. എന്താണ് ക്രോസിൽ കർത്താവ് പറയുന്നത്? ഐ ഡോണ്ട് കീപ് എനിത്തിങ് ഫോർ മൈസെൽഫ്. എവറിത്തിങ് ഐ ഹാഡ് ഐ ഹാവ് ഓൾറെഡി ഗിവൺ ഇറ്റ് ടു യു. And it is for you. I am living for you. I am dying for you. I have lived for you. I am dying for you. And I will be living for you. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച മനുഷ്യൻ, കരങ്ങളെ വിടർത്തിയ മനുഷ്യൻ. വാസ്തവത്തിൽ ക്രോസ് എന്ന് പറയുന്നത് കരങ്ങളെ വിടർത്തുകയാണ്. You are stretching your hands towards others. Otherwise you are not crucified. നിങ്ങൾ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി ഗ്രാബ് ചെയ്യുന്ന മനോഭാവത്തോടെയുള്ള ഒരു വ്യക്തി ആയിരിക്കത്തില്ല. You will never live for yourself. You will never grab anything for yourself. Always you will have a stretched hands. That is cross.
ഹല്ലേലൂയ. ഏറ്റവും ഒടുവിലായിട്ട് ക്രോസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ പ്രദർശനമാണ്. സ്നേഹത്തിന് അതിരുകളില്ല. യു ഹാവ് സീൻ മേ ബി മെനി പ്ലേസസ് യു ഹാവ് സീൻ ഒരു ബിൽഡിങ്ങിനെ നിങ്ങൾ കണ്ടു കാണും. ക്രൂശിൽ ഒരു ശീല, അതിൽ there is a verse written there. I asked Jesus, how much do you love me? He stretched his hands and he said this much and died. നീ എന്നെ എത്രത്തോളം സ്നേഹിച്ചു എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു. അവനവൻ്റെ കൈകളെ വിളിച്ചിട്ട് പറഞ്ഞു ഇത്രത്തോളം, എന്നിട്ട് അവൻ മരിച്ചു. അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ക്രോസ്. If you are crucified, then you are full of love. നിങ്ങളുടെ സ്നേഹത്തിന് അതിരുകളില്ല. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ അടയാളമാണ് ക്രൂശ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വാട്ട് ഡു വി സീ? നമ്മൾ അവിടെ 3 ആണികൾ കാണുന്നുണ്ട്. എൻ്റെ കൈകൾ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ കാലുകൾ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആൻഡ് ലുക്ക് അറ്റ് ദ ക്രോസ്, യു വിൽ സീ എ തോൺ, എ ക്രൗൺ ഓഫ് തോൺസ്, ഒരു മുൾക്കിരീടം നിങ്ങൾ കാണുന്നു. ആൻഡ് ലുക്ക് അറ്റ് ദ ക്രോസ്, വിലാപ്പുറത്ത് കുത്തി മുറിവേൽപ്പിക്കുന്ന ഒരു കുന്തം നിങ്ങൾ കാണുന്നു. നിങ്ങളുടെ ക്രൂശ് പൂർണ്ണമാകണമെങ്കിൽ ഇതെല്ലാം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നിങ്ങളുടെ കൈകൾ ക്രൂശിക്കപ്പെടണം. കാര്യം നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ സെൽഫിൻ്റെ പ്രവൃത്തികൾ ക്രൂശിക്കപ്പെടുകയാണ്. നിങ്ങളുടെ സ്വയത്തിൻ്റെ പ്രവൃത്തികൾ ക്രൂശിക്കപ്പെടുകയാണ്. നിങ്ങളുടെ കാലുകൾ ക്രൂശിക്കപ്പെടണം. നിങ്ങളുടെ നടപ്പ്, സ്വയത്തിൻ്റെ നടപ്പ് ഇല്ലാതെയാവുകയാണ്. നിങ്ങളുടെ തലയിൽ മുൾക്കിരീടം അടിക്കപ്പെട്ടേ മതിയാകൂ. കാരണം നിങ്ങളുടെ ചിന്തകൾ കറപ്റ്റാണ്. ചിന്തകൾക്ക് തീരുമാനമെടുക്കാൻ, വാസ്തവത്തിൽ തല എന്ന് പറയുമ്പോഴതാണ് തീരുമാനമെടുക്കുന്നത്. നമ്മൾ പലപ്പോഴും തല കൊണ്ടാണ്, ഇല്ലേ? ആ തീരുമാനമെടുക്കുന്നതിന് നിങ്ങളുടെ സെൽഫിന് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. ബിക്കോസ് ജീസസ് ഈസ് ലിവിങ് ദെയർ. ആൻഡ് ഫൈനലി നിങ്ങളുടെ ഇഷ്ടങ്ങളുടെ ലോകം, നിങ്ങളുടെ ഹൃദയം കുത്തി മുറിവേൽപ്പിക്കപ്പെടുകയാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ ക്രൂശിക്കപ്പെടുകയാണ്. നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയും നിങ്ങളുടെ കാലിൻ്റെ നടപ്പും നിങ്ങളുടെ തലയുടെ ചിന്തകളും തീരുമാനങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മോഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ക്രൂശിക്കപ്പെടുമ്പോഴാണ് ക്രൂശ് സമ്പൂർണ്ണമാകുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു സമ്പൂർണ്ണ ക്രൂശീകരണത്തിന് വേണ്ടി 3 ആണിയും ഒരു മുൾക്കിരീടവും ഒരു കുന്തവും ആണ് നിങ്ങളുടെ മരണം, നിങ്ങളുടെ ക്രൂശ് പൂർത്തിയാക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് ക്രൂശ് അൺഅവോയ്ഡബിൾ ആണ്. എബ്രായ ലേഖനം 12-2 വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന അവൻ ക്രൂശ് എന്താണ്? അവൻ അപമാനം അലക്ഷ്യമാക്കി, പക്ഷേ ക്രൂശിനെ അവൻ സഹിച്ചു. ഹി എൻഡ്യൂർഡ് ദ ക്രോസ്. യു നീഡ് ടു എൻഡ്യൂർ ദ ക്രോസ്. യു നീഡ് ടു എൻഡ്യൂർ ദ ക്രോസ്. ക്രൂശ് ഒഴിവാക്കാൻ നമുക്ക് അവകാശമില്ല. ക്രൂശ് ബൈപ്പാസ് ചെയ്യാൻ നമുക്ക് അവകാശമില്ല. പ്രിയമുള്ളവരെ, നിർത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം ഞാൻ പറയാണ്. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ അടച്ചിട്ട മുറിക്കുള്ളിൽ അവൻ്റെ ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നതായ സമയത്ത് അവൻ കടന്നു വന്നപ്പോൾ അവർ ആദ്യം വളരെ പ്രയാസപ്പെട്ടു. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. കയ്യും വിലാപ്പുറവും കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അത് ക്രൂശിക്കപ്പെട്ട യേശുവാണെന്ന്. ഉയിർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശരീരത്തിൽ പോലും മായാതെ കിടന്ന ഒരേ ഒരു പാടേ ഉള്ളൂ, അത് ക്രൂശിൻ്റെ പാടാണ്. ദ മാർക്ക് ഓഫ് ദ ക്രോസ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് ഈവൻ ഇൻ ഹെവൻ മായാതെ കിടക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇസ് എ മാർക്ക് ഓഫ് ദ ക്രോസ്. നമ്മുടെ ക്രൂശിൻ്റെ അടയാളം. നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു കണ്ണില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കണ്ണുണ്ടാകും. നിങ്ങൾക്ക് എത്ര സൗന്ദര്യമുണ്ടെങ്കിൽ അതൊന്നും ഒരു വിഷയമല്ല. യു ആർ ഡിഫറെൻറ്റ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് ഒന്നും കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല, ഒന്നും കൊണ്ടുപോകാൻ. പക്ഷേ നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ സ്ട്രോങ്ലി ബിലീവ് ഇറ്റ് ഈസ് ദ മാർക്ക് ഓഫ് ദ ക്രോസ്. അത് ക്രൂശിൻ്റെ അടയാളമാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പോൾ ഇങ്ങനെ പറയുന്നു, ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ക്രോസ് എത്ര പ്രധാനമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ക്രൂശിൻ്റെ അടയാളം എന്ന് പറയുമ്പോൾ അത് പീഡനത്തിൻ്റെ അടയാളമാണ്. ഒരുപക്ഷെ അത് മാനസികമായ പീഡയായിരിക്കാം, അതല്ലെങ്കിൽ ശാരീരിക പീഡയായിരിക്കാം, അതല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഏറ്റ അപമാനങ്ങളുടെ പീഡയായിരിക്കാം, എന്തുമായിക്കോട്ടെ. ബട്ട് if you are crucified with Jesus, if you are crucified, if you have taken നിങ്ങളുടെ ക്രൂശ് എടുത്തിട്ടാണ് നിങ്ങൾ അവനെ അനുഗമിച്ചതെങ്കിൽ ആ ക്രൂശിൻ്റെ പാട് മായാതെ നിങ്ങളോട് കൂടെ നിത്യതയിലും നിങ്ങളെ അനുഗമിക്കും. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. We love you Jesus, we love you Jesus, we love you Jesus. യേശുവേ, ക്രൂശിൻ്റെ അനുഭവങ്ങൾ നീ ഞങ്ങൾക്ക് വിവരിച്ചു തന്നതിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി നമുക്കെല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം
നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മൾ ക്രൂശിൽ പ്രശംസിക്കുന്നവരോ ക്രൂശിൻ്റെ ശത്രുക്കളോ? ക്രൂശിനെ ഒഴിവാക്കുന്നവരോ? എനിക്കോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടയാകരുത്. You know about that all rugged cross. On a hill far away stood an all rugged cross, the emblem of suffering and shame. And I love that all cross were the dearest and the best for a world of lost sinners and slain. So I'll cherish that all rugged cross till my trophies at last I lay down. I'll cling to that all rugged cross and exchange someday for a crown. എവിടെയാണ് നിങ്ങളുടെ പ്രശംസ? എവിടെയാണ് നിങ്ങളുടെ പ്രശംസ? ഈസ് ദാറ്റ് ഓൾ റഗഡ് ക്രോസ്? ആ പഴയ റഗഡായിട്ടുള്ള ക്രോസ്. സ്വർണ്ണക്കുരിശിൽ അഭിമാനിക്കുവാൻ നിങ്ങൾക്കൊരു പക്ഷെ കഴിഞ്ഞേക്കും. പക്ഷേ യേശുവിൻ്റെ ആ റഗഡ് ക്രോസ്, നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ക്രൂശിൽ തൂങ്ങിയാടിയ ആ യേശു. നമ്മൾ ചെയ്യുന്ന ഏത് ത്യാഗവും ക്രൂശിനെ നോക്കുമ്പോൾ ഒന്നുമല്ല. ആ യേശുവിൻ്റെ ത്യാഗത്തിൻ്റെ മുമ്പിൽ നമുക്കൊന്നും മിണ്ടാൻ പോലും കഴിയത്തില്ല. എന്താണ് ക്രോസ്? നമുക്ക് നമ്മൾ ജനനത്തിൽ ആദാമിനോട് ചേർക്കപ്പെട്ടു, ഏകീഭവിച്ചു. എന്നാൽ ക്രൂശിൽ നമ്മൾ യേശുവിനോട് കൂടെ ഏകീഭവിക്കുകയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇനി നിങ്ങളെ ദൈവം നോക്കുന്നത് യേശുവിനെ നോക്കുന്നത് പോലെയാണ്. യു ആർ ഐഡൻറ്റിഫൈഡ് വിത്ത് ജീസസ്. ക്രോസ് ഈസ് ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ജീസസ്. യേശുവിനോടുള്ള ഏകീഭാവമാണ് ക്രോസ്. ഹല്ലേലൂയ. ആ ക്രോസ് അനുസരണത്തിൻ്റെ ചിഹ്നമാണ്. ക്രൂശിലെ മരണത്തോളം പാപത്തോട് എതിർത്ത് നിൽക്കുവാനുള്ള അനുസരണത്തിൻ്റെ ചിഹ്നമാണ്. ആ ക്രോസ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ചോദ്യം ചെയ്യാതെ അവനെ അനുസരിക്കുവാനായിട്ട് ഉള്ള പ്രേരണ നൽകുകയാണ്. വൺസ് യു ആർ ഐഡൻറ്റിഫൈഡ് വിത്ത് ജീസസ്, then certainly you need to follow, take up your cross and follow him. അവൻ്റെ ക്രൂശ് എടുത്ത് നമ്മൾ അവനെ അനുഗമിക്കണം. അതിനെന്ത് വില കൊടുക്കേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. We need to pay a price for that. ആ കോസ്റ്റ് കൗണ്ട് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും അത് ഇല്ലാതെ ആയി പോകരുത്. I am crucified with Christ and no longer I but Christ lives in me. ഞാനില്ലാത്ത ഒരു സ്റ്റേജ്. എൻ്റെ സ്വയത്തെ 3 ആണികളിൽ ഒരു മുൾക്കിരീടം വെച്ച് വിലാപ്പുറത്ത് കുത്തി ക്രൂശിൽ തറയ്ക്കാതെ എൻ്റെ സിംഹാസനത്തിൽ യേശുവിന് ഇരിക്കാൻ കഴിയത്തില്ല. When I am died with Christ, I am buried with him, I am risen with him so that I may live in the newness of his life. അവനോട് ചേർന്ന് നടക്കേണ്ടതിന് വേണ്ടിയാണ്. എന്നിൽ ജീവിക്കുന്നത് യേശുവാണ്. മരണത്തിലൂടെയാണ് ഞാൻ വാസ്തവത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. ഞാൻ ക്രിസ്തുവിനോട് മരിക്കുമ്പോൾ ജീവൻ്റെ വിത്തുമായിട്ടാണ് മരിക്കുന്നത്. ഉയർത്തെഴുന്നേൽക്കുന്നത് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് വേണ്ടിയാണ്. അങ്ങനെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുമ്പോൾ എൻ്റെ പഴയ മനുഷ്യനില്ല. അവൻ ക്രൂശിൽ കിടക്കുകയായതുകൊണ്ട് എനിക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുണ്ട്. ഞാനിനി ഞാൻ പാപത്തിന് അധീനനല്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. നാം ദൈവത്തിന് ഫലം കായ്ക്കേണ്ടതിന് നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ ക്രൂശിനൊരു ഇടർച്ചയുണ്ട്. ക്രൂശ് പ്രസംഗിക്കുന്നില്ലെങ്കിൽ ഇടർച്ചയില്ല. പക്ഷെ ക്രൂശ് പ്രസംഗിച്ചാൽ ഇടർച്ചയുണ്ടാകും. മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളായിരിക്കും. പക്ഷേ ക്രൂശ് ഒഴിവാക്കാൻ നമുക്ക് അവകാശമില്ല. ക്രൂശിന് ഉപദ്രവമുണ്ട്. നമ്മളെ വെട്ടുവാനുള്ള വാൾ അവൻ കൊടുത്തിരിക്കുന്ന മറ്റൊരാളുടെ കയ്യിലാണ്. നമ്മളെ ക്രൂശിക്കുവാനുള്ള ആണി അവൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ ശത്രുവിൻ്റെ കയ്യിലാണ്. എന്നാൽ ഞാൻ ക്രോസിൽ എനിക്ക് തനിയെ ക്രൂശിക്കപ്പെടാൻ കഴിയത്തില്ല. അത് ദൈവം അവനെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്, വേറൊരാളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആയിക്കോട്ടെ, ഒരാൾ എന്നെ ക്രൂശിക്കുമ്പോൾ, എൻ്റെ കയ്യിൽ ആണിയടിക്കുമ്പോൾ, എൻ്റെ കാലുകളിൽ ആണിയടിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കർത്താവിനെ സ്തുതിക്കാൻ കഴിയണം. ക്രൂശ് ഉപദ്രവം കൊണ്ടുവരികയാണ്. എന്നാൽ ആ ക്രൂശ് നമ്മൾ സ്വയത്തിന് മരിക്കുന്നത് കൊണ്ട് നാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു പുതിയ ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ്റെ കൈകളെ അവൻ വിരിച്ചു. ഹി സ്ട്രെച്ച് ഹിസ് ഹാൻഡ്സ്. ഇന്ന് നമ്മൾ നമ്മുടെ കൈകളെ വിരിക്കുന്നോ അതോ കൈകളെ ചുരുട്ടിപ്പിടിക്കുന്നോ? നമ്മളോട് തന്നെ ചോദിക്കാം. പ്രിയമുള്ളവരെ, ക്രോസ് എക്സ്പീരിയൻസിൻ്റെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അവൻ്റെ ക്രോസ് നമ്മൾ ഒഴിവാക്കാതിരിക്കുവാൻ വേണ്ടിയാണ്. ക്രോസ് നമുക്ക് ബൈപ്പാസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് നമ്മൾ ജീസസ് എൻഡ്യൂർഡ് ദ ക്രോസ്. അവൻ ക്രൂശ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ക്രൂശ് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ, നാം അവനോട് കൂടെ ജീവിക്കുമ്പോൾ, നാം അവൻ്റെ മരണത്തിൽ പങ്കാളിയായിത്തീരുമ്പോൾ ആത്യന്തികമായി അവൻ്റെ തേജസ്സിൻ്റെ പങ്കാളികളായിത്തീരുകയാണ്. നാം അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലാണ് അവൻ്റെ തേജസ്സിൻ്റെ പങ്കാളികളാകുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. ദ മാർക്ക് ഓഫ് ദ ക്രോസ്.
നമ്മുടെ ജീവിതത്തിൽ ക്രൂശിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ മാർക്സ് അതൊരിക്കലും ഇവിടെ ഭൂമിയിൽ അവസാനിക്കുന്നില്ല. ഈവൻ ഇൻ ഹെവൻ, ഈവൻ ഇൻ ദി ഇറ്റേണിറ്റി യു ക്യാൻ ടേക്ക് ഇറ്റ്. ഇന്ന് രാത്രി ഞാൻ ചോദിച്ചോട്ടെ, ഈ ക്രോസ് എക്സ്പീരിയൻസ് നമുക്ക് എത്രത്തോളം യാഥാർത്ഥ്യമാണ്? എത്രത്തോളം നമുക്ക് ഈ ക്രോസ് അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട്? എത്രത്തോളം നമുക്കത് അനുഭവിക്കണം? എത്രത്തോളം നമ്മൾ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിൽ രണ്ട് തരത്തിലുള്ള ആളുകളെ ഉള്ളൂ. ഒന്ന് ക്രൂശിൽ പ്രശംസിക്കുന്നവരും, രണ്ട് ക്രൂശിൻ്റെ ശത്രുക്കളും. ഇന്ന് രാത്രി നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മൾ ക്രൂശിൽ പ്രശംസിക്കുന്നവരോ ക്രൂശിൻ്റെ ശത്രുക്കളോ? ക്രൂശ് ഒഴിവാക്കാൻ പരിശ്രമിക്കുന്നവരോ? നമുക്ക് പറയാൻ പറ്റുമോ, യെസ്, I glory in the cross. On a hill far away stood an old rugged cross, the emblem of suffering and shame. And I love that old cross where the dearest and the best for a world of lost sinners was slain. So I'll cherish that old rugged cross till my trophy is at last laid down. I will cling to that old rugged cross. ഞാൻ ആ ക്രൂശിനോട് ചേർന്ന് പറ്റിപ്പിടിച്ചിരിക്കും. ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുകയില്ല. ഒരുപക്ഷെ പ്രസംഗകരും പ്രവാചകരും എല്ലാം വന്ന് എന്നെ മറ്റൊരു ലോകത്തിലേക്ക് നയിക്കാൻ പരിശ്രമിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഐ വിൽ ക്ലിങ് ടു ദാറ്റ് ഓൾ റഗഡ് ക്രോസ്. എത്ര പേര് പറയും, ഞാൻ ആ യേശുവിൻ്റെ ക്രൂശിനോട് പറ്റിച്ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ക്രൂശിൽ പ്രശംസിക്കുവാൻ ആഗ്രഹിക്കുന്നു? കരങ്ങളെ ഉയർത്തി ദൈവത്തോട് പറ, കർത്താവേ, ആ പഴയ ഓൾഡ് ക്രോസിനോട് പറ്റിപ്പിടിച്ച് നിൽക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് എത്ര പേര് പറയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന്? ഹല്ലേലൂയ. On a hill far away stood an old rugged cross, the emblem of suffering and shame. And I love that old cross, for the dearest and best for a world of lost sinners was slain. So I'll cherish the old rugged cross till my trophies at last I lay down. I will cling to the old rugged cross and exchange it someday for a crown. I will cling to the old rugged cross and exchange it someday for a crown. May God bless you. Thank you very much.